inaugurating another function. So we are. Oh, oh no. Okay, but no. Okay. നമുക്ക് യോഗം തുടങ്ങാൻ സ്വാഗതത്തിനായിട്ട് ജനറൽ സെക്രട്ടറി. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന കേരള എക്കണോമിക് അസോസിയേഷന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് പ്രൊഫസർ ഹരിലാൽ സാർ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യായ കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി കൂടിയായ ബഹുമാന്യായ ശൈലജ ടീച്ചർ, പ്രൊഫസർ പ്രഭാത് പട്നായിക് സാർ, മുൻ മന്ത്രി, മുൻ നിയമസഭാ സാമാജികൻ എല്ലാമായ ബഹുമാന്യനായ പന്തളം സുധാകരൻ അവറുകൾ, കേരള എക്കണോമിക് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷന്റെ ഡയറക്ടറുമായ ബഹുമാന്യനായ കെ ജെ ജോസഫ് സാർ, പ്ലാനിംഗ് ബോർഡ് അംഗം രവിരാമൻ സാർ, കേരള എക്കണോമിക് അസോസിയേഷന്റെ ട്രഷററായ പ്രൊഫസർ ഗോഡ്വിൻ, അനിതകുമാരി ടീച്ചർ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കേരള എക്കണോമിക് അസോസിയേഷന്റെ അംഗങ്ങളെ, അധ്യാപകരെ, ഗവേഷക വിദ്യാർത്ഥികളെ, മറ്റ് സുഹൃത്തുക്കളെ, യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ അംഗങ്ങളെ, സുഹൃത്തുക്കളെ. സർഗാത്മകതയുള്ള ഒരു സാമൂഹിക വിമർശകൻ, സാമൂഹിക ചിന്തകൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ് പ്രൊഫസർ എം കുഞ്ഞാമനെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കുഞ്ഞാമൻ സാറിനെ കേരള സമൂഹം അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വേർപാട് വലിയ രീതിയിലുള്ള വേദനയും ദുഃഖവുമാണ് കേരളത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ഇടയിൽ മാത്രമല്ല ഈ സമൂഹത്തിൽ തന്നെ ആകമാനം സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ, അദ്ദേഹത്തിന്റെ സംഭാവനകൾ അനുയോജ്യമായ രീതിയിൽ അനുസ്മരിക്കുകയും പഠന വിധേയമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിന് ഔദ്യോഗികമായ സ്വാഗതം ആശംസിക്കുക, സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ ചുമതല. ഔപചാരികതയുടെ പേരിൽ ഈ സംഘടനയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യനായ സംഘടനയുടെ പ്രസിഡന്റായ ഹരിലാൽ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ അനുസ്മരണ യോഗത്തിൽ പ്രധാനമായും സംസാരിക്കുന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ നമുക്കറിയാം, കേരളത്തിന്റെ ഏറ്റവും ജനകീയമായ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അങ്ങേയറ്റം പേരെടുക്കുകയും ശ്രദ്ധ നേടുകയും ചെയ്ത വ്യക്തിത്വമാണ്. നിപ, കോവിഡ് തുടങ്ങിയ വലിയ മഹാമാരികൾ വലിയ പ്രതിസന്ധിയായി കേരള സമൂഹത്തിൽ കടന്നു വന്നപ്പോൾ അതിനെതിരെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ശൈലജ ടീച്ചറിനെ കേരള എക്കണോമിക് അസോസിയേഷന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ കേരള എക്കണോമിക് അസോസിയേഷന്റെ അംഗങ്ങളുടെ പേരിലും ഈ യോഗത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. Professor Prabhat Patnaik sir needs absolutely no introduction to a community in Kerala. He is so popular among especially the economic fraternity of the state. On behalf of the Kerala Economic Association and on behalf of everybody who has arrived here and also participating in this commemorative meeting, I extend you, sir, a hearty welcome to this condolence meeting. നമുക്ക് ഇവിടെ കുഞ്ഞാമൻ സാറിനെ അനുസ്മരിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ പന്തളം സുധാകരൻ അവറുകളുണ്ട്. 2 മന്ത്രിസഭകളിൽ, കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലും AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലും ശ്രദ്ധേയമായ മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള, തൻ്റെതായ ഒരു ഇടം കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള പന്തളം സുധാകരൻ അവറുകളെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് ഊഷ്മളമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേരള എക്കണോമിക് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് ജോസഫ് സാറുണ്ട്. അദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷന്റെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു സഹായവും പിന്തുണയും പ്രോത്സാഹനവും ഇല്ലായിരുന്നുവെങ്കിൽ ഈ യോഗം ഈ അർത്ഥത്തിൽ നമുക്ക് ഇവിടെ നടത്താൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ സംഘടനയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ അംഗങ്ങളുടെ പേരിലും മറ്റു സുഹൃത്തുക്കളുടെ പേരിലും ഊഷ്മളമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാനിംഗ് ബോർഡിന്റെ ബഹുമാന്യനായ അംഗം മുൻ പ്രൊഫസർ
കൂടിയായ രവിരാമൻ സാറുണ്ട്. രവിരാമൻ സാറിനെ കേരള ഇക്കണോമിക് അസോസിയേഷന് വേണ്ടി ഈ യോഗത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. കേരള ഇക്കണോമിക് അസോസിയേഷൻ ട്രഷറർ പ്രൊഫസർ ഗോഡ്വിൻ എസ്. അനിതകുമാരി ടീച്ചർ, സംഘടനയുടെ ഭാരവാഹിയായ പ്രൊഫസർ അനിത വി, മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, ഗവേഷക വിദ്യാർത്ഥികൾ, ഓൺലൈനിൽ പങ്കെടുക്കുന്ന ബഹുമാനരായിട്ടുള്ള സീനിയർ അധ്യാപകരുണ്ട്, നിരവധി വിദ്യാർത്ഥികളുണ്ട്, ഗവേഷക വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനായ ഹരിലാൽ സാറിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞാമൻ സാറിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നിശബ്ദത. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമുക്കെല്ലാം വഴികാട്ടിയായി മാറിയിട്ടുള്ള കുഞ്ഞാമൻ സാറിന്റെ അനുസ്മരണ യോഗങ്ങൾ, സംഭാവനകളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആൾക്കാർ പൊതുവെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു താല്പര്യമാണ് കേരള ജനത പൊതുവിൽ സാറിനോട്, സാറിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് കേരള സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത്. കാരണം ജീവിതം കൊണ്ടും മരണം കൊണ്ടും അദ്ദേഹം കേരള ജനതയ്ക്ക് മുമ്പിൽ വെച്ച സന്ദേശം അത് ഉൾക്കൊള്ളാൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം വലിയ ബാധ്യതയുണ്ട്. കേരള എക്കണോമിക് അസോസിയേഷൻ ഈ അനുസ്മരണ യോഗത്തോടു കൂടി അങ്ങനെയുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ അനുസ്മരണ സമ്മേളനത്തിന് ശേഷം ഇന്ന് തന്നെ ഒരു ദീർഘകാല ചർച്ചയ്ക്ക് കർട്ടൻ റൈസർ ആവുകയാണ്. ഇന്ന് നമ്മളൊരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ കേരള വികസന മാതൃകയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് സാർ എപ്പോഴും ആവർത്തിച്ച് എല്ലാ യോഗങ്ങളിലും എല്ലാ ലേഖനങ്ങളിലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഒരു ചർച്ച ആരംഭിക്കും. അതിനെക്കുറിച്ചും അധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികൾ അവര് ഇന്ന് തന്നെ ഒരുപാട് തിരക്കുള്ള പരിപാടികളുള്ളവരാണ്. കുഞ്ഞാമൻ സാറിനോടുള്ള പ്രത്യേക ബഹുമാനവും താല്പര്യവും കാരണമാണ് ശൈലജ ടീച്ചറും അതുപോലെ തന്നെ പ്രൊഫസർ പ്രഭാത് പട്നായിക്കും അതുപോലെ തന്നെ പന്തളം സുധാകരൻ സാറും ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മളോട് പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. ശൈലജ ടീച്ചർക്ക് അടുത്ത യോഗത്തിന് പാഠശാലയിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പ്രൊഫസർ പ്രഭാതിൻ്റെ തിരക്ക്. ഇവരെല്ലാം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കേരളത്തിൻ്റെ ആദരം, കേരളത്തിൻ്റെ ബഹുമാനം അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞാമൻ സാറിൻ്റെ സ്മരണ പുതുക്കുന്നതിൽ നമ്മളോട് ചേരാൻ കഴിയുന്ന ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളാണ്. ഞാൻ സമയം കൂടുതൽ എടുക്കാതെ പിന്നെ ശൈലജ ടീച്ചറിനെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞാമൻ സാറിനെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം കേൾക്കെ പറയുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷേ ഇതൊരു അനുസ്മരണ പരിപാടിയായിട്ടാണ് നമുക്ക് നടത്തേണ്ടി വന്നത്. ജീവിതകാലം മുഴുവൻ വ്യവസ്ഥിതിയോട് സമരം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും ആ സമരം ഫലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയത്. പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാൾ ഒരാളിൻ്റെ പ്രവർത്തനം ചർച്ച ചെയ്യപ്പെടുക അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. അതാണ് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം. കുഞ്ഞാമൻ സാർ ഒട്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹം മരിച്ചപ്പോഴാണ് വളരെ വിപുലമായി അദ്ദേഹത്തിൻ്റെ ആശയഗതികളെക്കുറിച്ച് വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നത്.
അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, അതോടൊപ്പം തന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞനും കൂടിയാണ്. താൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തെ വിശകലനം ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം ഒരു ഇടതുപക്ഷമാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്വയം അങ്ങനെ പറയാറില്ല. അദ്ദേഹം യാഥാസ്ഥിതികവാദിയാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മാർക്സിൻ്റെ അനുയായിയാകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല, പക്ഷെ മാർക്സിൻ്റെ ആശയങ്ങൾ അദ്ദേഹം പുൽകിയിരുന്നു. ഗാന്ധിജിയെയും നെഹ്റുവിനെയും എല്ലാം അദ്ദേഹത്തിന് ബഹുമാനമായിരുന്നു. അവരെല്ലാം പറഞ്ഞിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ മേഖലകളെ സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും പോയത്. കമ്മ്യൂണിസം അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാദം പ്രത്യയശാസ്ത്രം ആശയങ്ങളെ കൊന്നുകളയും എന്നുള്ളതാണ്. നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. പ്രത്യയശാസ്ത്രപരമായി പ്രായോഗിക പ്രവർത്തനങ്ങളിൽ ഇടപെട്ടാൽ മാത്രമേ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. കുഞ്ഞാമൻ സാർ പറഞ്ഞത് നമുക്ക് തള്ളാൻ കഴിയില്ല, പക്ഷേ വാച്യാർത്ഥത്തിൽ അതെടുത്താൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞത് സംഘടന വേണ്ട എന്നൊന്നുമല്ല. പ്രത്യയശാസ്ത്രം ആശയങ്ങളെ കൊന്നുകളയെന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തങ്ങളെക്കാൾ പ്രത്യയശാസ്ത്രം കൊണ്ട് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സ്വഭാവഗതിക്കനുസരിച്ച് മാറ്റമുണ്ടാക്കാൻ എങ്ങനെ പരിശ്രമിക്കണം എന്നതുകൂടി ചിന്തിച്ചിട്ടാവണം. അല്ലാതെ ഇത്രയും ദക്ഷിണാശാലിയായിട്ടുള്ള സമൂഹത്തെ അറിയുന്ന ഒരാൾ പ്രത്യയശാസ്ത്രമേ ശരിയല്ല എന്ന് പറയാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് കാണുന്നത്. അദ്ദേഹം വർഗ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഉൾക്കൊണ്ടിരുന്നു പൂർണ്ണമായിട്ടും. താൻ ജനിച്ചത് ദളിത് സമുദായത്തിലാണ് എന്നുള്ളത് കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകം എതിരെ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, അത് ഇനി വായിക്കണം. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആളുകളെ ശ്രദ്ധിക്കില്ല. നമ്മളിൽ നിന്ന് വേർപെടുമ്പോഴാണ് തേടി പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എതിര് വായിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അതുപോലെ പ്രബന്ധങ്ങളും എല്ലാം സൂചിപ്പിച്ചിരുന്നത് ഈ സമൂഹത്തിൽ അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു വേട്ടയാടൽ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. അങ്ങനെ പിന്തുടരാൻ കാരണം എന്താ? അദ്ദേഹം ജനിച്ചു വളരുന്ന കുട്ടിക്കാലത്തുള്ള അവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തിന് പൂർണ്ണമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നവോത്ഥാന പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. വലിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആശയപരമായി ഒട്ടേറെ പുരോഗമനപരമായ ആശയങ്ങളെ നാം പുൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സമൂഹത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം, മൈൻഡ് സെറ്റ് ജനങ്ങളുടെ, അതിൽ ആകെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ഖേദകരമായി നമ്മളിപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഉടനെ തന്നെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു ചേർത്തിട്ട് നെഹ്റു പറഞ്ഞത്, ഓൾ സൊസൈറ്റീസ് ആർ നോർമലി കൺസർവേറ്റീവ്, ബട്ട് അവർ സൊസൈറ്റി ഈസ് മോർ ദാൻ നോർമലി കൺസർവേറ്റീവ്. ഈ കൺസർവേറ്റീവായ സൊസൈറ്റിയെ സയൻറ്റിഫിക്കായിട്ട് മാറ്റിയെടുക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ധർമ്മം എന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 76 വർഷം പിന്നിടുമ്പോഴും ഈ സൊസൈറ്റിയെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇതൊരു വലിയ ചോദ്യമാണ്. എന്താണ് ശാസ്ത്രീയത അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ യാഥാസ്ഥിതികമായ അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങൾ പോലും ശാസ്ത്രമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ പോലും സമൂഹത്തിലുണ്ടാകുന്നു. രണ്ടാമത്തത്, കുഞ്ഞാമൻ സാർ എപ്പോഴും സൂചിപ്പിക്കുന്നത് ഈ ഫ്യൂഡൽ അനാചാരങ്ങളെ കുറിച്ച് കൂടിയാണ്. ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും ജീർണിച്ച മുഖാണല്ലോ ജാതി വ്യവസ്ഥ. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ബ്രാഹ്മണൻ ദൈവത്തിൻ്റെ ശിരസിൽ നിന്നുണ്ടായതുകൊണ്ട് ബുദ്ധിയും വിദ്യയും സമ്പത്തും എല്ലാം അവകാശപ്പെട്ടതാണ്. അതുപോലെ വൈശ്യൻ ശരീരത്തിൽ നിന്നാണ്, ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നാണ്, ശൂദ്രൻ പാദങ്ങളിൽ നിന്നാണ്. 4 വർണ്ണത്തിലും താഴെ വർണ്ണം പോലും ഇല്ലാത്ത അവർണരായിട്ടുള്ള അവരാണ് പുലയർ എന്നെല്ലാം പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്നത്. അത്രയും ഡൗൺ റോഡനായിട്ടുള്ള, അത്രയും താഴ്ന്ന, ചവിട്ടി താഴ്ത്തപ്പെട്ട എന്ന് പറയുന്നതാണ് ശരി. സമ്പത്ത് കൈവശം വരുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ആരംഭം മുതലാണല്ലോ മനുഷ്യരിങ്ങനെ പരസ്പരം എഴുത്താൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ചൂഷിതരും ചൂഷകരും ഒക്കെ ആയിട്ട് വേർതിരിഞ്ഞത്.
അങ്ങനെ പിരിഞ്ഞൊരു സമൂഹത്തിൽ ഫ്യൂഡലിസത്തിന്റെ ജാതി ശ്രേണി കൂടി ആയപ്പോൾ ഒരു വലിയ വിഭാഗം മനുഷ്യര് ഒരു മനുഷ്യരേ അല്ല എന്നുള്ള നിലയിൽ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് സാമൂഹ്യ വികാസ പ്രക്രിയയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെതിരെയാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ 30കളിലും 40കളിലും ഒക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയ പോരാട്ടം യഥാർത്ഥത്തിൽ ആ ജാതി വ്യവസ്ഥയ്ക്കും അയിത്താചരണത്തിനും തൊട്ടുകൂടായ്മയ്ക്കും സമ്പത്തിന് അവകാശമില്ലാത്തതിനും ഒക്കെ എതിരായിട്ടായിരുന്നു. അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള തുല്യത, സമ്പത്തിനുള്ള അവകാശം ഒരു റൈറ്റായിട്ട് മനുഷ്യാവകാശമായിട്ട് അംഗീകരിക്കപ്പെടണം എന്നാണ് കുഞ്ഞാമൻ സാർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. എങ്കിൽ മാത്രമേ ദളിതർ എന്ന് വിശേഷിക്കപ്പെടുന്നവർ ദളിതരല്ലായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ്. ദളിത് ചിന്തകൻ എന്ന് പോലും പറയുന്നതാണ്. അങ്ങനെ പറയാൻ ഇഷ്ടമല്ല കുഞ്ഞാമൻ സാറിന്, പറയുന്നത് തെറ്റുമാണ്. ചിന്തക്ക് അങ്ങനെ ദളിതെന്നോ സമ്പന്നനെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അടിച്ചമർത്തപ്പെട്ടവന് ചിന്തിച്ചാലും അത് പറയാനും രേഖപ്പെടുത്താനും അവസരം കിട്ടിയിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇത്തരം ഒരു വേർതിരിവുള്ള സമൂഹത്തിൽ. പക്ഷേ ചിന്തിക്കാൻ കഴിവില്ലാതില്ല, തലച്ചോറിന് ദളിതന്റെ തലച്ചോറിന് കഴിവില്ലാത്ത അവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് ഒരു ദളിത് ചിന്തകൻ എന്നെല്ലാം പറയുന്നത് ശരിയല്ലാത്ത ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് കുഞ്ഞാമൻ സാറിന് നമ്മളും അദ്ദേഹം ഒരു ദളിത് ചിന്തകനാണെന്ന് ഒരിക്കലും പറയില്ല. അദ്ദേഹം ചിന്തകനാണ്. പക്ഷേ അദ്ദേഹം പോരാടിയത് ദളിതരെന്ന് പറഞ്ഞ് തരം താഴ്ത്തപ്പെട്ട മനുഷ്യരുടെ മോചനത്തിനാണ്. കാരണം അദ്ദേഹം സ്വീകരിക്കുന്ന മാർഗം എന്താണെന്നുള്ള കാര്യം നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അദ്ദേഹം അങ്ങനെയാണ് പോരാട്ടം നടത്തിയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള അവകാശം ലഭ്യമാകണം, സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭ്യമാകണം. ഇന്ത്യയിൽ അതുണ്ടായിട്ടില്ല. അപ്പൊ കുഞ്ഞാമൻ സാറിനെ പോലുള്ള ഒട്ടേറെ ആളുകളുടെ ആവശ്യകതയുള്ള ഒരു സമൂഹമാണ്. നെഹ്റു അങ്ങനെ പറഞ്ഞെങ്കിലും സയന്റിഫിക് ആയില്ലല്ലോ. നമ്മള് കുഞ്ഞാമൻ സാർ വളരെ ശക്തമായിട്ട് വിമർശിക്കാറുണ്ടായിരുന്നു. എല്ലാവരെയും വിമർശിക്കും, ഇടതുപക്ഷത്തെയും വിമർശിക്കാറുണ്ട്, വർഗത്തെ വിമർശിക്കാറുണ്ട്, എല്ലാവരെയും വിമർശിക്കാറുണ്ട്. അതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം നമുക്ക് തോന്നുന്നത്, ഭരണം എന്ന് പറയുന്നത് അരാജകാവസ്ഥയിൽ അങ്ങനെ ഭരണരംഗത്തേക്കേ പോകേണ്ടതില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. നമുക്ക് പ്രായോഗികതയാണ് പ്രധാനം. ഒരു മുതലാളിത്ത സമൂഹത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാണ്, ഭരണരംഗത്തേക്ക് വരണോ? അത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വിപ്ലവം നടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അങ്ങനെയല്ല. സാറിപ്പം വ്യത്യസ്ത ആശയഗതിക്കാരനാണ്, മധുര സുധാകരൻ സാറ്. പക്ഷെ എന്തായാലും വേണ്ടില്ല, നമുക്ക് ഭരണാധികാരം കയ്യാളിയിരിക്കുന്നത് വലിയ സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള അല്ലെങ്കിൽ സമ്പത്തിന്റെ അധിപരായിട്ടുള്ള വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണ് പലയിടത്തും വരുന്നത് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അത്തരൊരു സമൂഹത്തിൽ കിട്ടാവുന്ന സന്ദർഭം അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകൾ, ചവിട്ടി താഴ്ത്തപ്പെട്ട ആളുകൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ കഴിയുക എന്നുള്ളതും പുരോഗമനവാദികൾ ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു അരാജകത്വം അതല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഉപയോഗപ്പെടുത്തലാണ്. ഇത്തരം സംവിധാനങ്ങളുടെ ഉപയോഗപ്പെടുത്തൽ കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം. അദ്ദേഹം നമ്മളെക്കാൾ ഗൗരവത്തിൽ ചിന്തിക്കുന്നയാളാണ്. പക്ഷെ ഇടപെടൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഏതായാലും കുഞ്ഞാമൻ സാറ് ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നത് അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു അന്ധത വന്നിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ്. കോളേജ് ക്യാമ്പസുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മുദ്രാവാക്യ തൊഴിലാളികളായിട്ട് മാറിപ്പോവുകയാണ് ക്യാമ്പസുകൾ ഇപ്പം. അതുകൊണ്ട് നല്ല ചിന്തകരുണ്ടാവുന്നില്ല. ഞങ്ങളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷെ അങ്ങനെ ആവരുത് എന്ന് നമ്മൾ കാണണം. അങ്ങനെ ആയി എന്നൊന്നും ഞാൻ പറയില്ല, ക്യാമ്പസിൽ ചിന്തകരൊക്കെ. പക്ഷെ കുഞ്ഞാമൻ സാർ പറയുന്നത് ഇന്നത്തെ സാഹചര്യം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലാണ്. ഇങ്ങനെയല്ല, നല്ല ചിന്തകരുണ്ടാകണം. നമ്മുടെ ഇന്നത്തെ അവസ്ഥയെ വിശകലനം ചെയ്യാനും അത് എങ്ങനെ മാറ്റിയെടുക്കുമെന്ന് പറയാനും കഴിയുന്ന ചിന്തകർ ഉണ്ടാവണം. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാശാല ബിരുദങ്ങളൊന്നും നേടിയിട്ടില്ല. പക്ഷെ സമൂഹത്തെ വ്യാഖ്യാനിക്കുന്നതിനും സമൂഹത്തിന്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനും അതിനെ ചികിത്സിക്കുന്നതിനും ഗുരുദേവന് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം ഗുരുദേവന് നടത്താൻ സാധിച്ചത്. അത്ര കർശനമായിരുന്നു, അത്ര ഗൗരവതരമായിട്ടുള്ള ഒന്നായിരുന്നു. അയ്യങ്കാളി എങ്ങനെയാണ് നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ ക്രൂരതകൾക്കെതിരായിട്ട്, ആധിപത്യത്തിനെതിരായിട്ട് പോരാട്ടം നടത്തിയത്? അവരൊന്നും വലിയ ബിരുദധാരികളായി മാറിയിട്ടില്ല, വിദ്യാഭ്യാസം ആർജിച്ചിരുന്നു. പക്ഷെ ഇതുപോലുള്ള അക്കാദമികമായിട്ടുള്ള വലിയ പാണ്ഡിത്യം നേടി എന്ന് പറയാൻ സാധിക്കില്ല.
പക്ഷേ കുഞ്ഞാമൻ സാറ് അവരുടെ എല്ലാം പിന്മുറയായി വന്ന് അക്കാദമികമായിട്ടുള്ള വലിയ പാണ്ഡിത്യം നേടിക്കൊണ്ട് അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തെ വിശകലനം ചെയ്യുകയാണ്. ഞാൻ ഒരുപാട് ദീർഘമായിട്ട് പറയുന്നില്ല. ഇന്ന് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം ശരിയായ വിധത്തിൽ സമൂഹത്തെ വിശകലനം ചെയ്യുക എന്നതാണ്. എന്ത് സംഭവിച്ചു? കുഞ്ഞാമൻ സാറ് പറഞ്ഞു ഒരു പുതിയ ബ്രാഹ്മണ്യം വരികയാണ്. ബ്രാഹ്മണ മേധാവിത്വം, അധികാരത്തിന്റെ മേധാവിത്വം, ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് പറഞ്ഞിട്ട് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വത്തും വിദ്യയും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത്. പക്ഷേ കേവലമായ അർത്ഥത്തിൽ ഒരു ബ്രാഹ്മണനായി പോയി എന്നുള്ളത് കൊണ്ട് ചൂഷകനാണെന്നോ ജാതി വ്യവസ്ഥ അനുകൂലിക്കുന്ന ആളാണെന്നോ പറയാൻ പറ്റിയതല്ല ഇന്നത്തെ ബ്രാഹ്മണ്യം. ഇന്ന് സമ്പത്തും അധികാരവും കൈവശപ്പെടുത്താൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു ദളിതന് പോലും ആ ആധിപത്യം കാണിക്കാൻ സാധിക്കുന്നു. അതെല്ലാം നേടിയെടുത്ത് കഴിഞ്ഞിട്ടില്ല. ദളിതെന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാൾ, എല്ലാവരും അങ്ങനെ ആവണം എന്നല്ല, അതിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള പുതിയ ബ്രാഹ്മണ്യത്തിലേക്ക് ആളുകൾക്ക് ആധിപത്യ മനോഭാവത്തിലേക്ക് എല്ലാവരും സമന്മാരല്ല എന്ന ചിന്തയിലേക്ക് അങ്ങനെ ഒരു സമൂഹത്തെ എല്ലാവരും സമന്മാരല്ലാത്തൊരു സമൂഹം വാർത്തെടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ പ്രവർത്തിക്കാൻ അത്തരം ആളുകൾക്ക് പോലും കഴിയുന്ന രീതിയിൽ സമൂഹം മറ്റൊരു തരത്തിൽ മാറിയിട്ട് പുതിയ ബ്രാഹ്മണ്യം. പുതിയ ബ്രാഹ്മണ്യത്തിനകത്ത് പഴയ ബ്രാഹ്മണരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിലെ ആളുകൾ ഉണ്ട്. എന്നാൽ അവർ മാത്രമല്ല, ചിലപ്പോൾ ദളിതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിലെ ആളുകളും അതിനകത്ത് ഉണ്ടെന്നാണ് കുഞ്ഞാമൻ സാർ. എത്ര ഗൗരവതരമായ ചിന്തയാണെന്ന് നോക്കൂ. ഞാൻ അദ്ദേഹത്തെ വായിക്കുമ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ആ ഒരു വ്യാഖ്യാനം നമ്മൾ ഇനി കുറച്ചും കൂടി അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതല്ലേ. അതേപോലെ തന്നെ പുതിയ ചൂഷിതരിൽ ഈ പഴയ ബ്രാഹ്മണർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിലെ ആളുകളും പുതിയ ചൂഷിതരിൽ ഉണ്ടാകാം. അപ്പൊ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ ഭംഗിയായിട്ട് വിശകലനം ചെയ്ത് നമുക്ക് ഇടപെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കുഞ്ഞാമൻ സാർ തരുന്നത്. അത് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷമല്ലാത്തവർക്കും എല്ലാം ഒരു 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 ചൂണ്ടുപലകയാണ്. ആ അർത്ഥത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മേഖലയിൽ നിങ്ങളെല്ലാം ആ മേഖലയിൽ നിന്ന് വരുന്നവരാണ്. എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇന്നത്തെ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ആധിപത്യമൊക്കെ വരുന്നത്? എങ്ങനെയാണ് ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നത്? എങ്ങനെയാണ് തദ്ദേശ ഭരണകൂടങ്ങൾക്ക് അധികാരമില്ലാത്ത അവസ്ഥ വരുന്നത്? എങ്ങനെയാണ് സേവന മേഖലയിൽ നിന്ന് ഭരണകൂടം പിന്മാറിക്കളയുകയാണ്. ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രികൾ, അത് എനിക്ക് കേന്ദ്രത്തിൽ നിന്നൊരു കത്ത് വന്നിരുന്നു. നിങ്ങളുടെ ജില്ലാ ആശുപത്രികളൊക്കെ സ്വകാര്യ മേഖലയുടെ നടത്തിപ്പിന് കൊടുക്കാമോ? ആലോചിച്ച് നോക്കൂ, ഞെട്ടിപ്പോയി കേട്ടിട്ട്. ഞാൻ നല്ല വാണം പോലത്തെ ഒരു കത്ത് നമ്മൾ സാധാരണ നാട്ടിൻപുറത്തെ ഭാഷയിൽ പെടൂല, അങ്ങോട്ട് വിട്ടു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ജില്ലാ ആശുപത്രികളൊക്കെ വളരെ നന്നായി നടത്തുന്ന തിരക്കേറിയ ധാരാളം സമ്പത്തുള്ള ഒരു മേഖലയാണ്. ധാരാളം നിക്ഷേപങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മേഖലയാണ്. അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല ഇത് സ്വകാര്യ മേഖല കൊടുക്കാൻ. എത്ര ലളിതമായ ചോദ്യങ്ങളിലൂടെയാണ് പൊതുവായിട്ടുള്ളതെല്ലാം സ്വകാര്യമായിട്ട് മാറ്റുന്നത്. ഇതാണ് കുഞ്ഞാമൻ സാറിന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള, അഡ്രസ്സ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനൊരു ചർച്ചാ വേദിയിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ അടക്കം കേൾക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ വെറുതെ അഭിനയിക്കുകയല്ല, കുറേ കാര്യങ്ങൾ ഒന്നിച്ച് വരികയാണ്. KSTAക്കാരുടെ സമ്മേളനമാണ് ആദ്യമായിട്ട്. പക്ഷെ ഹരിലാൽ സാർ പറഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അത് ഇവരൊക്കെയാണ് നമ്മുടെ വഴികാട്ടികൾ ആയിരുന്നത്. നേരിട്ട് എല്ലാ ദിവസവും സംസാരിച്ചിട്ടില്ലെങ്കിലും രാമൻ സാറുണ്ട്, ഇവരെല്ലാം സാറുണ്ട്. അപ്പോൾ ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും ഇവരെല്ലാം പിന്തുടർന്നിരുന്നു. അവരെല്ലാം എന്ത് പറയുന്നു എന്നുള്ളത് കേട്ടിരുന്നു. ഒന്നുമല്ല, അതൊന്നും ഒരു ക്രൈസിസ് മാനേജ്മെന്റിനൊക്കെ അങ്ങനെയാണ് എല്ലാവരെയും. നമുക്ക് തനതായിട്ട് ഒറ്റക്കൊന്നും ഇല്ലല്ലോ. നമ്മൾ പലരും പറയുന്നതിലെ ശരി ഉൾക്കുക. എന്നാൽ പലരും പറയുന്ന എല്ലാ ഭാഗത്തേക്കും പോകുന്ന ഒരാളായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയുന്നതിൽ ഏറ്റവും ശരി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അതുകൊണ്ട് വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകം കുഞ്ഞാമൻ സാറിൻ്റെതായതുകൊണ്ട് ഉറപ്പായിട്ടും അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ വരിക എന്നുള്ളത്, പന്തളം സുധാകരൻ സാറും ഒക്കെ കൂടെ ഉണ്ട് എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ്. പ്രഭാത് പട്നായിക് സാറുണ്ട്. അപ്പം ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇത്രയാണ് പറയാനുള്ളത്. കുഞ്ഞാമൻ സാറിൻ്റെ ചർച്ചയുടെ പിന്നാലെ പോയിക്കൊണ്ട് നിങ്ങൾ കുഞ്ഞാമൻ സാറിനെ വിമർശിക്കാതിരിക്കുകയൊന്നും വേണ്ട ആരും, നമ്മളാരും, അല്ലേ? അത്
ഇപ്പോ സാധാരണ പറയും മരിച്ചുപോയ ആളെ ഒരു തരത്തിലും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളൊരു അങ്ങനെയുള്ള കപട വിശ്വാസമൊന്നും നമുക്ക് വേണ്ട. വിമർശനം Yes. വിമർശിക്കുകയും അതെ. എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ശരി, ശാസ്ത്രീയമായി അദ്ദേഹത്തെ പഠിച്ച് ഈ സമൂഹത്തിന് മുതൽക്കൂട്ടാക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങൾ കുഞ്ഞാമൻ സാറിന്റെ ചിന്തയിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ അദ്ദേഹം ഒരു അവതാരങ്ങൾ എന്നൊക്കെ പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല ഞാൻ. ഓരോ ഘട്ടത്തിൽ ഓരോ മനുഷ്യരിങ്ങനെ നമ്മളെക്കാളൊക്കെ വലിയ ചിന്തകളുമായിട്ട് സമൂഹത്തിൽ ജീവിക്കാറുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരു വലിയ പ്രതിഭയായിരുന്നു. അദ്ദേഹം ഒരു വലിയ ചിന്തകനായിരുന്നു, സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ ബഹുമാനത്തോടെ തലകുനിച്ചുകൊണ്ട് ഞാൻ പറയാനുള്ള വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. Professor Prabhat Patnaik. Now, let me invite Professor Prabhat Patnaik to speak. Sir, special thanks from KEA for accepting our invitation. And considering your association with Professor Kunjaman, we thought we should try and convince to accept this invitation, but without any hesitation, you immediately accepted our invitation to join us. Sir, you can start. Sir, you are mute. Okay. Can you unmute? Yeah. Professor Harilal, Professor Joseph, other dignitaries, friends. First of all, I'm very grateful that I have been given this opportunity to pay my respects to Professor Kunjaman, whom I had very high regard for. He was a person of great integrity, who was forthright, was never afraid to speak his mind, and he had deep insights into Kerala society, which I often discussed with him and learned from him. We often discussed the so-called Kerala model, which Professor Amartya Sen has generally coined the term to describe the development experience of Kerala. The fact that the Kerala model represents a great advance for a region which is not economically that prosperous, but nonetheless has risen to great heights in its social indicators and social achievements, is something which, of course, is unexceptionable. But also there were limitations on it. It was not a complete model in that sense, because many things remained to be done. And often Professor Kunjaman and I used to discuss these things when I was working for the Kerala Planning Board. These incomplete achievements of the Kerala model are now facing even greater obstacles because of the enormous centralization of resources and powers that has occurred over the last few years. The centralization of resources is well known. Effectively, the introduction of the goods and services tax, which took away the constitutional rights of the states to impose sales taxes as they wished, is something which was really an imposition on the states' rights. And this is something which was carried out in the name of an argument which itself was quite invalid. The argument was that in order to have a unified national market, it's important to have a common taxation rate across the different states, that this is something which is going to unify the market and therefore result in great advance for the economy.
This is an absurd argument because the most advanced capitalist country in the world, the most prosperous capitalist country in the world, the United States, does not have such a common taxation across the states. In fact, if you go to the United States, the price of a commodity varies from one shop to another in a very significant way, adjacent shops, similar shops. So the whole idea that you need a unified market for there being a great advance and unified market requires that you should have a common rate of taxation for each commodity is itself an absurd argument. And this argument was put across in order to take away states' powers. But this was made possible because of a promise, the promise that the states would be compensated for whatever revenue loss they had relative to a certain kind of projection into the future. And this was never really owned by the government. The government betrayed this promise, and as a result, the states were left in dire straits. Now, the centralization of resources has also been backed up by the centralization of political powers. As a matter of fact, this centralization of political powers has recently been given an imprimatur by the Supreme Court judgment on Article 370. That judgment clearly states that the parliament, the central parliament's prerogatives override the basic features of the Constitution. Now, this is an absurd judgment. It really goes against the Supreme Court's own past stance, which actually prioritized the basic structures of the Constitution, saying that they could not be interfered with. Federalism is a basic structure of the Constitution, basic feature of the Constitution, and the Parliament has no right to impose itself upon the federal nature of our polity. But at the same time, the Supreme Court made it very clear in its recent judgment that the Parliament could even decide to convert a state into a set of union territories. It could split off a state into one part, into several union territories. It could split off the state into a particular union territory, keeping the boundaries of the states smaller than they were before, and so on. Now, all these are really represent a centralization of political power, the like of which we have not had since independence. Therefore, the centralization of resources and the centralization of political power pose a major challenge before the Kerala model. And since the Kerala model had already been a subject of enormous admiration and discussion all over the world, and therefore a subject of envy and hostility on the part of the ruling classes, you find that there are going to be great efforts to throttle the advance of Kerala, to throttle the Kerala model in the days to come. And this is already obvious because, as you know better than I do, the kind of resource constraints that the state of Kerala has run into. Kerala is not the only state, but Kerala has run into very serious resource constraints, which would make the continuation of the enormous scale of benefits which Kerala made available to its citizens much more difficult in the days to come. It is in this context that there is a lot of discussion about how exactly can we override this crisis. And I would like to make one particular suggestion, since we are in a gathering of economists, which I hope would be given due consideration. And that suggestion is the following, that, that there are large tracts of land in Kerala which were made available by the Maharaja in the old days to various plantation companies and so on, various companies in order to start plantations. These lands remain unutilized to a very significant extent. These lands were eyed by the central government in the old days when both the Planning Commission, when Dr. Montek Singh Ahluwalia was the vice chairman, and of course, Mr. Jairam Ramesh as the minister, they used to often tell us that why don't you allow
the plantation owners to start hotels on the land they occupy, which is not being used for plantations as such, in which case there would be an attraction for tourism, and you would also be able to get some revenue by taxing them on the hotels and the profits they make, and so on. Now, we said that, look, you cannot do this because, after all, that would imply handing over de facto control and ownership over lands to those who happen to be plantation owners, while they are really on leases, and what is more, they are not fulfilling their duty of using up all the land for which the Maharaja had given them rights. So that being the case, we don't want to enter into a territory where they become de facto owners of the land on which they have these kind of, tenancy rights that the Maharaja had given. Now, my point is a proposal we had actually thought of during the days when I used to work for the planning board. Why can we not actually take over the land which is in excess of what is being utilized for plantation purposes on the leased land that the Maharaja had given to these plantation owners? And the question there would be, how do we know how much land is actually being used and how much is not being used? And we had thought of a very simple mechanism for it. Let us take the payroll. How many people are employed? For every particular type of plantation, let us actually have a ratio between the amount of land that is required for the plantation and the employment that is required for the plantation. Therefore, from the payroll data, in fact, estimate what is the amount of land that is actually being used, and whatever is the surplus is something which the state government can take over, as it easily can, because these lands were given on leases, long leases by the Maharaja. Now, if we get that land, in that case, it can be used for a number of purposes. It can be used to settle landless families, those who would like some land, and they can be settled there. In addition, they can be given to the KTDC to develop the kind of facilities that Montek Singh and Jairam Ramesh and so on used to argue. They can develop hotels and tourist destinations, which can then be a revenue earning source, and the revenue would come to the state government. Or they can be used for any other purposes which the state government deems fit. But the point is that land constitutes a major resource. And I think the time has come when Kerala has to get hold of whatever resources it can in order to ward off the challenge posed to its unique development trajectory by the enormous centralization of resources that is taking place. Now, the point is that, that this centralization is not going to end very soon. This centralization is not something which is simply the whim of one prime minister or one political party and so on. This centralization is in the interest of both neoliberalism and neo-fascism. And at the time in the country, we're actually having an alliance of neoliberalism with neo-fascism. Neoliberalism wants centralization because in that case, more resources become available for subsidies to the capitalists, for subsidies to international capital, and so on. And neo-fascism wants it because, of course, that is an essential component of its ideology, namely, as I said, one country, one religion, and so on and so forth, that effectively it really wants to do away with the plurality of the country, the plurality which reflects itself in the federal structure of the country, and therefore it would actually also like centralization. So the centralization of political power and resources, which has taken place, of which Kerala has been a victim, is a phenomenon of the contemporary times. It is not an aberration. It is not something which is actually done because of spite by one particular political party or by one particular set of people. It is, in fact, symbolic of the current tendencies
in society all over the world. In fact, they are symbolic of the kind of current tendencies all over the world. And that being the case, it is important for us to develop strategies to meet this threat, strategies to counter this threat, and strategies to carry forward the advances which Kerala has already achieved. Now, that would really require, in some sense, deepening the achievements of the model, carrying the measures that constitute Kerala model to an even higher level. Kerala model was based on land reforms, which basically meant the redistribution of land. No other state had really taken that kind of measure which Kerala did. And I believe the time has come to carry this a step further by including plantations also within the ambit of social control over land use, which I think is one of the important components of the Kerala model. So I would suggest that even though the Kerala model is meeting great challenges, these challenges require innovative ways of coping with them. And this is something which is not beyond the capacity of the Kerala model itself. I'm sure this is an issue on which Professor Kunjaman would have definitely agreed with me. And I would like to suggest this for the consideration of this very distinguished gathering of economists. Thank you very much again for giving me this opportunity to talk to you. Thank you. Thank you, Professor Prabhat, for giving us your valuable time and also for initiating some very interesting new thoughts on Kerala's fiscal crisis. As you rightly told, Professor Kunjaman would have certainly shared and agreed with many of the ideas that you just flagged off for discussion. In fact, now it's important to look at the fiscal crisis in this light, where it is related to a kind of global situation. And also, when we think about a solution to the current crisis, we will have to probably start from land reforms, a critique of land reforms, and thinking also about the plantation land. Plantation economy, even otherwise, is in a great crisis. And even from the point of view of the plantation economy, we need to really think about land relations related to plantations. So certainly, in fact, we will take the message from you, and we will continue this discussion in the in the second session of this meeting, and later also in the activities of Kerala Economic Association. And we are all looking forward to the workshop we are planning with your participation, your leadership. We hope Professor Utsa and you will give us time for organizing that workshop. And Siddik and I will be getting back to you on this. Thank you, sir. Thank you. You can now leave because we know that. No. Thank you. I'm very sorry about it. Thank you very much. Thank you. Yeah. അടുത്തതായിട്ട് കേരളത്തിൽ 2 തവണ സംസ്ഥാന മന്ത്രിയായിരുന്ന, അതിൽ കൂടുതൽ തവണ നിയമസഭാംഗമായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനും നേതാവുമൊക്കെ ആയ, ഇപ്പോൾ എൻ്റെ നെയ്ബറുമാണ് ശ്രീ പന്തളം സുധാകരനെ സംസാരിക്കുന്നതിന് വേണ്ടി. ബഹുമാന്യനായ അധ്യക്ഷൻ, ഞങ്ങളുടെ കുടുംബ സുഹൃത്തും കേരള എക്കണോമിക് അസോസിയേഷന്റെ പ്രസിഡന്റും, കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ വളരെ താല്പര്യത്തോടുകൂടി സജീവമായി പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ഹരിലാൽ അവറുകളെ, ആദരണീയനായ പ്രൊഫസർ പ്രഭാത് പട്നായിക് ജി അവറുകളെ,
പ്രിയപ്പെട്ട ഡോക്ടർ KJ ജോസഫ്, നമ്മുടെ ഡയറക്ടർ, അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡ് ശ്രീ രവി രാമൻ, ശ്രീ സന്തോഷ് T. വർഗീസ്, ഹരികുമാർ തുടങ്ങിയ ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വിട പറഞ്ഞ പ്രൊഫസർ N. കുഞ്ഞാമൻ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. കേരള എക്കണോമിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വളരെ പ്രസിദ്ധമായ, ഒരുപാട് പ്രതീക്ഷയോടുകൂടി കേരളം നോക്കിക്കാണുന്ന ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഇത്തരമൊരു അനുസ്മരണ യോഗം സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന ഡോക്ടർ ഹരിലാൽ ഉൾപ്പെടെയുള്ളവരെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറയാൻ തെറ്റാണ് എങ്കിൽ പോലും ഞാൻ അതൊരു വലിയ കാര്യമായി കരുതുന്നു. ഓർക്കാപ്പുറത്താണ് കുഞ്ഞാമൻ സാർ നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇനിയാണ് അദ്ദേഹം നമ്മുടെ മനസ്സുകളിൽ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്തർദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ്, പ്രഭാഷകൻ, അധ്യാപകൻ, ചിന്തകൻ, അതിശക്തമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന വിമർശകൻ, ഒരുപാട് ദുരിതങ്ങൾ, അവഗണനകൾ ഒക്കെ ഏറ്റുവാങ്ങി ആ കരുത്ത് നേടിയെടുത്ത് മുന്നോട്ട് പോയ പ്രൊഫസർ കുഞ്ഞാമൻ തലമുറകൾക്ക് തലമുറകൾക്ക് വലിയ ഒരു പ്രചോദനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ചെറുപ്പകാലത്ത് തന്നെ, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് കുഞ്ഞാമന് കിട്ടിയ ആ ബുദ്ധി ശക്തിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലേക്ക്, അതിലും പ്രത്യേകിച്ച് അക്കാദമിക് രംഗത്ത് എത്തിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ സർവകലാശാലകളെയും വിദ്യാഭ്യാസ രംഗത്തെയുമൊക്കെ ദേശീയ തലത്തിൽ നിയന്ത്രിക്കുന്ന UGC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പങ്കാളിത്തം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിലും അദ്ദേഹം എത്തിച്ചേരേണ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നില്ല എന്ന ഒരു തോന്നലാണ് എനിക്കുള്ളത്. അതിന് ഓരോ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഭരണ സംവിധാനം, പാർട്ടികൾക്ക് അതീതമായി ആ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികളും അവർക്ക് ഉപദേശം നൽകുന്ന വ്യക്തിത്വങ്ങളും വേണ്ടതുപോലെ ആലോചിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ എന്നിട്ടും ഇതിലൊന്നും ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, തൻ്റെ ഇടത്തോടുകൂടി തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തി എന്ന് തന്നെയാണ് പ്രൊഫസർ കുഞ്ഞാമനിൽ കേരളം കാണുന്ന ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് എതിര് എന്ന പേരിട്ടത്. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ വായിക്കുന്ന, ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തായാലും കേരളത്തിലെ പല പുസ്തകശാലകളിലും എതിരെന്ന പുസ്തകം അന്വേഷിച്ച് ചെല്ലുന്ന നിരവധിയുണ്ട്. അവർ തന്നെ പറഞ്ഞാണ്. പക്ഷെ അത് കിട്ടാനില്ല. ഈ പുസ്തകം 2017 പ്രസിദ്ധീകരിച്ച സന്ദർഭത്തിൽ അത് വായിക്കാനുള്ള അവസരം എനിക്കുണ്ടായതാണ്. അതിനുശേഷം പലപ്പോഴും ഞാൻ കുഞ്ഞാമൻ സാറുമായിട്ട് സംസാരിക്കാറുമുണ്ടായിരുന്നു. വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയ ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു 91-96 കാലഘട്ടത്തിൽ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലൂടെ ശ്രദ്ധേയമായ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഞാൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അന്ന് ഗവൺമെന്റ് ഒരുപാട് ഉപദേശങ്ങൾ തേടിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പലരും ഈ എതിര് എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത് ഞാൻ കേട്ടു, എല്ലാത്തിനെയും എതിർക്കുന്നു, കണ്ണടച്ച് എതിർക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു നയം എന്നാണ്. അത് ശരിയല്ല.
എൻ്റെ ഒരു വിലയിരുത്തൽ എതിര് എന്ന് പറയുന്നത് അദ്ദേഹം കുട്ടിക്കാലത്ത് അനുഭവിച്ചു വന്ന ദുരിതങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു 80% വ്യക്തികൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരുപക്ഷെ ഒരു നോവലിൽ കാണുന്ന തരത്തിൽ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, അവഗണന നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. ആ അവഗണനയും അതുമൂലമുണ്ടായ ഒരു 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 ഡിപ്രഷനുമായിരിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തെ എതിരെന്ന പേരിൽ ഉള്ള ഒരു ശീർഷകത്തിന് ഉടമയാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വ്യക്തിയായി മാറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പല സാഹചര്യങ്ങളുണ്ട്. സമാനമല്ലെങ്കിൽ പോലും വിദ്യാഭ്യാസ രംഗത്ത് ഇതേപോലെ ഉയർന്നു വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാൻ കഴിയുന്നത് ഒരു മലയാളിയായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും പറയാം, അദ്ദേഹം അന്നത്തെ തിരുവിതാംകൂർ സർവകലാശാലയിൽ നിന്നും എനിക്ക് തോന്നുന്നു എക്കണോമിക്സിലെന്തോ ഗോൾഡ് മെഡൽ നേടിയ ആളാണ്. നമ്മുടെ അന്നത്തെ വ്യവസ്ഥിതി കൊണ്ട് ആ 1ാം റാങ്ക് നേടി ഗോൾഡ് മെഡൽ നേടിയിട്ട് ആ ഗോൾഡ് മെഡൽ നൽകാൻ അന്നത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അന്നത്തെ സിസ്റ്റം സമ്മതിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രഥമ കേരള സന്ദർശന വേളയിലാണ് കേരള യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് അന്ന് നിഷേധിച്ച ആ ഗോൾഡ് മെഡൽ നൽകിയത് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മൾ എത്രമാത്രം പിന്നിലാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നെറികേടുള്ളവരാണ് എന്ന് തോന്നുന്നത്. പക്ഷേ കെ ആർ നാരായണൻ മറ്റൊരു ലോകത്തിന്റെ ഒരു ലോകവിധാനത്തിലേക്ക് പോയി, ഒരു അന്തർദേശീയ തലത്തിൽ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഹാരോൾഡ് ലാസ്കിയുടെ ശിഷ്യനായി എന്നുള്ളത് തന്നെയാണ്. ആ ഒറ്റ അദ്ദേഹം നൽകിയ റെക്കമെൻഡേഷൻ ലെറ്ററിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി കെ ആർ നാരായണൻ മാറി. അങ്ങനെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലും വിദേശകാര്യ രംഗത്തും തിളങ്ങുന്ന ഒരു വ്യക്തിത്വമായി കെ ആർ നാരായണൻ സാർ മാറി എന്നതൊരു ഒരു പിൽക്കാല ചരിത്രമാണ്. പക്ഷെ വീണ്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ പാർട്ടിയിലാണ് വന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞു, അതിവിടെ പറയുന്നത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ലോകപ്രസിദ്ധരായ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ശ്രീ കെ ആർ നാരായണൻ കേരളത്തിൽ വന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരു മണ്ഡലം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിൽ നിങ്ങൾ അവിടെ നിന്നാ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ കാപഠ്യം നിറഞ്ഞ സമൂഹമാണ്, രാഷ്ട്രീയ സമൂഹമായാലും ആണ് കേരളത്തിലേത് എന്ന് നമ്മൾ മറക്കരുത്. നമ്മൾ എപ്പോഴും പറയേണ്ട ഉത്തരേന്ത്യയിൽ അവിടെ പീഡനങ്ങൾ നടക്കുന്നു, അവിടെ അരാജകത്വം നടക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ വളരെ ഗുരുതരാവസ്ഥയുള്ളത് കേരളത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് കുഞ്ഞാമൻ സാറിനും ഈ പറഞ്ഞ 1ാം റാങ്ക് കിട്ടിയിട്ടും നിയമനം ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ പേര് വന്നത് ജനറൽ കാറ്റഗറിയിലായതുകൊണ്ട്, അദ്ദേഹം ദളിതനായതുകൊണ്ട് 1ാം റാങ്ക് കിട്ടിയിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് കൊടുക്കാത്ത സർവകലാശാല സെറ്റപ്പാണ് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നത്. ഈ എതിരെന്ന പുസ്തകത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, അദ്ദേഹം അനുഭവിച്ച പീഡനകാലമൊക്കെ അതൊരു 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന എല്ലാ ഈ പാവപ്പെട്ട ദളിത് സമൂഹം മാത്രമല്ല, വളരെ പിന്നോക്കം നിൽക്കുന്നവരൊക്കെ അനുഭവിച്ച ദുരിതങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ ആ പുസ്തകത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് കൊള്ളരുതായ്മകളാണ്. കാര്യം അവിടെയെല്ലാം അടിമകളാണ്. ഇന്നിപ്പോ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുന്ന അടിമകളായി അധപ്പതിക്കരുത് എന്ന് പറഞ്ഞു. മുദ്രാവാക്യം വിളിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്, മുദ്രാവാക്യം വിളി കേൾക്കുന്നതിൽ താല്പര്യമുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ ഞാൻ കുഞ്ഞാമൻ സാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളാണ്. കാരണം ഈ മുദ്രാവാക്യം വിളിക്കുന്ന തൊഴിലാളികളായി കേരളത്തിലെ യുവ സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം അധപ്പതിച്ചിന്റെ ദുരിതമാണ് നമ്മൾ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം യാതൊരു തർക്കമില്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ആർക്കാണ് കൂടുതൽ എന്ന് പറയാൻ കഴിയില്ല. എല്ലാവരും തുല്യരാണ്. പക്ഷെ അവിടെയാണ് കുഞ്ഞാമൻ സാറിനെ പോലുള്ള വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു ഒരു വ്യക്തിത്വത്തിന്റെ പ്രാധാന്യം നമ്മൾക്ക് കാണേണ്ടി വരുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാട്, ഇവിടെ നമ്മുടെ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണത്തെ കുറിച്ചും അതിശക്തമായ ചർച്ചകൾ നടക്കുന്നുണ്ട്, ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ
ഒരു മെറിറ്റ് കണ്ടെത്തിയ ആളാണ് കുഞ്ഞാമൻ സാർ. കാരണം എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം, ഇവിടെ ഗുണഭോക്താക്കളെ കണ്ടെത്താനാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത്. നിങ്ങൾ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റുകളും നാളെ കേരളത്തിന് ഭാവി നിശ്ചയിക്കേണ്ടവരുമാണ്. ഇവിടെ നേരത്തെ പട്നായിക് സാർ പറഞ്ഞാൽ ഈ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഫിസിക്കൽ ക്രൈസിസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾ തലപൂഞ്ഞ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു പോസിറ്റീവ് ഒരു ചിന്ത കുഞ്ഞാമൻ സാറിൻ്റെ വന്നത് ഈ ദളിത് വിഭാഗങ്ങൾ, സത്യം നിങ്ങൾക്കറിയാലോ, എത്രയോ എനിക്ക് തോന്നുന്നൊരു 70% ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ഭൂമിയില്ലാത്തവരാണ് ഈ ദേശീയ തലത്തിൽ. എനിക്ക് തെറ്റ ഉണ്ടെങ്കിൽ തിരുത്താം. പക്ഷെ അവർക്ക് അപ്പൊ ബാക്കിയുള്ളവർക്കേ ഭൂമിയുള്ളൂ. അവർ കൃഷിക്കാരല്ല, അവർ അടിമകളെ പോലെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. അപ്പൊ കുഞ്ഞാമൻ സാർ പറഞ്ഞ അവർ സംരംഭകരാകണം, അവർ ഉടമകളാകണം എന്നാണ്. മുൻകാലങ്ങളിൽ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിലേക്ക് ആകർഷിച്ചത് എന്താണ്? ഞങ്ങളൊക്കെ ഉടമകളാകുമെന്നാണ്. ഉടമകൾ എന്ന് പറയുന്ന വ്യക്തികളെ സർക്കാർ ഉടമകളാകും, അതിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കുമെന്നാണ്. ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാരായി മാറിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരികളാണ്. അത് എല്ലാ പാർട്ടിക്കാരും. അതാണ് പ്രഭാത് പട്നായിക് സാർ ഇവിടെ പറഞ്ഞല്ല, ഈ സെൻട്രലൈസേഷന്റെ കാര്യം പറഞ്ഞത്. സെൻട്രലൈസേഷൻ എത്രയും വേഗത്തിൽ നടത്താമോ എന്നാണ് എല്ലാ പാർട്ടി നേതാക്കന്മാരും ഭരണാധികാരികളും ചിന്തിക്കുന്നത്. അത് ഈ മന്ത്രി കസേരയുടെ ഒരു പ്രശ്നമാണ്. മന്ത്രിയായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എല്ലാ അധികാരവും നമ്മളിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് രാജീവ് ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ, അതുപോലെ നമ്മുടെ സഹോദരിമാർക്ക് പാർലമെന്റിൽ സീറ്റ് സംവരണം നടത്തി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നടപ്പിലാക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരും എതിരായിരുന്നു, എല്ലാ പാർട്ടിക്കാരും എതിരായിരുന്നു. കാരണം ഞങ്ങൾ പുരുഷ മേധാവിത്വം, കാരണം ഞങ്ങളുടെ സീറ്റ് ഒരു 30% പോയാൽ നമ്മുടെ വെള്ളം കൂടി വിട്ടും, അതുകൊണ്ട് സഹോദരിമാർ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് എനിക്കൊന്ന് നരസിംഹറാവു ആ ഗവൺമെന്റ് എന്തായാലും അത് പാസ്സാക്കി, ആ ബില്ല് പാസ്സാക്കി. കേരളത്തിൽ നമുക്കറിയാമല്ലോ, പഞ്ചായത്തുകളിൽ ഈ പഞ്ചായത്ത് സംവിധാനത്തിൽ വളരെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ബഹുമാന്യ ഡോക്ടർ ഹരിലാൽ. അദ്ദേഹത്തിന്റെ വിവിധ ക്ലാസ്സുകൾ നേരിട്ടല്ലെങ്കിലും കേൾക്കാനും വായിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ ആദ്യം എന്താ പറഞ്ഞു, പഞ്ചായത്ത് ആ ബില്ല് കേരളത്തിൽ പാസ്സാക്കിയപ്പോൾ ഞാൻ അന്നൊരു മന്ത്രിയാണ്. എല്ലാവരും പറഞ്ഞു, ഞാൻ അന്ന് MLA ആണ്. എല്ലാവരും പറഞ്ഞു, അന്ന് പ്രതിപക്ഷ നേതാവ് നമ്മുടെ ബഹുമാന്യനായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഞാൻ ആരാധിക്കുന്ന EK നയനാരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ, അതുപോലെ അന്ന് സഭയിൽ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി അംഗമാണ്. ഞങ്ങളെല്ലാവരും യുനാനിമസ് ആയിട്ടാണ് ആ ബില്ല് അംഗീകരിച്ചത്. പക്ഷെ എന്നാലും ഈ ലോബിയിൽ വന്നിരുന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇത് അവതരിപ്പിച്ചാൽ ഇത്ര ശതമാനം സ്ത്രീകളായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോകുന്നത്, ഇത്ര കോർപ്പറേഷൻ മേയർ ആകാൻ പോകുന്നു, ഇതെല്ലാം കുളമായി പോകും എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്താ, പല സ്ത്രീകളും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കില്ല, അത് ഭരിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരായിരിക്കുന്നത്, പിൻ സീറ്റ് ഡ്രൈവിംഗ് എന്നും പറഞ്ഞു. ഞാനിതിന് പറയുന്നത് തെറ്റിദ്ധരിക്കുന്നതാണ്, ഞാനൊരു സത്യസന്ധമായിട്ട് പറയാണ്. അപ്പൊ അതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഏറ്റവും നല്ല മികച്ച ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾ പലപ്പോഴും ഇന്ന് സ്ത്രീകളാണ്. അല്ല, സ്ത്രീകളാണ്. കാരണം അവിടെ വലിയ കറപ്ഷന് വലിയ സ്കോപ്പില്ല. അല്ല, അഥവാ വല്ലവരും കറപ്ഷൻ നടത്തിയിട്ട് അതിന്റെ പുറകെ ഇരിക്കുന്ന ഭർത്താവായിരിക്കും ഉത്തരവാദി. അപ്പൊ അല്ല, ഞാൻ പറയാം, അപ്പൊ ഞാൻ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പാർലമെന്റിലേക്ക് വരുന്ന നിയമസഭയിലേക്ക് വേണം. നിയമസഭയിലേക്ക് വരുമ്പോൾ എന്നെ പോലുള്ളവർക്ക് ഒരു ഞെട്ടലുണ്ടാക്കി. കാരണം നിയമസഭ നോക്കുമ്പോഴേ ഒരു 30% സീറ്റ് അങ്ങ് മാറുക എന്ന് പറഞ്ഞാൽ നമ്മളെ പോയി എന്നുള്ളതാണ്. പക്ഷെ അപ്പം ഞങ്ങളുടെ ആൾക്കാർ തീരുമാനിക്കുക, എന്താ എന്റെ ഭാര്യയെ വിടാം, അല്ലെങ്കിൽ എന്റെ മോളെ വിടാം എന്നും തീരുമാനിക്കും. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത്, അങ്ങനെ മാറ്റങ്ങൾ വന്നേ മതിയാകും. കുഞ്ഞാമൻ സാർ ചിന്തിച്ചതും അത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ ഉടമകളാണ്. ഇപ്പൊ ഈ ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ടല്ലേ ഒരുപാട് വ്യവസായവൽക്കരണം ഒക്കെ വന്ന് ആർക്കും വ്യവസായം തുടങ്ങാൻ, ബിസിനസ് തുടങ്ങാൻ കഴിയുന്ന ഒരു സംരംഭകരാകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം വന്നു. അതിന്റെ പോസിറ്റിവിറ്റിയാണ് കുഞ്ഞാമൻ സാറ് എടുത്ത് ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ അതിന് നെഗറ്റീവായിട്ടല്ല അദ്ദേഹം കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ സമൂഹത്തിന് എല്ലാ തരത്തിലും പ്രയോജനം ചെയ്യുന്ന ചിന്തകൾ നമുക്ക് സമർപ്പിച്ച കുഞ്ഞാമൻ സാറിന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കും. ഇനിയാണ് കൂടുതൽ ചൈതന്യത്തോടു കൂടി നിലനിൽക്കാൻ പോകുന്നതെന്നാണ് സത്യം. മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യം, ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ എന്നാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നതാണ് നാളെ കേരളത്തിൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത്. അപ്പോ അതുകൊണ്ട് എൻ്റെ വിനീതമായ അഭിപ്രായം, കൂടുതൽ വായനകളിലേക്കും, ഇവിടെ എല്ലാവരും ശൈലജ ടീച്ചറൊക്കെ പറഞ്ഞല്ലോ, ഈ വിമർശിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഞ്ഞാമൻ സാറിന് വിമർശനം
ഏറ്റുവാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം ഒരു ആരുടെ മുമ്പിലും തലയുയർത്തി. അദ്ദേഹം തന്റെ കുട്ടികളോട്, വിദ്യാർത്ഥികളോട് പോലും പറഞ്ഞു നിങ്ങൾ എന്നെ വിമർശിക്കണമെന്നാണ്. ഇവിടെ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു അധ്യാപകന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചില്ലെങ്കിൽ അവന്റെ കാര്യം പോക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ റിസർച്ച് സ്കോളേഴ്സ് അല്ലേ, ഈ ഗൈഡന്മാരെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാലേ ചില സിനിമകളിലൊക്കെ ഇപ്പൊ അടുത്ത കാലം ചില സിനിമകളിൽ, തമിഴ് സിനിമ, പൃഥ്വിരാജിന്റെ ഒക്കെ ചില സിനിമ, ഞാൻ സിനിമയിൽ കുറെ പാട്ട് എഴുതി നടന്നതാണ്. അല്ല ഞാന് ഈ ഹാൾ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പക്ഷേ ചില ഗൈഡന്മാരെന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ചില സിനിമയിലെ കഥാപാത്രങ്ങൾ പെൺകുട്ടികൾ വെടിവെച്ചു കൊല്ലുന്നുണ്ട് ഗൈഡിനെ. ഞാൻ അവരുടെ ഭാഗത്താണ്, സത്യം അവരുടെ ഭാഗത്താണ്. എന്റെ മകൾ ഇപ്പൊ ഒരു റിസർച്ച് സ്റ്റുഡന്റ് ആണ്, ഡോക്ടർ ഹരിലാലിന് അറിയാം. അവൾ ഇങ്ങനെ അവരുടെ അമ്മയോട് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്നോട് പറയാനുള്ള ധൈര്യമില്ല, സത്യം. പക്ഷെ ഇത് അല്ല, അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാമൻ സാറിന്റെ ഭാഷ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. തന്റെ ഇടത്തോടുകൂടി നിൽക്കാൻ കഴിയണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഹരിലാൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ നമ്മുടെ മാറ്റം ഉണ്ടായാലും മതിയാവും. ആ മാറ്റം ഉണ്ടാകാനാണ് ഈ ചിന്തകൾ. കാര്യം വ്യക്തികൾ കടന്നു പോകും, പക്ഷെ അവർ നൽകിയ ചിന്തകൾ എന്നും നിലനിൽക്കും. അതുകൊണ്ട് ഇതൊരു നല്ല സംരംഭമായി ഇത് തുടർച്ചയായിട്ട് ഇനിയിപ്പം ചർച്ചയുണ്ടെന്ന് പറയുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് രാവിലെ എറണാകുളത്ത് പോകാനിരുന്നിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, ബലാത്കാരമായിട്ട് പറഞ്ഞു, ഞാൻ 12:30-ക്കുള്ള ട്രെയിൻ എന്നെ വിടാമെന്ന് പറഞ്ഞു. ഞങ്ങള് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചർച്ച കേൾക്കാൻ കഴിയാതെ വരുന്നതിൽ സങ്കടമുണ്ട്. ഞാൻ ഈ പൊതുപ്രവർത്തകനായിരുന്നപ്പോഴും ഒക്കെ നിങ്ങളെ പോലെയുള്ള നിരവധി പ്രഗത്ഭമതികളായ വ്യക്തിത്വങ്ങളുടെ ഉപദേശങ്ങൾ അത് സ്വീകരിക്കുകയും അത് കൊള്ളാവുന്ന കാര്യങ്ങൾ മാത്രം, കൊള്ളാമെന്ന് വെച്ചാൽ എല്ലാ ഉപദേശവും നമ്മൾ ഈ ബ്യൂറോക്രാറ്റ്സിന്റെ എല്ലാ ഉപദേശങ്ങളും നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ വെള്ളത്തിലായി. നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ ചിലപ്പോൾ പറ്റുന്ന അവസ്ഥ ഇതാണ്. അല്ല, അതുകൊണ്ട് അതൊരു എല്ലാം കൂടി നോക്കി അതിൽ കൊള്ളാവുന്ന കാര്യങ്ങൾ, അതെ, കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യാം. ആ കാര്യത്തിലായിരുന്നു നമ്മുടെ പഴയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കേക്കരണായിരുന്നു. അപ്പൊ എല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പോകട്ടെ, അതിന് കുഞ്ഞാമൻ സാറ് ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു സെന്റൻസ് ഞാൻ കണ്ടു, അത് ഞാൻ കുറിച്ചെടുത്തു. അത് പറഞ്ഞ് ഞാൻ നിർത്തിയത്. അതായത് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞേക്കുന്നത്, ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ നോളജ്, നോളജ് ഈസ് ലിമിറ്റഡ്, ഇമാജിനേഷൻ എൻസർക്കിൾ ദ വേൾഡ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയാം. നമുക്കെല്ലാം അത് ബാധകമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ കുഞ്ഞാമൻ സാറിന്റെ ജീവിത ചിന്തകളും പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എതിര് എന്ന് പറയുന്നത് തീയിൽ കുതിർന്ന് ഉരുകി ശക്തമുള്ള ഒരു ചൈതന്യമുള്ള ഒരു ചൈതന്യമുള്ള സംഭാവനയായി അല്ലെങ്കിൽ ഒരു വിഗ്രഹമായി ഇന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. അതങ്ങനെ നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഡോക്ടർ ഹരിലാൽ, ഈ അയൽക്കാരന്റെ സ്നേഹം കൊണ്ട് കാണും അതിനകത്ത് വലിയ സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, നമസ്കാരം. ഇന്ന് 1-2 പരിപാടികൾ ശ്രീ പന്തളത്തിലുണ്ടെന്ന് എനിക്കറിയാം. എറണാകുളത്തും അതിനുശേഷം അതിന് മുമ്പ് പോകുന്ന വഴിക്കും ഉള്ള ഒരു പ്രോഗ്രാമുണ്ട്. ഒരുപാട് നിർബന്ധമായിട്ടും വരണം. പിന്നെ കുഞ്ഞാമൻ സാറിന്റെ പേര് ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ കുറിച്ച് വരാൻ തയ്യാറായത്. ഇവിടെ യഥാർത്ഥത്തിൽ കുഞ്ഞാമൻ സാറിന്റെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടത്തിലുണ്ടായ പലതരത്തിലുള്ള തിക്ത അനുഭവങ്ങളെ കുറിച്ച് പന്തളം സൂചിപ്പിച്ചു. അത് 60 വർഷത്തിന് മുമ്പാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും കേരള സമൂഹത്തിൽ അത്തരം മോശപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം AKG സെന്ററിൽ നടന്ന ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഇത് ചൂണ്ടിക്കാണിച്ചു. കാരണം അടുത്ത കാലത്ത് ഞാൻ കേട്ടതാണ്, മലയാള സർവകലാശാലയിൽ നായാടി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ PhD സ്കോളർ അവർ സ്കൂളിൽ പഠിച്ചപ്പം ആ കുട്ടിക്ക് 21 വയസ്സേ ഉള്ളൂ. ആ കുട്ടി നായാടി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ PhD സ്കോളറാണ്. ആ കുട്ടി സ്കൂളിൽ പഠിച്ചപ്പം അവർക്ക് നേരിട്ട അനുഭവങ്ങൾ ഓരോന്നോരോന്നിട്ട് ആ കുട്ടി പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കുഞ്ഞാമൻ സാർ അനുഭവിച്ചതുപോലെയുള്ള തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോഴും ദളിത് വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും ഒക്കെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കുറച്ച് റിഫൈൻഡ് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്.
ഡിഫൈൻഡ് അല്ലാത്ത സ്ഥലങ്ങളാണ്. കാരണം വെച്ചാൽ സാറ് പറഞ്ഞതിനേക്കാളും മോശപ്പെട്ട കാര്യം ആ കുട്ടിക്ക് നേരിട്ടത് ആ കുട്ടി തന്നെ ഡിസ്ക്രൈബ് ചെയ്യാണ്. എല്ലായിടത്തും ഉള്ളതല്ല, പക്ഷെ പിന്നെ ചില സ്ഥലങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അത് ഉണ്ടാവുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ഘടകങ്ങൾ വേറെ ഉണ്ട്, വേറെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് മുതലുള്ള ചർച്ചകൾ വളരെ പ്രസക്തമാണ് കേരളത്തിൽ. കാരണം നമ്മൾ കേരള വികസന മാതൃകയെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഈ മോശപ്പെട്ട വശം അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പിന്നെ കൂടുതൽ ഗൗരവം ആർജിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സാറിനോടുള്ള സ്മരണ നിലനിർത്തുന്നതിന് ഏറ്റവും നല്ല കാര്യം ഈ ഇത്തരം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പന്തളം സാറിന് നന്ദി. അടുത്തതായിട്ട് ഡോക്ടർ രവിരാമൻ സംസാരിക്കും. സംസാരിക്കേണ്ടത് അല്ലേ? എനിക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മിനിറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെ പറഞ്ഞപ്പോ എനിക്ക് ഒരു തിരക്കില്ലാത്ത ഒരാളാണ്. അങ്ങനെയല്ല, അതെ അത് ചെയ്യും. ഒരു മിനിറ്റ് പറഞ്ഞു. ക്ഷമിക്കണം, ഈ അധിക പ്രസംഗവും ഇടയിൽ കയറി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് അറിയാത്തതുകൊണ്ടല്ല. എനിക്കൊരു മീറ്റിംഗ് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് ഇനി തിരുവനന്തപുരത്ത് പോകണം, പാളയത്ത്. അപ്പൊ ഞാൻ പ്രസംഗിക്കാതെ പോവാന്നാ വിചാരിച്ചത്. പക്ഷെ കുഞ്ഞാമൻ സാറിനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ അതിന്റെ സെന്റിമെന്റാലിറ്റിയെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം കുഞ്ഞാമൻ സാർ സെന്റിമെന്റാലിറ്റിയെ കുറിച്ചല്ല അദ്ദേഹത്തിന്റെ ലൈഫിലെ എനിക്കൊന്ന് ഒരു 35 വർഷം 40 വർഷത്തെ ചർച്ച കൊണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഇൻസ്പയർ ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വായിക്കാൻ ശ്രമിക്കുകയോ അദ്ദേഹവുമായിട്ട് നിരന്തരം സംഭാഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതുകൊണ്ട് ചെറിയ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ടിസ്സിൽ നിന്ന് വന്നതിന് ശേഷമാണ് അത്തരത്തിലൊരു അവസരം ഉണ്ടായത്. ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിനെ ക്ഷണിച്ചു കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ആക്റ്റീവായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു. അപ്പൊ അത് വലിയൊരു മാറ്റമായിട്ടാണ് തോന്നിയത്. അതൊരു വലിയ ഇൻസ്പിറേഷനാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഞാൻ തന്നെ ഈ മാർജിനാലിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ പലപ്പോഴും ഗവേഷണം നടത്തുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരു പക്ഷേ വലിയ തോതിലുള്ള പുനർചിന്തനം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ മാർജിനാലിറ്റിയെ കുറിച്ച് സംസാരിക്കുക, വ്യത്യസ്ത തരത്തിലുള്ള ഞാൻ വരുന്നത് മത്സ്യബന്ധന മേഖലയിൽ നിന്നാണ്. ഞാനൊരു ഫിഷർമാൻ്റെ മകനാണ്. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ കുഞ്ഞാമൻ സാറ് അഭിമുഖീകരിച്ച അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ അസത്തുക്കൾ എന്നൊക്കെ വിളിച്ചത് മുതൽ ഓർമ്മ നമുക്ക് പറയാം. അസത്ത് എന്ന് പറഞ്ഞാൽ സത്തില്ലാത്തതെന്ന് പറഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായി. അപ്പൊ അതൊരു കോമൺ ടേമാണ്. അപ്പോൾ അസത്ത് എന്നുള്ള പദം, അപ്പം കണക്ക് മാഷ് സ്ഥിരമായിട്ട്, കണക്ക് ടീച്ചേഴ്സ് സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു പറയാം അസത്ത് എന്ന് പറയാം, സത്തില്ലാത്തവരെന്നാണ് പിന്നെ മനസ്സിലായത്. അപ്പൊ ഇത് പൊതുവില് ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് തിരിച്ചറിയുകയോ അതിനെ ചിന്തിക്കുകയോ അതുമനുസരിച്ച് എഴുതുകയോ ചെയ്യാതെ കുറച്ചുകൂടി ഉപരിപ്ലവമായി തിയററ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആദ്യത്തെ കാലം. പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചത് ആക്ച്വലി വി നീഡ് ടു റിയലി തിങ്ക് അബൌട്ട് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് റിസർച്ച് ഓൺ ദി കൈൻഡ് ഓഫ് മാർജിനാലിറ്റി ആൻഡ് ഹൗ വി ക്യാൻ റിസോൾവ് ദിസ് പ്രോബ്ലം എന്നുള്ള. അപ്പൊ അത് പിൽക്കാലത്ത് ഭയങ്കര
ശക്തമായിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള എക്സ്പോഷർ ചർച്ചകളുടെ എല്ലാം ഒരു കൾമിനേഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ മാർജിനലൈസേഷനെ കൂടുതൽ കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ കോണ്ടെക്സ്റ്റിലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന വിഭാഗം ST വിഭാഗം കഴിഞ്ഞാൽ, ട്രൈബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് മത്സ്യബന്ധന മേഖലയിലാണ്. അത് ഇൻലാൻഡ് ഫിഷേഴ്സിന്റെ കാര്യത്തിലെടുത്താലും അതുപോലെ തന്നെ മറൈൻ ഫിഷേഴ്സിന്റെ കാര്യത്തിലെടുത്താലും ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ എല്ലാ തരത്തിലും. കാരണം അവർ നമ്മുടെ പഴയ വൊക്കാബുലറി പറയുകയാണെങ്കിൽ ദുർഗങ്ങൾക്ക് വെളിയിലാണ്, പുതിയ വൊക്കാബുലറിയിലാണെങ്കിൽ അവര് നമ്മുടെ ഓരങ്ങൾക്കും അപ്പുറത്താണ്, കടലിനും കരയ്ക്കും ഇടയിൽ ജീവിക്കുന്ന വളരെ ഞെരുക്കപ്പെട്ട ഒരു സാമൂഹിക സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചയോ അവരുടെ മൊബിലിറ്റിയോ എപ്പോഴും കർട്ടൈൽഡ് ആണ്. അത് ജിയോഗ്രഫിക്കലി കർട്ടൈൽഡ് ആണ്, സോഷ്യലി കർട്ടൈൽഡ് ആണ്, എക്കണോമിക്കലി കർട്ടൈൽഡ്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് എന്നിൽ കുറച്ച് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആലോചനകൾ ഉണ്ടാക്കിയത്. അപ്പൊ അതിന് സാറ് വലിയ തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഈ നവ ഉദാരീകരണത്തിനെ കുറിച്ച് എഴുതിയപ്പോൾ എൻ്റെ ആദ്യം മനസ്സിൽ ഇതിന് അവതാരിക എഴുതാൻ ഞാൻ കുഞ്ഞാമൻ സാറിനാണ് കൊടുത്തത്. കുഞ്ഞാമൻ സാർ അത് വായിച്ച് വളരെ കുറേ വായിച്ച് കുറെ ഡിസ്കഷനൊക്കെ നടത്തിയതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതിന് ഞാനല്ല അവതാരിക എഴുതേണ്ടത്, ഐസക്കാണ് ഇത് അവതാരിക എഴുതേണ്ടത്. അപ്പൊ ഐസക്കിന് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി ഞാൻ ഐസക്കിന് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ കുഞ്ഞാമൻ സാർ എൻ്റെ അടുത്ത് നിർബന്ധമായിട്ടും പറഞ്ഞത് ഐസക്ക് തന്നെ വായിച്ച് ഇതിന് അവതാരിക എഴുതണം. അത് ഞാൻ എഴുതുന്നതിനേക്കാൾ ഒരുപാട് ഇഫക്റ്റ് ഇതിന് സോഷ്യലി എന്തെങ്കിലും മാറ്റമോ ആലോചനയോ കൊണ്ടുവരാനൊക്കെ പറ്റുന്ന ഐസക്കിനായിരിക്കും എന്ന് എന്നോട് പറയുകയും, പക്ഷെ എൻ്റെ ആഗ്രഹത്തിനെ, അതാണ് അതിൻ്റെ ഒരു ക്രിറ്റിക്കാലിറ്റി. ഞാൻ ഈ എതിരെന്ന് പറയുന്നത് ഞാൻ അതിന് ഡിസെന്റ് ആയിട്ടാണ്. ഡിസെന്റ് ഇസ് ആക്ച്വലി എസെൻഷ്യൽ ആൻഡ് ഫണ്ടമെന്റൽ ടു ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്കഷൻ ഇൻ എ ഡെമോക്രസി. അപ്പൊ അത് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാമൻ സാറിന്റെ ഓരോ ചൊല്ലും ഓരോ തരത്തിലുള്ള ചിന്തയും. യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ അത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ സ്റ്റിൽ ഇറ്റ് വിൽ ഓൾവേസ് ക്രിയേറ്റ് എ സെൻസിബിലിറ്റി ആസ് വെൽ ആസ് എ സെൻസിറ്റിവിറ്റി ഇൻ അവർ തിങ്കിങ് പ്രോസസ്. അപ്പൊ അത് കുഞ്ഞാമൻ സാറിന് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമുക്ക് മാറി ചിന്തിക്കാൻ, മറ്റൊരു മുഖത്തെക്കുറിച്ചും മറ്റൊരു തലത്തെക്കുറിച്ചും അതിൻ്റെ ഡിസെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാനുള്ള സ്പേസ് തരുന്നുണ്ട് എന്നുള്ളതാണ് കുഞ്ഞമ്മൻ സാറിൻ്റെ ചർച്ച. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, എക്സ്ക്ലൂഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന, അതിനെക്കുറിച്ച് ഗഹനമായ, അതൊരു കേവലമായിട്ടുള്ള ഒരു ചെയറോ ഒരു പഠന സംവിധാനമോ ആവാതെ ക്രിറ്റിക്കലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് ഗുണപരമാകുന്ന തരത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനം കേരള സർവകലാശാലയിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആ തരത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. അതിന് കേരള എക്കണോമിക് അസോസിയേഷന്റെ തലത്തിൽ നിന്നും കുറച്ച് കോൺട്രിബ്യൂഷൻ അതിനുണ്ടായാൽ ഐ തിങ്ക് വി ക്യാൻ ഹാവ് എ ചെയർ ഓർ സോർട്ട് ഓഫ് എ സെന്റർ വിച്ച് ഇസ് ഇൻ ഫാക്ട് ഫോക്കസ് ഓൺ an exclusive study on marginalization. അതിനെ ക്രിറ്റിക്കൽ ഒബ്സർവേഷൻസിനെ കുറിച്ചൊക്കെ. താങ്ക് യു സോ മച്ച്. അതെ, വേറെ രീതിയിൽ വന്നതായിരിക്കും. സെന്റർ ഫോർ സബാൾട്ടൻ സ്റ്റഡീസ് LSC അവിടെ ജില്ലയില് നമ്മുടെ പ്രൊഫസർ ശിവാനന്ദൻ. അതെ, നമുക്ക് യോഗം തുടരാം. ഒരു നിർദ്ദേശമുള്ളത്, പ്രൊഫസർ രവിരാമനോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ചായക്ക് പിരിഞ്ഞതിന് ശേഷം നമുക്ക് അല്ല അത് അതിനകത്ത് ഇതായാൽ മതിയല്ലോ, അടുത്തതിനകത്ത് സംസാരിച്ചാൽ മതി. കാരണം അതിലെ പിന്നെ നീണ്ടു പോകും. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ കാര്യം സംസാരിക്കാൻ. പക്ഷെ 2-3 കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഈ നമ്മൾ ഈ പ്രൊഫസർ കുഞ്ഞാമന്റെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അല്ലെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ രീതി തന്നെ, അതൊക്കെ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി നമ്മൾ സമീപിക്കുന്നില്ലെങ്കിൽ
ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ കുഞ്ഞാമന്മാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ കുഞ്ഞാമന്മാരുണ്ടാകുക എന്ന് പറയുമ്പോഴത്തേക്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, സ്വാഭാവികമായിട്ടും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട, അന്യവൽക്കരിക്കപ്പെട്ട സമൂഹം ഇതുവരെ നേടിയെടുത്തത് എന്താണ്? അത് ആപേക്ഷികമായ തലത്തിൽ വീണ്ടും അവർക്ക് നിഷിദ്ധമാകും എന്നുള്ളതാണ്. ഒരു വേറെ ലെവൽ ഓഫ് ഡിപ്രൈവേഷൻ അവർക്കുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫസർ കുഞ്ഞാമൻ്റെ ഈ ജീവിതം അല്ലെങ്കിൽ ഇടപെടലുകൾ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി നമ്മൾ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ അദ്ദേഹത്തിൻ്റെ ഈ എതിര് എന്ന് പറയുന്ന ഈ സംഭവം, അതിലൂടെ എല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, പരമാവധി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, ഒരു മൂർച്ചയുള്ള ആയുധം എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തുള്ള ഒരു ധാർമ്മികത കൂടി അതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളതാണ്. വളരെ ധാർമ്മികമായിട്ടുള്ള നിലപാടുകൾ അതിനകത്തുണ്ട്. അപ്പോൾ മൂർച്ച മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് മധ്യകാല ജപ്പാനിലൊക്കെ ഇത്തരം ചില മിത്തുകളൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെ വായിച്ചു കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു സോഡിന്റെ ഒരു ഷാർപ്നെസ് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ സോഡിന്റെ ഷാർപ്നെസ് നമ്മൾ അതിന്റെ ബ്ലേഡിന്റെ ഷാർപ്നെസ്സാണ്. അപ്പോൾ ഒരു ഒഴുകി വരുന്ന ഇല, അതിന് നേരെ ഈ വാള് വെച്ച് കഴിഞ്ഞാൽ ആ ഇല രണ്ടായി മുറിയുന്നു. അങ്ങനെയാണ് നമ്മൾ ഷാർപ്നെസ് കണ്ടെത്തുന്നത്. പക്ഷേ അവിടെ ഒരു ജാപ്പനീസ് മധ്യകാല ജപ്പാന്റെ കാലത്തുള്ള ഒരു മിത്തിൽ പറയുന്നത്, ഈ ഗുരുവും ശിഷ്യനും, ഗുരുവാണ് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ശക്തമായ ഈ വാളുണ്ടാക്കിയിരുന്നത്. പക്ഷെ പിന്നീട് അത് ശിഷ്യനാണ് ഇതിനേക്കാളും നല്ല വാളുണ്ടാക്കിയത് എന്ന ഒരു വിഷയം ഉയർന്നു വരികയില്ല. അപ്പോൾ ഒരാൾ ഇത് ടെസ്റ്റ് ചെയ്തത് ഇങ്ങനെ വെള്ളത്തിൽ ഇതിങ്ങനെ കുത്തിവെച്ചുകൊണ്ടാണ്. അപ്പോൾ വരുന്ന ഇലകളെ ഇത് രണ്ടായിട്ട് തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൺവിൻസ് ചെയ്യാണ് ഈ ശിഷ്യന്റെ തന്നെയാണ് പിന്നെ വാള് ഏറ്റവും ഷാർപ്പസ്റ്റ് ബ്ലേഡ്സ് ഉള്ളത് എന്ന്. പക്ഷേ പിന്നീട് മനസ്സിലായത്, ഈ ഗുരുവിന്റെ ഈ വാളെടുത്ത് വെച്ചപ്പോൾ ഈ ഒഴുകി വരുന്ന ഇലയെ സത്യത്തില് അത് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാളിന്റെ ഒരു ധാർമ്മികത അതിനകത്ത് കിടപ്പുണ്ട് എന്ന് മിത്തിലൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മധ്യകാല ജപ്പാനിൽ ഇങ്ങനെ ഒരു കഥ ഡെവലപ്പ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു എതിര് എന്നുള്ളതിൻ്റെ ഈ മൂർച്ച മാത്രമല്ല പ്രധാനം, ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനം അതിലടങ്ങിയിരിക്കുന്ന ഒരു ധാർമ്മികതയാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം. കാരണം ആ ധാർമ്മികത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പല മൂർച്ചയുള്ള ആരോപണങ്ങൾക്കും അല്ലേ നമ്മുടെ എന്താ പറയുക റൈറ്റ് മേക്കിംഗ് പ്രോസസ്സിനൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള മൂല്യച്ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒന്നോ രണ്ടോ കാര്യം കൂടെ മാത്രമേ ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. ഒരു കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞാമൻ സാറ് പ്രധാനമായിട്ട് നമുക്കറിയാം ഈ ഇന്റർവെൻ ചെയ്തത്, അല്ലെ ഹി വാസ് ലേബറിങ് ഇൻ ദ ഡൊമൈൻ ഓഫ് നോളജ് പ്രൊഡക്ഷൻ. നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബൈ ആൻഡ് ലാർജ് ഹി വാസ് ലേബറിങ് ഇൻ ദ നോളജ് പ്രൊഡക്ഷൻ. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, തിയററ്റിക്കലായിട്ട് നിങ്ങൾക്കറിയാം, പ്രാക്ടിക്കലായിട്ടും നിങ്ങൾക്കറിയാം, ഈ നോളജും പവറും എല്ലാ കാലത്തും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കുഞ്ഞാമന്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. കുഞ്ഞാമൻ ഈ അറിവിനെ, ഈ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ആയുധമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതായത് നോളജ് പവർ എന്ന് പറയുന്ന കപ്പിൾഡ് ആയിട്ടുള്ള ഒരു സാധനത്തെ കുഞ്ഞാമന് ഡീകപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വളരെ അപൂർവം പേർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. നമ്മൾ അല്പം അറിവുണ്ടെങ്കിൽ എന്നാ പിന്നെ കുറച്ച് അധികാരം കൂടി ആവാം എന്ന ഒരു തലത്തിലാണ് നമ്മൾ പോകാറ്. ഇപ്പൊ മിഷേൽ ഫുക്കോക്കെ ആ പവർ നോളജ് എന്ന് പറയുന്ന ഒരു കപ്പിൾഡ് ഡുവാലിറ്റിയെ കുറിച്ചാണ് ആ പുസ്തകങ്ങൾ മുഴുവൻ എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ കുഞ്ഞാമൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അധികാരം എടുക്കുകയും അതോടൊപ്പം നോളജ് പ്രൊഡക്ഷൻ നടത്തുകയും അതോടൊപ്പം ആ ഒരു അറിവ് ഈ അധികാരത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അപ്പൊ ഇവിടെ ഉള്ള ഒരു വ്യത്യാസം അതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ അവിടെ പറയേണ്ടതുണ്ട്. അത് നേരത്തെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത് എന്നാൽ പോലും അതിന് വ്യത്യസ്തമായി സൈദ്ധാന്തികമായി അതിനെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കേരളത്തിന്റെ നമ്മൾ ഈ പറയുന്ന ഒരു വിഷയം ഒരു പുറമോടി, പക്ഷെ ആ പുറമോടി തന്നെയാണോ കേരളത്തിന്റെ അടിത്തട്ടിലുള്ള യാഥാർത്ഥ്യം എന്നുള്ള ഒരു വിഷയം?
അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, ഇപ്പൊ പുറമോടിയെ നിങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ then you are bound to ask the question, what exactly is the hidden transcripts that have been producing this kind of deprivations? അല്ലാതെ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നു, ആരാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നു എന്നൊരു ചോദ്യം ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇത് കാസ്റ്റ് എലീറ്റിസം ആണോ, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു സവർണതയാണോ, അല്ലെങ്കിൽ കാസ്റ്റ് ഹെഗ്മണിയാണോ, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കാത്തിടത്തോളം കാലം നമ്മൾ നിരന്തരം പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം നമ്മൾ ആ ഏജൻസിയെ, ആ ഹെഗ്മണിക് ഏജൻസിയെ നമ്മൾ കണ്ടെത്താതെ നമ്മൾ ഈ വിക്ടിംസിനെ മാത്രം കാണുന്ന ഒരവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം എപ്പിസ്റ്റമിക് വയലൻസിന്റെ ഒരു ഇരയാണ് കുഞ്ഞാമൻ. കാരണം എന്താ, അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരുന്നു അറിവ്, പക്ഷേ അധികാരത്തിനടുത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചില്ല. അതിനർത്ഥം അദ്ദേഹം തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന അറിവിനെ അതിന്റെ വയലൻസിന്റെ ഒരു ഇരയായിട്ട് അങ്ങേര് നിർത്തി. ശരി, നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ, നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചോളൂ, നിങ്ങൾ ഈ അധികാര മണ്ഡലത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു, അത് നമ്മൾക്ക് താല്പര്യമില്ല, നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ എന്ന് തലത്തിലാണ് പൊതുവെ കേരളത്തിന്റെ പബ്ലിക് ട്രാൻസ്ക്രിപ്റ്റ് നിൽക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ അവസാനം ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്താം. അത് പ്രധാനമായിട്ടും ഇതാണ്, നേരത്തെ ഈ നമ്മുടെ സുധാകരൻ സാറൊക്കെ പറയുകയുണ്ടായത്. അതായത് നമ്മളാണ് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എല്ലാവരും പറയുകയുണ്ട്, എല്ലാവരുടെയും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. അതിനെ സൈദ്ധാന്തികമായി മനസ്സിലാക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു ലാസ്റ്റ് പോയിന്റ് എന്ന രീതിയിൽ പറയേണ്ടത്. അത് ഞാൻ ഈ അംബേദ്കർ സൊസൈറ്റിയിൽ പറയുകയുണ്ടായി, ഇന്നലെ കൊല്ലത്തും പറയുകയുണ്ടായി, അതുകൊണ്ടാണ് ഇവിടെയും കൂടെ പറയാൻ വിചാരിക്കുന്നത്. അതായത് എന്താണ് മരിച്ചവരുടെ അവകാശം? മരിച്ചവരുടെ അവകാശം എന്ന് പറയുന്ന ഒരു കോൺസെപ്ച്വൽ നോഷനെ നിങ്ങൾ എങ്ങനെയാണ് പുനരുൽപാദിപ്പിക്കുക? നമ്മുടെ മരിച്ചവരുടെ അവകാശം നമുക്ക് മാത്രമേ കൊണ്ടു നടക്കാൻ പറ്റൂ, മരിച്ചവർക്ക് സാധ്യമല്ല. അപ്പൊ എന്തായിരുന്നു മരിച്ചവരുടെ അവകാശം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ അവിടെ ശാന്തി കവാടത്ത് പോയി നല്ലൊരു ബറിയൽ ഒരുക്കി, അല്ലേ, നമ്മളിതാ ഇപ്പൊ നല്ല സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തി. പക്ഷെ അന്ന് തന്നെ പ്രൊഫസർ ഹരിലാൽ പറയുകയുണ്ടായി, അതല്ല പ്രധാനപ്പെട്ട ഇതിന്റെ സത്ത ആകേണ്ടത്, അതിനുശേഷമുള്ള ചർച്ചയാണ് എന്ന് പറയുകയുണ്ടായി. അതാണ് സത്യത്തിൽ എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഈ മരിച്ചവരുടെ അവകാശം, അല്ലെ റൈറ്റ്സ് ഓഫ് ദ ഡെഡ് എന്ന് പറയുന്നത് നമ്മളാണ് ശരിക്കും ഷേപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മളിലൂടെയാണ് ആ റൈറ്റ്സ് മുന്നോട്ട്. അവിടെ പല കോൺഫ്ലിക്ട്സ് നമുക്ക് വരാം, കുഞ്ഞാമൻ സാറായിട്ട് ഒട്ടേറെ കോൺഫ്ലിക്ട്സ് വരാം. അത് ടീച്ചർ പറഞ്ഞ അങ്ങേയറ്റം സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് കുഞ്ഞാമൻ സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഈ ഓതേഴ്സ് ഉണ്ടല്ലോ, ജോൺ റോൾസ് ആയാലും, അല്ലെങ്കിൽ അമർത്യ സെൻ ആയാലും, അല്ലെ അംബേദ്കർ ആയാലും, ഇവരൊക്കെ തന്നെ ഒട്ടേറെ രീതിയിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് തന്നെ അത്തരം ഒട്ടേറെ അനുഭവങ്ങളുണ്ട്, അറിവുകളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പ്രൊഫസർ ശിവാനന്ദൻ എഴുതിയ ചില റിപ്പോർട്ടുകൾ നോക്കുകയായിരുന്നു. ഇപ്പൊ സിദ്ദിഖും മത്സ്യമേഖലയെ കുറിച്ച് പറഞ്ഞു. ശിവാനന്ദന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഞാൻ നോക്കുകയായിരുന്നു മത്സ്യമേഖലയെ കുറിച്ചുള്ള. ഡീസെൻട്രലൈസേഷന്റെ 25 വർഷം കഴിഞ്ഞിട്ടും എന്താണ് സ്ഥിതി, അല്ലെ SC/ST വിഭാഗത്തിന്റെ സ്ഥിതി എന്താണെന്ന് ആ റിപ്പോർട്ടിലുണ്ട്. അങ്ങേറ്റം. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആരാണ് ഈ സ്റ്റേറ്റ് തന്നെയാണോ അപ്പൊ ഇവരെ ഡിപ്രൈവ് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം അതിശക്തമായിട്ട് ചോദിക്കാൻ മാത്രമേ നമ്മൾ ഈ റൈറ്റ്സ് ഓഫ് ദ ഡെഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. അത് തന്നെയായിരിക്കണം നമ്മുടെ അടുത്ത സെഷന്റെ ഒരു സത്ത എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഒരു ചെറിയ പുനഃക്രമീകരണം വരുത്തിയതാണ്. കാരണം നമ്മുടെ അതിഥികള് പ്രൊഫസർ പ്രഭാതും പിന്നെ ശൈലജ ടീച്ചറും പന്തളവും ഒക്കെ വിശദമായി സംസാരിച്ചു. നല്ല മൂഡിലായിരുന്നു. ഓരോ പ്രസംഗവും നമ്മുടെ ഈ സന്ദർഭത്തിന് ഇണങ്ങിയ രീതിയിൽ തന്നെയായിരുന്നു. പ്രൊഫസർ വിരാമൻ മാത്രമാണ് കൂടുതൽ ചുരുക്കിയത്. അപ്പോൾ സമയം കുറച്ച് പോയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ സെഷന് കൂടുതൽ സമയം വേണം. കാരണം അതാണ് യഥാർത്ഥത്തിൽ ഭാവിയിലെ ഗവേഷണത്തെ സ്വാധീനിക്കേണ്ടത്. ഗിഫ്റ്റിലെയും CDSലെയും ഒക്കെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ കഴിയുന്ന PhD ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ തന്നെ KE വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരുപക്ഷെ നമ്മളൊരു പഠനം തന്നെ ഏറ്റെടുക്കേണ്ട കാര്യവും ഇതിൻ്റെ പുറകിലുണ്ട്. അതിന് സമയം കിട്ടുന്നതിനും ചായ തണുക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഒരു പുനഃക്രമീകരണം കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ആദ്യത്തെ ഫേസിന് നമുക്ക് ഔപചാരികമായിട്ടുള്ളൊരു താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട്. അതിന് പ്രൊഫസർ ഗോഡ്വിനെ ക്ഷണിക്കും. ഒറ്റ വാക്കിൽ പിന്നെ
അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ഹരിലാൽ മാഷിനും പിന്നെ ഒപ്പം തന്നെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശൈല ടീച്ചറിനും അതുപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രഭാത് പട്നായിക് സാറിനും ഒപ്പം തന്നെ നമ്മുടെ രവിരാമൻ മാഷിനും പന്തളം സുധാകരൻ സാറിനും അതുപോലെ ബാക്കി എല്ലാവരും പങ്കെടുക്കുന്ന ഓൺലൈനിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളും അധ്യാപകരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ശേഷമുള്ള അവസരത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ സാറിനെ കൂടുതൽ ഓർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നമ്മൾ ഒരു ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കുകയാണ്. ഓൺലൈനുള്ള മുഴുവൻ സുഹൃത്തുക്കളും മെമ്പർമാരും ഓൺലൈനിൽ തുടരണമെന്ന് 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവരും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളെ ചിന്തിപ്പിക്കുവാൻ ഉതകുന്ന ഒരു വിഷയമായിട്ടാണ് ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. ആദ്യമായിട്ടൊരു ഫോർമാലിറ്റി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പ്രൊഫസർ ഹരികുമാർ ഇതിനൊരു ഫോർമൽ വെൽക്കം, ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷന് ഫോർമൽ വെൽക്കം പറയുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫസർ ഹരികുമാറിനെ വിളിക്കുകയാണ്. പ്രൊഫസർ ഹരികുമാർ, ഐ ഹോപ്പ് യു ആർ ഓൺലൈൻ. പ്ലീസ് ജോയിൻ. Please check your mic if you are online. It could ഉണ്ടല്ലേ? Yeah. ഒന്ന് നോക്കൂ. Please unmute your mic, please, if it is not other. മോർണിംഗ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? നമ്മുടെ ഈ സെക്കൻഡ് സെഷനിൽ റൗണ്ട് ടേബിൾ ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ്, അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരള വികസനത്തിൽ വന്നിരിക്കുന്ന പോരായ്മ, അല്ലെങ്കിൽ അതിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ, സാമൂഹികവും സാമ്പത്തികവുമായ ഇനീക്വാലിറ്റി നിലനിൽക്കുന്ന ഒരു സമൂഹം, ഇങ്ങനെ ഒരു വളരെയധികം പ്രശ്നങ്ങൾ നമ്മൾ ഈ പൊട്ടിഘോഷിച്ച ഈ കേരള മോഡലിൽ ഉണ്ട് എന്നുള്ളതാണ്. കുഞ്ഞാമൻ സാറ് നേടിയെടുത്ത അറിവും, അല്ലെങ്കിൽ അങ്ങേരു ശ്രീ രവിരാമൻ പറഞ്ഞതുപോലെ ഉത്പാദിപ്പിച്ച നോളജും ഉപയോഗിച്ച് എങ്ങനെയാണ് സമൂഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ഭരണവർഗത്തിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളൊരു വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ തീരുമാനം അനുസരിച്ചിട്ട് കുഞ്ഞാമൻ സാറിൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ച് കേരള വികസനത്തിനെ കേരള വികസനത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും, ഏതെല്ലാം മേഖലകളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും, അതിനെക്കുറിച്ച് ഏതെല്ലാം തരത്തിലുള്ള സ്റ്റഡികളാണ്, പഠനങ്ങളാണ് കേരള എക്കണോമിക്സ് അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു വിശകലനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരു 12 പേരുടെ പേരുകളോളം ഇവിടെ ഉണ്ട്. പ്രൊഫസർ പി ശിവാനന്ദൻ CDS, Professor Mohanakumar, Director Public Policy Institute, Professor Manju S. Nair, Sri Prasanth, State Planning Board, Srimati Josephine, State Planning Board, Abhilash, CDS, V. Anitha, Department of Economics, Karivattam, Dr. Christabell, Economics Department, Karivattam, Professor Godwin, Dr. Priyesh, ശ്രീമതി സിന്ധു മെനേക്കൽ IAS, അങ്ങനെ ഒരുപാട് പേരുടെ ലിസ്റ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പല പ്രമുഖ വ്യക്തികളും ഓൺലൈനായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ വ്യക്തികളുടെയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നതിനെക്കാട്ടും എല്ലാവർക്കും ഒരു
എല്ലാവർക്കും ഈ ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ ചർച്ച നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ KJ ജോസഫ് ആണ്. അദ്ദേഹമാണ് ഇതിന്റെ മോഡറേറ്റർ. ഈ ചർച്ചയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് KEയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ KN ഹരിലാൽ ആണ്. അപ്പോൾ ഈ ചർച്ച നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഹരിലാലിനെ തുടങ്ങി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിലാലിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം ജോസഫ് സംസാരിക്കുന്നതായിരിക്കും. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന 10-12 പേരുകൾ വിളിച്ചിരിക്കുന്നവർ മാത്രം ആയിരിക്കണം ഇല്ല ചർച്ചയിൽ പങ്കെടുക്കുവാൻ. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉള്ളവർക്കും ചർച്ചയിൽ പങ്കെടുക്കാം എന്നാണ്. ഓൺലൈനായിട്ടുള്ളവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിനോ ഒന്ന് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഉള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് എ ലോട്ട്. ഈ ചർച്ച തുടങ്ങി വെക്കുന്നതിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. 2-3 കാര്യങ്ങൾ. ഒന്ന്, കേരള വികസന മാതൃക ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതാണ്. കേരള വികസന മാതൃകയുടെ പോരായ്മകളെ കുറിച്ചുള്ള ചർച്ചയും സജീവമാണ്. അത് ഏറ്റവും ഷാർപ്പായി തുടർച്ചയായിട്ട് ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് കുഞ്ഞാമൻ സാറിൻ്റെത്. അപ്പോൾ സാറിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന്, സാറിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുക ഈ വിമർശനത്തെ, വ്യവസ്ഥയുടെ പോരായ്മ സംബന്ധിച്ച ഈ വിമർശനത്തെ ഗൗരവമായിട്ട് എടുക്കുക. അപ്പോൾ കേരള വികസന മാതൃകയുടെ പോരായ്മ സംബന്ധിച്ചുള്ള പൊതുചർച്ച, അതിൽ തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ വികസനവുമായി ബന്ധപ്പെട്ട സബ് പ്ലാനുകളുണ്ട്. അത് കേന്ദ്രത്തിലുണ്ട്, സംസ്ഥാനത്തുണ്ട്, പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ തലത്തിലുണ്ട്. ധാരാളം പണം എല്ലാ വർഷവും കൃത്യമായി സ്കീമുകൾ വഴി ചെലവഴിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സ്കീമുകളുടെ ആഴത്തിലുള്ള പരിശോധന, ആ സ്കീമുകൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ലക്ഷ്യങ്ങൾ, അത് നടപ്പിലാക്കുന്നതിലെ പ്രശ്നങ്ങൾ, അലോക്കേഷൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇൻഡിവിജ്വൽ സ്കീംസിൻ്റെ കാര്യത്തിൽ. അതുകൂടാതെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഫിലോസഫി, എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഈ സ്കീമുകൾ, ഈ സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാനുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്? ഇത് പുനഃസംഘടിപ്പിക്കേണ്ടതല്ലേ? എന്താണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയ വളരെ ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മൾ സമൂഹം എന്ന നിലയിലും ഈവൻ ദളിത് ആക്ടിവിസ്റ്റുകളോ അതല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങളോ ഒന്നും പൊതുവെ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഇത്തരം സ്കീമുകളുടെയും വികസന പരിപാടികളുടെയും വിശദാംശങ്ങളിലേക്ക് പോയിക്കൊണ്ടുള്ള വിമർശനം, സമരം, പ്രക്ഷോഭം ഒന്നും യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. വലിയ പോരായ്മയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് ആ പോരായ്മ പരിഹരിക്കുന്നതിനുള്ള ഡിസ്കഷൻസും പഠനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഏറ്റെടുക്കേണ്ടതാണ്. KEA അതിന് ഒരു സജീവമായിട്ടുള്ള പങ്ക് വഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ആമുഖമായി സംബന്ധിച്ച് പറയാനുള്ളൂ. പ്രൊഫസർ ജോസഫ് ചർച്ച മോഡറേറ്റ്. I know that the moderator must be moderate. So I will be, I mean, if I don't say anything, you may feel very bad. I presume so. So I may take maybe 2 to 3 minutes, and I will try to be inclusive as much as possible, and no monopoly of ideas. And I think since there are so many speakers, I think there will be a prize for those who speak taking lesser time and giving maximum ideas. And you can speak as much as possible, but not more than 10 minutes, I suppose. And എനിക്ക് തോന്നിയ ഒരു വലിയ കാര്യം, നമ്മൾ അറിവിന്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എതിര് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം വലിയ ചിന്തകളുടെ ചിന്താഗതികൾ ഓരോരുത്തർ പല രീതിയിൽ കാണപ്പെടാവുന്ന കാര്യമാണ്. അപ്പം കുഞ്ഞാമൻ സാറ് നമുക്കൊക്കെ അറിയാം, പുള്ളി എപ്പോഴും ഒരു ചിന്തിക്കുന്ന മനസ്സായിരുന്നു. That's very true. He was not a stagnant mind. സിസ്റ്റത്തോട് പ്രതികരിച്ചിരുന്ന മനുഷ്യനാണ്. പലപ്പോഴും നമ്മളൊക്കെ കാണാപ്പാഠം പഠിക്കുന്നതിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം കാണാപ്പാഠം പഠിക്കുവാനും കാണാപ്പാഠം പഠിപ്പിക്കുവാനും നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പം എതിര് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന്
അല്ലെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എനിവേ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ടു ദി ലോങ് സ്റ്റോറീസ്. അദ്ദേഹത്തിൽ നിന്ന് എന്താണ് ഞാൻ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഉൾക്കൊള്ളുന്നത് തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളത് എനിക്കില്ല. നിങ്ങൾക്കും എന്നോട് എതിരാകാം. അതാണല്ലോ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി വെക്കാവുന്ന ചിന്ത. ഞാൻ കാണുന്നത് അദ്ദേഹത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അറിവിന്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, അറിവ് എന്നുള്ളത് സംവാദത്തിൽ നിന്നും ഇന്ററാക്ഷനിൽ നിന്നും ഉരുത്തിരിയുന്ന ഒന്നാണ്. ആ സംവാദം നടക്കുമ്പോൾ നമ്മൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ എതിരാളിയെ വീഴ്ത്തുക എന്നുള്ളതല്ല, അറിയാൻ വേണ്ടി സമ്പാദിക്കുക, ബഹുമാനത്തോടെ വിയോജിക്കുക. ഞങ്ങളുടെ ഗിഫ്റ്റിന്റെ സെമിനാർ നോട്ടീസിന്റെ അടിയിലെ ഹെഡിങ് അതാണ്. ശരി, അതിന്റെ അണ്ടർലൈൻ അതാണ്. ആരും വായിക്കത്തില്ല, വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള അറിവിന്റെ തലത്തിൽ നമ്മൾ അധ്യാപകരായിരിക്കുന്ന നമ്മളുടെ ക്ലാസ് റൂമുകളിൽ എന്താണ് നമ്മുടെ സമീപനം? പ്രൊഫസർ ആകുന്നതിന് മുമ്പേ, അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പം തന്നെ പ്രൊഫസറായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും, നീ എന്ന വിദ്യാർത്ഥി ഞാനെന്ന അറിവിന്റെ നിറകുടമായ എൻ്റെ അറിവിനെ അതേപടി നീ കാണാപ്പാഠം പഠിക്കണം. നീ അതേപടി അത് നോട്ട് എഴുതണം. അങ്ങനെ നീ അതേപടി എഴുതി കഴിഞ്ഞാൽ നിനക്ക് 100%, ഇന്നിപ്പോ 99% മാർക്ക് മാക്സിമം കൊടുത്തു കളയും. ഏതെങ്കിലും വിദ്യാർത്ഥിയോട് ഞാൻ പറയുന്നത് എനിക്ക് അറിവില്ല എന്ന് പറയാനുള്ള ആർജവത്വം കാണിക്കുന്ന എത്ര അധ്യാപകരുണ്ട് എന്നതിലുപരിയായി, അറിവില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പറയാവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അധ്യാപകനെ എങ്ങനെയാണ് ഇന്നത്തെ സമൂഹം കാണുക? കാരണം അറിവിന്റെ തലത്തിൽ നമ്മൾ ഓരോരുത്തരും എന്താണ്, ആ കടൽ തീരത്ത് പോയിരുന്ന് കക്ക കൊണ്ട് വെള്ളം പറ്റിക്കുന്ന ഒരാളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അറിവ് ഉണ്ടാകണമെങ്കിൽ എതിര് അഭിപ്രായങ്ങൾ ഉണ്ടാകണം. ഇന്നലെ രാത്രി ഒരു മിനിറ്റ് തീർക്കിനി. ഇന്നലെ രാത്രി ഒരു PhD തീസിസ്, വളരെ റിനൗണ്ട് ആയിട്ടുള്ള PhD യൂണിവേഴ്സിറ്റി എന്ന് വന്ന് വായിച്ചു. വലിയ ഡിപ്രഷനോടെ ഇരിക്കുന്നു ഞാൻ. എനിക്കത് റിജക്റ്റ് ചെയ്യാനും മേലെ അക്സെപ്റ്റ് ചെയ്യാനും. കുട്ടിയുടെ കുറ്റമല്ല അത്, അധ്യാപകന്റെ ഗൈഡിന്റെ കുഴപ്പമാണ്. എനിവേ, സോ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഈ വരുന്ന ചർച്ചയിൽ പോലും എന്താണ് നമുക്ക് കേരളത്തിന്റെ പ്രൊഫസർ ഹൈലാൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പന്തളം സാർ പറഞ്ഞ പോലെ, അതുപോലെ ടീച്ചർ പറഞ്ഞതുപോലെ, ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ, കേരളത്തിന്റെ വികസനത്തിന്റെ പുറംമോടിക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പാർശ്വവൽക്കരണത്തിൻ്റെതായ പല തലങ്ങൾ നമ്മൾ കാണും. അത് SC/ST മാത്രമല്ല. ശൈലജ ടീച്ചർ പറഞ്ഞു, SC/ST തന്നെ ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് ഉണ്ട്, ബ്രാഹ്മിൻസിനകത്തുണ്ട്, സെക്ടോറൽ ലെവലിലായിട്ടുള്ളതുണ്ട്. അപ്പം ഈ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രോമിനന്റ് ഇക്കണോമിക് പാരഡൈത്തിന്റെ, നിങ്ങൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും കോമ്പറ്റീഷനും വെച്ച് പോകുന്ന ഈ പ്രോമിനന്റ് പാരഡൈത്തിന്റെ ഇന്റഗ്രൽ ആസ്പെക്ട് ആണ് എക്സ്ക്ലൂഡ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് യു കനോട്ട്, യു ഹാവ് ടു എക്സ്ക്ലൂഡ് സമ്മൺ ബിക്കോസ് യു ഹാവ് ടു സ്പെഷ്യലൈസ് അതേഴ്സ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അമർത്യാസൻ പറയുന്ന ആക്റ്റീവ് എക്സ്ക്ലൂഷന്റെ പുറകിലേക്ക് കിടക്കാൻ നമുക്ക് കഴിയുമോ? പാസീവ് എക്സ്ക്ലൂഷന്റെ ഡിഫറെന്റ് ഡൈനമിക്സ് മനസ്സിലാക്കാൻ കഴിയുമോ? കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്ക്ലൂഷന്റെയും ഇൻസ്ട്രുമെന്റൽ എക്സ്ക്ലൂഷന്റെയും, അതുപോലെ യു മേ ബി ഹാവിംഗ് സിറ്റുവേഷൻ ഓഫ് സബോർഡിനേറ്റഡ് ഇൻക്ലൂഷൻ, you may be having sustained and transient exclusion. I mean, these are all in fact, the last two terms which I claim to be my terms, which I used in plantation economics when I was studying. The point I'm trying to say is that you have to be critical of the existing stock of knowledge. ഒറ്റ സെൻസ് പറയാണ്, വിമർശിക്കുക എന്ന് പറഞ്ഞാല്, ബഹുമാനത്തോടെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്രയും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് പറയാൻ സാധിച്ചത്. പ്രൊഡക്റ്റ് ലിസ്റ്റ് പറയുന്നുണ്ട്, എനി സൊസൈറ്റി ഈസ് റിച്ച് ഓൺലി ടു ദി എക്സ്റ്റെന്റ് വിച്ച് യു കുഡ് ഡ്രോ ഫ്രം ദി പ്രീവിയസ് ജനറേഷൻസ് ആൻഡ് ദർ അക്വൈൻറ്റൻസ് ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മളെ ഉയർത്താൻ, ഒരു പുതിയ ഒരു ലേണിങ്ങിനെ പറ്റി, ലേണിങ്ങിനുള്ള, പഠിക്കുന്നതിലുള്ള, നോളജ് അക്വിസിഷനുള്ള, പഠനത്തിന്റെ അറിവ് നേടുന്നതിന്റെ പുതിയ തലത്തിലേക്ക് നമ്മളെ നീക്കാൻ അദ്ദേഹത്തിന്റെ ചിന്താധാര, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ ജീവിതം. ഫൈനലായിട്ട് എനിക്ക് അദ്ദേഹത്തിന് പേര് തോന്നിയെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഐ കനോട്ട്.
ജീവിതത്തിന്റെ എല്ലാ തിക്താനുഭവത്തിന്റെ ഉച്ചകോടിയിൽ നിന്ന് ഇത്ര കണ്ട് വലിയ സമൂഹത്തിന് നേട്ടം വരുത്തിയ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നിർത്തി എന്ന് ഇത് മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇനി ഞാനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല എന്നാണ് അതിന്റെ അർത്ഥം. എവറിത്തിങ് ഈസ് ഗിവൺ എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം why should, I mean, but I'm saying that if with my limited knowledge, I cannot agree to that kind of an approach. But I don't know, he might be having his own reasons to do that, which I respect. So I think now open the discussion. Professor I think we have Professor Shivanandan here. Professor Shivanandan, അദ്ദേഹത്തിന്റെ എത്ര നാളത്തെ ബന്ധമാണ്, വളരെ നാളത്തെ പേഴ്സണൽ, പ്രൊഫഷണൽ, all levels. I don't think that there is anyone who has got more acquaintance with the Professor Kunjaman than Professor Shivanandan. Professor Shivanandan, to you, I know it will be terrible. I'm too terribly uncruel to you by asking you to speak for 10 minutes. I know. Please bear with me for that. Okay. Thank you. Well, it's as Joseph said, it's very difficult to contain the situation because of my feelings, my experiences, my association. I mean, it goes that long, and I don't want to explain it in that detail. It's personal as well as academic, both. Anyway, it's from since 79 onwards, when he joined Enfield class in CDS, taking leave from Bureau of Economics and Statistics. From that day onwards, we were in close contact. It is after that he has joined the Department of Economics. There are a lot of stories about that. I know. Yesterday evening, Dr. Raman called me. He wanted to tell me that it was he who has given him the first rank because of his performance. He never knew Kunjaman earlier, but he's done that well, and he could not but give him the first rank in his interview. That list was questioned by the Vice Chancellor. I don't want to name the person, and they wanted to change the situation because it is meant for a general category, and he belongs to a reserve category. So that was it. So he asked me yesterday evening that you mentioned this because this will go unheard. Because he was the man who is finally responsible for getting him a second additional post in the university because of his adamant, because he refused to change the ranking. Anyway, that was yesterday evening. Dr. Woman called me and told me that you mentioned this. People know who has done it and why they have done it. Anyway, well, coming to, I mean, I am not going to all the details of our personal relations and all those things, but I'll directly come to the subject. That he was most fond of research on the marginalized communities. We used to have long duration discussions, everything. Now, recently I got an opportunity to, of course, my PhD is on these lines earlier. And recently I got an opportunity to work on the subaltern communities in Kerala. Skilla has opened a Center for Subaltern Studies, and they asked me to be its director, honorary director, and conduct the research. Under the subaltern, we have three communities: the SC, ST, and the fisher folk, as he said earlier. All these three are so marginalized that their future is always bleak. So I took, but we have a lot of studies on this, all the three already. But we have the extreme situations. Recently, the Kerala government has undertaken a survey to identify these most marginalized sections and found out 64,006 households in this category, the most marginalized deprived households. So this list is available in all the panchayats, local bodies. And I thought we will concentrate on this because 25 years of decentralized planning should empower these people, because that is what they are aiming at. Our
decentralized planning and everything, all the progressive developments are finally meant to bring up these most backward sections to the forefront. How much, how long they took? 25 years have gone. 2.5 decades. So what is the extent of achievement they have made during this period? What is the role of the local bodies, the government, and other decentralized planning structures? So I have taken a sample survey of all the three categories, and Kila has provided all the facilities to conduct the field surveys, and we have done. And these two books are thus. This is Lives on the Edges, Scheduled Tribes. It is available. And Impact on Scheduled Castes, the second one, and the Fisher Folk, that is Lives on the Edges, 25 years of decentralization in Kerala, Impact on Fisher Folks. So these three volumes, it is available. It is recently released in the Kerala under Kila. The 25 books were released under Kerala. And these are the first three. And I have written these three reports, and it is available now in the online, and it's available. But some editing is required, so that is why they are holding it for publication. Now, what do you see in this situation? See, I have selected households from all the most concentrated panchayats, and we have enough status. Three types of surveys I've done: household survey, then focus group discussion, and the impression of the investigators. So focus group discussion include all the people around the area who are connected with the development process, all those activists, officials, all those people are in the focus group discussion. In a particular area, three areas I have: Wayanad, Idukki, and Attapadi for the tribals. Similarly for SC also. So this is the method I have used to collect reliable information on the condition, economic and social condition of these categories. What I have found is really, it's also 25 years of decentralization, what the state have done to them. What is their experience? This was our question. So we found, we have started land reforms since early 70s. You see, Kerala is the first state to have a land reform in the whole of India to begin with. Now, we have a ceiling limit. We have all other developmental supports for cultivation, and all those things are there. You can read the whole land reform legislations and the steps taken by the government to bring up, increase production, productivity, and all those things are there. So how far these people, that is distribution of land, we have till then, we have the tenancy, ownership, Janmitam, all those things are there. We have it's a completely chaos situation of land ownership and land distribution system. That was changed with the introduction of the land reforms. But look at what is the impact of the land reforms on these marginalized communities who were traditionally, for centuries, denied of ownership of land. Because ownership of land is the primary basis for survival of any family, any individual. Economic empowerment, more than social empowerment. Social empowerment, of course, it is important. But only with economic empowerment he can progress, because he has to be independent. He has to depend on himself. Always being a labor and a wage labor, depending on others, either for his earlier Janmis or the state or the government. He remains as a wage labor. And look at the people who have been cultivating land. They were denied ownership of land. What they were given is only ownership of 10 cents of land as Kudigadap right. With 10 cents, what do the rule makers
Think of that. The entire people who are cultivating the land are denied ownership of land. You should not, you need not cultivate yourself. You cultivate for others and get the wages and live. You make your life dependent throughout. For centuries, for generations, you always depend on others. Don't be independent. Don't be an owner cultivator. Even today, that is the situation. And now earlier 10 cents was given. Now, what is the extent? 3 cents. Even that is also now reduced to, they are sent to flats. Not on the ground, but on the air. This is a situation. It's a paradox. And in Kerala, where 1/3 of the state property land is under plantation, that is exempted from ceiling limit. Morning, Prabhat Patnaik said about that. You see, the large areas available under plantations owned by private planters, or even earlier it was others. Now local capitalists owned it. So we have a huge amount of land, productive land available, but it's not accessible to these people. This is a situation. You have to have a relook at the land reforms. And second, land reform is always, we have been asking for it, but it is never done. So the land question can be solved in the Kerala. The land question, if fully these factors are taken into account. Look at the Idiki situation. Who is getting pata? The encroachers. With political backup, people from all corners. I am not mentioning any particular, all political parties have sided with the encroachers. Periodically, they are given pattas, and they get to know. And I am not thinking that there are threats and all those things even today in the region for not for. Oh yes, why not? This is, let me start with the I will read a few, almost the conclusion actually, and the local institutions in Kerala have been undertaking specific programs for the development of marginal communities, the scheduled castes, the scheduled tribes, with sub-plan allocation funds for almost half a century. Schemes got effective monitoring under the decentralized planning process for the past 2.5 decades. The objectives include improvements in their livelihood conditions, support for educational advancement, and enhancement of economic empowerment. The long historical endeavors in the state through social reforms, land reform measures, spread of education, quest for overseas employment opportunities, increased democratic activism for responsive administration, decentralized planning process for equitable resources, etc., have led the state to gain model status, Kerala model, with high human development indices. The fruits of these achievements, however, seem to bypass the vulnerable tribal population. Though they lived for generations amidst a plenty forest resource environment, they became deprived of their traditional rights over resource ever since the forceful occupation of the region by external interests. They now almost totally depend on governmental aids for meeting even basic needs. The present inquiry tries to unravel the experience of tribal communities living in the 3 major habitations in Kerala, Wayanad, Idukki, and Attapadi, and assess the impact of tribal subplan utilization in improving their livelihood condition, educational and health status, level of social participation, etc., during the 25 years of decentralized planning implemented in Kerala. It is found that land ownership and freeholding of forest resources have declined over time, depriving their basic livelihood choice and leading to indebtedness, land alienation, deforestation, and displacement. Various reports of the government and other agencies have highlighted this situation, and our inquiry corroborates them with direct interactive evidence. They further faced poor infrastructural facilities for education, healthcare, and other livelihood pursuits. Despite these inconveniences, the ambitious tribal population in Kerala gained a literacy level of 74%.
highest in the whole of India among tribes. Also, they managed to prevent dropouts of students at school level substantially. Use of traditional medicine and consumption of natural foods enabled them to maintain moderate health status, though consumption of intoxicants create negative impacts. But shortage of food availability, especially among land poor family, led to nutritional deficiency and early mortality. അട്ടപ്പാടി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. Inadequate institutional health care facilities result in high infant mortality, less geriatric support, and eventful high death rate among economically vulnerable sections. The development disparities in the state remain high between general population and tribal communities, largely in attaining higher education levels, land ownership, and labor composition. In literacy, they gain about 20% less than the state level of 94%. Landless households constituted 4.78%, and 32% of them of the tribal families are having less than 10 cents of land. Proportion of cultivators is 12.2% only, while agricultural laborers constitute 56.6%, and 20.53% pursue non-agricultural activities. This shows a perceptible change from their traditional own farm and freehold livelihood activities to wage labor dependency as a result of large-scale land deprivation. Their access to banking service have increased from 19% in 2001 to 45% in 2011, and indication is that it will be much higher in 2022 if current data is available. This obviously is a reflection of their dependency for various governmental aids for life support available through banking services rather than a mark of portfolio management with institutional support. The tendency of mortgaging owned land for credit needs is common among them. Subsequently, however, default leads to losing ownership, and eventually the owners become wage laborers for survival. This tendency is rampant in Attapadi and other tribal concentrations. There has been continuous reduction in the proportion of cultivators among the tribals from 1951 onwards, and a corresponding increase in laborers, mostly agricultural labor population among them. Land alienation has been a continuous phenomenon, accentuated by migration from plains, extension of plantation crops, and reduction of tribal subsistence crops. Time is a Migration of- major constraint. I have to be cruel to you. Time is a major constraint. Time. Time, okay. അല്ല ട്രൈബൽസ് അതെ അല്ല ട്രൈബൽസിന് നോൺ അഗ്രികൾച്ചറൽ ഓക്കുപ്പേഷൻസ് കുറവാണല്ലോ. They are mostly in the service sector. Mostly, not land. Free labor, casual labor, any service occupations. Nothing. That is the thing. But they remain as laborers, wage laborers, either in agriculture or in that is the thing. But they are not owner entrepreneurs or cultivators. They don't become that. Okay. Okay, this is I have mentioned earlier. Our study makes use of information from, all the data is from the government sources. I came in. Briefly conclude. I think we don't need to read the whole Okay. thing. Now coming to the SC situation. Let me. Okay. It's a long story cut short, I think. All the detailed data is available on all these aspects of decentralization. Definitely, it is available. Yeah. Again, the landholding status of the thing, I have their education, and another thing about their empowerment is educational opportunities. You see, they all joined for education.
at a very young age, at age 6 or so. So there is no question of not sending the children, but where do they end up? They mostly end up with primary or secondary or at the most tertiary level up to anything. But higher education, the dropout is very high. They join and in a few months or they due to various reasons I'm saying. So dropout is very high in the higher education, especially in technical education. Their enrollment is very poor. So without technical education and higher education levels, they cannot survive because they don't have land, they don't have any economic base, and with educational empowerment, also they cannot go up. This is basically the situation. The same is true of the fishermen also. I have not taken it here. So these two communities who are at the margin, they have continued to suffer economic dependency. And about the social backwardness, I have not included, I have analyzed all those things. There are pockets of social discrimination still prevailing in Kerala. So that's the thing. So 25 years of decentralization is to relook at the whole thing. Because whether they have attained inclusion of the marginalized into the mainstream, that has not happened. And it needs a relook at the whole process of decentralization. And that is the experience of 25 years of decentralization. Thank you. Thank you, sir. I think it was very much an eye-opener. In fact, the way in which they are being alienated, they are getting into the ranks of a community section that we consider the lowest rank. And the education front, all this, despite 25 years of decentralization, should open our eyes. At the same time, we should also be able to think in terms of what would have been otherwise had there been. And we know that this is a state where systematically we have SCP, TCP. I think we need to look at the problem much more. I mean, there is a lot more intellectual input to get into the problematic. I think your study is in fact a starting point for all of us. And thank you very much. Now we would like to invite Madam Josephine. She's the State Planning Board Chief in charge of decentralization. Yeah, over to you, right? I know you are, normally women are very systematic. They do the time. So You need more time. Good afternoon, everybody. And I have very little experience with Professor Kunjaman sir, but last month he came to planning board and we had a small discussion. And I was hopeful that we'll meet again for discussing the development issues of scheduled castes and scheduled tribes, but couldn't. But I am very happy that I'm here today because what he have left behind is discussed today, I think. So I'm very happy to be here today. See, I would like to speak about the challenges in implementing the CP and TSP in Kerala. And globally itself now, because of the pandemic situation and all, the marginalized or deprived people are getting more deprived. And the statistic shows that in India, 32 million people have come to the below poverty line after the pandemic, unlike other countries. But this itself will make the people of SC and ST communities more vulnerable in India. I'm not going to the details of that. Now in Kerala, we have the 5-year plan process going on here. Kerala is the only state which continues the 5-year planning process and allocates more than proportionate fund to the SC and ST communities. And that is the special feature of Kerala's planning process. And our population of SC is only 9.10%, and of tribes, it's only 1.45%. But our allocation is 9.81% for the SC population and 2.83% for the STs. And another feature is that a certain portion of our tribal subplan and scheduled caste subplan is going to the local governments.
45% of the funds are allocated from SCSP to the local governments, and 23% of TSP is going to the local government. So the 3 tiers of government are also taking up schemes for the benefit of the development of the scheduled caste and the scheduled tribes. And when we analyze the fund flow in nominal terms, it is increasing now. I think almost 1,000 crore is going to tribes, and about 3,000 crore is going to the SC population annually. This is the situation. But I don't say that the proportionate development has taken place among the communities according to the fund flow. And as I fully agree to what Shivanandan sir was trying to say in data about land distribution. Different committees have come up with the report with their reports. Kerala and the West Bengal were the states, and West Bengal were the states which implemented land reforms in a big way. But there exists disparity in the land distribution between scheduled castes and other communities in the state itself. And when we examined the data, we could see that only 2.52 cents is going to each SC person when land distribution is concerned. Average land holding is only 2.52 cents for the SCs. And also there is much more inequality in the land ownership in agriculture, distribution of agriculture land also. As they are agricultural laborers, mostly they are agricultural laborers. I have the statistics of land holdings with me. Percentage of SC holding less than 1 acre is 89.2%, and percentage of ST 77.26%. And that is the situation, less than 1 acre. I'm not going to all the categories. Now, when we examine the data for planning process, especially we provide land for SC and ST under the schemes also, budget. In the budget also we provide. Now, when we examine the Life Mission's estimates, there are 46,731 landless SC people, even now, after so many years of land reforms, and we were consistently or persistingly providing land to the SC people. Till now, there are 46,731 SC families in the state. SC families, and 67,720 families who are possessing land are homeless. And these people are considered in the Life Mission also. They will be provided housing. Those who have land will be provided housing. And as sir has mentioned here, others, we don't have any options here. They have to be provided house in a mission mode. So we are going for flats also. But there's a point in that we should discuss that. Now, even the people who have money also are opting for flats now. But the thing is that we should provide flats with good amenities. That doesn't happen in providing flats for SC people or the homeless people. That has to be taken into account. Then about tribes, it is estimate shows that the tribal resettlement and development mission, according to the estimates, it is 8,306 tribals. Now, even after implementing FRA, even distributing vested forests, everything, but still there are 8,306 landless families in the state. But we are hopeful that we can provide land for STs. We have a strategy for that. And one other issue what we are facing is the unemployment. Unemployment, both uneducated as well as the educated. That is one of the issues the SC community is facing. We are framing strategies for that. Now, in the coming budgets, we are hopeful that we can address this issue in a bigger way. And as sir has mentioned here, we should try to bring some entrepreneurships among the communities. That is, we are focusing on that also. Another issue is that the people who are in the habitats or settlement colonies, they have a lot of issues related with their amenities, like roads and other amenities. That is also taken. That Ambedkar Village Development Scheme is also catering to all those things. What I would like to bring up here is the education sector. Here,
we are providing scholarships and other benefits to the students, but they are much behind in competing in the global market, in the job market. That is one of the big concern we are facing. Another thing is that the results in the SSLC, when we look into, they are most of the children are possessing C grade, or they are passing out with the lowest grade, that is my C or C plus grade. I have the figures. See, that is 19.36% of the children are, SC children are coming with C plus, passing out with C plus, and 26.5% are passing out with C grade. So this is this we have to look into. Otherwise, children won't go further ahead in their education as well as in their livelihood also. Their development issue will remain the same even after investing so much in education. And the tribals also same thing. About 28.6% they have possess C grade and 16% C plus. I am not going into the details. At least in education, we have disaggregated data, but in health, we don't have anything at all. This is the situation. Then enrollment in higher education. That is also really pathetic. 1/4 of the scheduled caste children who complete their higher secondary education opt for higher education. Then 1/4. The other, what happens to 75% of the children? Gross enrollment ratio of SCs and STs is 33.7% and 29.1% respectively in 2021. It is gradually improving, but it's not at all hopeful. But when it is compared, when it is for general population, it is 43.2%. There is huge gap in the case of SC/ST students. And another thing is that the courses having more market demands are not opted for. They are going for conventional courses, and they will end up with a degree, and they cannot compete in the job market also. There is a lack of soft skilling also the department has to look into. Then the enrollment in of SC/ST students in national and international institutions are also very less, comparatively less. This is one thing. Then dropout, as sir has mentioned here, the dropout syndrome among scheduled tribe girls is very high. About 15,000 girls are left out of educational institutions without finishing their higher studies. This is the situation. That comes to 33.51%. And in the case of secondary level of education, dropout of ST girl students is greater. The girls who have discontinued their studies at secondary level constitute 85.59%. This is the case of tribals. And dropout in diploma courses also is happening. Now, skilling is another issue. What is the ITIs run by the SC/ST department is really primitive. No modernized courses in that. No high-end skills is given in these institutions. That has to be relooked also. Then about the employment, permanent employment, all those data I am not. Another thing is in civil services. The enrollment in there is a yawning gap in the representation of SC/ST and OBC officers in IAS, IPS levels. Also, though there is a reservation there, the children are not coming up to those levels also. But the department is giving some focus on now coaching for civil service, and they are sending children to Delhi and other states to give them proper. The health situation is also, as I have mentioned, that we don't have a disaggregated data on the issue. But in Attapadi, we could do something. That is, we could read in 2013, the infant mortality rate that was almost 35 rate in Attapadi. Now we could reduce it. Now in Kerala, at the national level itself, Kerala is doing better in. Kerala is the important, very the state with the high, with the least mortality rate, infant mortality rate. So this change is happening in Attapadi also. But there are instances of infant mortality in Attapadi also that we are doing much to curtail it. Then LSGs. Coming to LSGs, a considerable amount of amount is going to these local governments. There are many gaps. We were always alarming about this situation during these 25 years of decentralized planning. This was highlighted, the issue was highlighted, but still there are huge gaps.
and issues which have to be addressed. But many schemes which are formulated are not being implemented properly. That is one issue. Other thing is that the implementation itself, the percentage of implementation of the funds itself coming to 60-70%. Now it is the last period, Harilal sir was taking a lot of effort in that, and last year we could bring it to about 75% of that. So this is an issue. 25% of the fund is not average. On an average, it's not utilized. Other thing is that lack of monitoring and evaluation system for the schemes and related data collection system and documentation is lacking in these in the implementation of these schemes. Then innovative projects based on their needs are not coming up. All stereotyped things like animal husbandry, all those primitive traditional type of schemes, stereotype schemes are coming up. Those are which are not according to the needs of the society or according to the time, the requirement of their actual requirements also. Then the stakeholder participation. The Grama Sabhas, the Urukutams are not contributing much to the planning process. That is big. That's a big issue. So their voices are not heard much in the. Though there are institutions and systems for conducting these in the guidelines and all, it is a constitutional thing, Grama Sabha and all, but it is not happening in a proper way. So these are the issues, and the policies and programs have to be in those lines to solve these development issues. Now, the SE department has come up with an entrepreneurship development programs like Unnati. We are looking forward to that. Then we have to definitely, as sir has said, we have to turn them into a business community because they don't have land to do agriculture. The other option, only option is to make them a business community. That a big bang approach has to be made. And also family, we have started the micro plan approach also, family based micro plan. We have started with the tribal communities, the Adiyas, Paniyas, and the certain locations or certain settlements have been identified for making micro plans. The process have begun already. And large tracts of agriculture land are with the tribes, which are not utilized much. Only 2 or 3 pockets it is utilized, like Aralam farm. Things are changing. Attapadi also, ACF, it is changing. So we are hopeful that we can come up with more programs which will suit the development process of the SEs and STs in the state. With that, I conclude, sir. Thank you. Thank you very much. It was a, yes, I think it is good for us also. Clapping is good for your health. Yeah, it's not. Yeah, I think it is a very interesting presentation, a wonderful articulation of the skeleton of with empirics, deprivation and alienation, whatever. Now, I think that skeleton gives a wonderful frame for the academic colleagues to add flesh and blood. I think the first person to do that is Professor Manju. She has done a lot of work on different aspects of Kerala economy. Particularly, I appreciate her energy to go to the people and get the feel from the field. So over to you. Thank you, KEA, for giving me this opportunity to speak on the downside of Kerala economy, commemorating the contributions of our great teacher, Kunjaman sir. So I am also his student during 1993-95, master's student at Department of Economics, Karyavattam, and a long association with the great professor. So I'll just, because we don't have much time, I'll just summarize the works that I have done in the tribal settlements in Kerala, particularly the reflections that I would like to recollect on the field experience, the extensive field experience that I have. The first one is on the human development status of tribal communities, particularly specifically we have the particularly vulnerable tribal groups in Kerala, the 5 tribal groups.
of which we focused on two communities. One was on the Kadar community in Thrissur and second was on the Kurumba community in Attapadi. So data was collected from around 400 tribal families in these two settlements. It was an extensive project. And yeah, I'll skip the field experiences. I'll just say that we worked out the Human Development Index for these two communities. And for Kerala, it is the Human Development Index is more than 0.75, whereas for the Scheduled Tribe community, it is 0.38. And for what we found is that for the Kadar community, it was 0.27, and for the Kurumba community, it was 0.24. And the disaggregated things are already published. And we also worked out the multidimensional poverty index for these two communities. And it was very shocking to see that more than 95% of these two communities are multidimensional poor as per the set methodology that has been given. So the question is, now we know during the human development lopsided pattern of our trajectory of progress that Kerala speaks of, where we had very, in spite of the very low rates of growth, we had high human development index, and it's documented that this tribal community has been eluded, and all of us are very much aware of the reasons for that. And our question was, even during the virtuous cycle, when we have around 10% growth rate, what is happening to the human development status of these communities? As Harilal sir was inquiring, in the urbanization has been an important reason for the economic growth. But this urbanization process, particularly the amount, the quantity of workers that are in the tribal belt who are in the non-agricultural sector has not increased. And secondly, most importantly, what we have seen is that migration. And in the initial phase, those communities who have helped, who have gained the impact of education and health, they have already migrated, they have come back, there is a progress that is happening, but this whole process has been eluded. Now, the tribals were not included in this development process. And all the governmental programs, I'll just speak on what is happening in Attapadi, then I'll mention those things. So what we found is that even during the virtuous cycle of development that we boast of, now, this community has been eluded because of all these reasons. Coming to Attapadi, we have rich experience. I think I have personally visited all the 196 hamlets in Attapadi right from after 2013 when there was this infant death. And the first one was as part of the World Bank project on decentralization of healthcare. And I think it will take 3 or 4 days to just narrate the experiences what we had there. One instance I'll just mention, we was going to a Muduga Ura where immediately when we went there along with the health inspector, I saw a Muduga mother snatching her child and running off to the forest. So then I asked the inspector what is happening here. So he took us to the 3 nutritional rehabilitation center that has been established along with the PHC there in Agli, in Sholayur and in the Pudur Panchayat. And what is happening there is that there has been a survey of all the malnourished children there. And it is with the help of the police force that these children were brought to the NRC. And they were forced to stay there for 1 month. And these children are given a nutrition bar like the Kit Kat, which these people are not used to. കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാനേ അറിയില്ല ഈ ഒരു ബാർ എന്താണെന്ന്. And the mother is given per day rupees 300 or 400. And after long acquaintance, the mothers were telling us that we'll stay here for 1 month. And when we go back to our hamlet, all our 5 other children will then be malnourished. So this is the type of policies that are being followed in Attapadi. And then we evaluated the Attapadi package. As Harilal sir was mentioning, it's very difficult to collect the data. Around 27 departments are operating in Attapadi under the Attapadi comprehensive package. And we had in-depth interviews with Mr. Nuh IAS, who was a sub-collector then, who was in charge of this. And he told us that he found it very difficult to collect the data from these all these departments. And for 1 year, how we could mobilize the data, how much the each panchayat is spending, block is spending, district panchayat is spending, then what about NRLM, agriculture department? Lots and lots and lots and lots of schemes are there. And we have done at least some idea, gained some idea of what is happening there in terms of, and finally what happens is that by March, all these projects are either incomplete or turning out as failure. I'll also reflect on the experience we had when we visited Idavadi, that is in Kurumba Ura, where you have the Bhavani River coming on, and there was a irrigation facility that was taking place. A huge water channel pump was given to these people,
but there was no small pipes. So if you opened that, the whole hamlet will be washed away. So that was one experience we had. And then there were around 30 HP motors that were fitted for, that were set for irrigation facility. But there was no transformer. So there was no use for this. So one part is done by one department, another part is done by another department. There was no synergy happening. So that was the reason we have documented all these things. And then the last one is on the National Rural Livelihood Mission, which I say that is a commendable way by which this tribal population can be helped out. Because there we have and it's based on the principle that tribal people, they have inherent capability to come out of poverty. The only thing that we have to do is to improve their capability, and that can happen through mobilization of social capital. So NRLM works on this principle that you have institutions where Uru Samiti is set up, then you have Block Samiti, when you have Panchayat Samiti federating, and there is a creation of bonding, bridging and linking capital that is happening. I say that it is not happening in all hamlets, but there are good examples that are happening. And then you have some institutions. For social development, you have community kitchen. For skill development, you have the bridge course. For livelihood, you have the MKSP JLG, which is the rejuvenation of the traditional agricultural practices through women self-help groups. And we did a panel data. After 3 years, we went there. And then there are striking results that are coming. So I feel personally very much close to the community, working with them. And there are good examples of that is happening there. And just, I'll take 2 or 3 minutes more. So coming to Wayanad, we did one extensive study on the sickle cell anemia patients in Wayanad. So that needs to be taken care of by the government, because this tribal community, they have some aboriginal, these people have some peculiar disease, which is a genetic disease. So it cannot be cured. What you can do is that you can extensively, or you can increase their life expectancy by providing the necessary physical, social support mechanism. You need to take them to a PhD if you are having a fever, and then the person can come back to life. But what is happening there is that we looked into the role of the civil society organizations and government. Sickle Cell Anemia Patients Association is there, Vivekananda Mission is there working, you have the government schemes. But everywhere what we saw is that the Adiya community and the Paniya community, I think the life expectancy will now become less than 30 if these people are left in that case, because the community, the prevalence rate of sickle cell anemia is 30% as per the recent statistics. Because if you marry your own blood relation, the chance that this disease will spread is very high. And the role of civil society, the government is providing nutrition kit. What the tribals do is that immediately that is taken by somebody else. You are given 2,000 rupees as what. Madam was also speaking on the healthcare facilities that are available in Wayanad. So if you have a crisis, then they have to be taken to the medical college. So when Shailaja teacher was there, there was an attempt to start a sickle cell, separate cell with the Manandavadi hospital, but no, that is not working properly there. And we also did some study on female-headed tribal households in Kerala. 4 communities we concentrated on, and we looked into the poverty status. And yeah, the intersectionality aspect also needs to be, blanket type policies. I don't think that that's going to help them, because intersectionality aspect needs to be taken within the tribes. What is happening to the gender? What is happening to the less educated? So 5, 6 types of intersectionality we saw there, and we looked into what is happening as a shock. You are a female-headed household. You now have a shock, a demographic shock, or an agricultural shock, or an economic shock, or a social shock. What is your vulnerability to poverty? And we saw that exposure to shock among the female-headed tribals and male-headed tribals was more or less same. But the severity of shock was seriously felt by these female-headed households. We measured in terms of reduction in consumption and welfare, and that is, I think that is accepted for a publication also. So that was what we saw. And the last one is on the recent work that we did for NABARD. NABARD is pumping money into the system, and I think the state government can make maximum use of what is happening there as part of the Wadi project. In 24 tribal hamlets, this project is run, and we were asked to evaluate third-party evaluation for RLM tribal resettlement area and Wayanad Poothadi Grama Panchayat. RLM,
The situation, yeah, I can't even explain now because it was so it was a horrible experience we had because at 2:30 we had to come back to because of this elephant and wild animal attack. We were not asked to stay in the field after 2:30. And then morning also only after 10 we can go and visit these. We were staying inside the forest guest house. And RLM situation is very different because it's a tribal resettlement area. Normally we say these people are culturally homogeneous and they live together, but here people from different parts of Kerala has been taken there. Here is a Paniya person and there next year we will be have an Adiya and then. So the social capital or community building was zero in when CRD is the agency that was entrusted with this. And this is a successful model. So I would also like to mark the successful models that has been there because it works on the principle of one is orchard development. So you have conventional agricultural research. Yeah. Is it really good or what? Yeah. Now, I was worried because of the fright I had because of the elephant attack and those things. That was what I said. Otherwise, yeah, but it has limitations. But for all the studies work that I have done, I think this is a good model because it focused on one is orchard development. The second, it mobilized the social capital. So you have a village planning community which is included there. Yeah. It turned out to be, and NABARD itself says only in 2 cases this is successful. The second is the Swaminathan Commission being acting as the agency in Putadi Grama Panchayat. In all other cases, we documented the increase in income. It was only 5,000 for before NABARD, and now average income has increased in all other factors. And we invited, I remember a lady called Mini who is only having third class education. She was invited to the department to interact with the students and she said, എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം ഒരു പോത്തിനെ വാങ്ങുക എന്നുള്ളതായിരുന്നു. And now I am very happy that എനിക്ക് 3 പോത്തുകുട്ടന്മാരെ ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. And now when you go to any place, people will say നേരത്തെ പണിയെത്തി വന്നിട്ടുണ്ട് മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം മിനി വന്നിട്ടുണ്ട് എന്ന ഒരു പേര്, ഒരു ഐഡന്റിറ്റി I have been given and yeah, that is and NABARD-ന്റെ ഈ ഒരു ഇന്റർവെൻഷന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ is also taken care of. ഇവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് they cannot pledge their property. ഒരിടത്തൊന്നും ലോൺ കിട്ടില്ല. So here there was an SHG linkage loan. അങ്ങനെ കൊടുത്തതാണ് ഇവിടെ നടന്നത്. But the problem is that there is a huge amount of animal attack that is happening in RLM and elephant wall construction. It's everywhere. Yeah, പക്ഷേ എങ്കിലും നമ്മൾ ഇന്ന് പോയിട്ട് നാളെ ചെന്ന് നോക്കുമ്പോൾ ക്രോപ്പ് മുഴുവൻ ഫെയിലിയർ ആയി കിടക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. It is almost all the French lands. Yeah, അവിടെ അത് റീസെറ്റിൽമെന്റ് ഏരിയ ആണ്. അത് ഭയങ്കര ഹെട്രോജീനിയസ് ആണ് കാരണം പല സ്ഥലത്തും. സോ the CRD people told that it was very difficult for them to organize these people into groups. SHG ഒക്കെ ആക്കാൻ. Yeah, okay, I'll stop. I know you wanted to be considerate to us. One sentence. Okay, so final. This was only all the inferences, but I actually wanted to speak on the suggestions also. The only thing that I want to say is that community building, social capital is the best way by which this community can be uplifted. And instead of adopting heterogeneous policies, each hamlet, I think, has its own cultural specifics and social, economic, political, those things circulating there, and that has to be taken care of while implementing the policies. Yeah. Thank you. I think you have taken some 4 minutes and you have given 4 million tons of excess insights, so it is okay. So thank you very much. Now the next we could think of Dr. Prashant. Yeah. Some gender balance, we cannot keep on calling only then we don't. I know the time limitation and yeah, okay. Yeah, yeah, thank you KA for inviting me for this event. What came into my mind when I came here for the program, Kunjaman sir died on December 3rd, and it's been more than 2 weeks. So many obituaries have been written on social media and printed media everywhere.
So everything is largely focused upon his personal experience being in a caste, the kind of hierarchical discrimination he faced. I mean, very less discussion about his, the academic contributions, which I would like to focus upon. I mean, there are many things. One is major is academic. His contribution is subaltern economics, how subaltern economics can be evolved. Another is the so-called the tribal economy, which he was largely empirically worked upon. And then comes knowledge economy, his criticism on Zen and Brace. There are many things are going on. Then whenever we meet him personally also, there are many scolding also comes with you are not doing enough, because we have been meeting him since 2002, since my post-graduation. So the point is that I would like to bang on the tribal research which he had embarked upon and what is its importance at the current period. Because that, whenever comes the marginality exclusion in Kerala, the tribal people come into picture. I'm also working on that particular area since last 20 years. So the point is that there are an area where situation getting much more complicated, and we don't have much data because we don't know on what basis we are always talking whenever we talk about the tribal research and cyber policy initiation. So let me introduce this Kunjaman's work. Actually, he was never discussed anything about the vulnerabilities of the community. Rather, he was talking to the global audience or the academic community that there is an economy existed among the tribal communities. And he divided into two. One is the Travancore tribes and the Malabar tribes. And what really happened to these two communities, and how did the tribal communities in the southern Kerala have got certain kinds of mobilization or a certain kind of a political articulation, certain kinds of rights over the land. And that's how did that happen? Because normally we all know that there was a kind of a favorable policies of the Travancore government. And we know that the Hillman Settlement Act, and it was not there in Wayanad region. That was the major reason. But moreover, he was pointing out that when I quote a new poet, a Malayalam poet called Pradeepan Pampirikkunnu, he said that ഒരു പാമ്പ് എഴഞ്ഞു പോയിട്ടാൽ പാമ്പ് എഴുന്നേറ്റ് നോക്കാൻ പാമ്പിന് കഴിയുന്നുണ്ടെങ്കിൽ അത് പാമ്പിന്റെ കഴിവ് മാത്രമല്ല, ആ പാമ്പിന്റെ താഴെ ഒരു ഭൂമി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാമ്പ് എഴുന്നേറ്റ് നോക്കിയത്. So the important significance of the land is much more pertinent when it comes to the community. Because if we know that we had a number of legislations passed by the central government and state government that is completely decimated by the political class in the system. And later also, I mean, when we had introduced with the Panchayat Raj system, and later in 2006, we have seen a significant landmark legislation passed by the Indian government, which is called the Forest Right Act, which is not implemented in its real spirit in states like Kerala. And we have seen a good examples that happened in Maharashtra, Odisha. These are the places. I'm not going to the details, with Mandalekha and Loyendi. So that is the case one. And then comes, but the point is that I'm making that, the kind of understanding about the Adivasi economy, because there are different kinds of communities, especially the community heterogeneities are very much pertinent, because we have 36 communities here. And everywhere, 36 communities have different kinds of a socio-economic livelihood and standard, where in which not only the PVTGs, we have semi-nomadic communities, because in 2017 we have worked on one semi-nomadic communities called Malay Pandalam in southern Kerala, where they are in a limbo. They are neither PVTGs nor the settled agricultural communities. So in that sense, then in 61, the government has given them land, and that land has become much more complicated now, in a sense that they are neither following the agrarian practices. At the same time, they are solely depend upon the forest economy. And at the same time, as Professor said that, Shivanandan sir said that, there's economy exists among the people, among this tribal community. But then we know that since last 50 years, we don't know what kind of an economic mechanism, what kind of, but point is that we don't have a homogeneous pricing mechanism for the forest producers in Kerala. We still, if you see, I mean, yesterday also I made sure that I went to the state economic survey 2022 and 23. It shows that still following the 1988 forest policy, which is largely talking about
the participatory forest management, which we know that is highly bureaucratic controlled, which tribal doesn't have any role. That's what, these BSS and eco-document development committees were established, and people had to sell their produces there. And in Varachal it is different, in Achenkovil it is different, it is entirely different in Katanagar or Cholanaikan places in Manjiri. And these are the issues are one of the major issues we need to take care of. We need to have a research on that because nobody has worked on it. And then comes the TSP allocation. TSP allocation is always run into trouble when it comes to the local government, because local government, we all know that there are a lot of power mechanism exists there. Local elites have a particular tendency to take over all the decisions. Then comes, we know that now there are money allocated to the department as well as the local institutions, and 1/3 of that fund is being kept by the institutions, by this local government institution for the corpus fund. And this corpus fund at the end of every financial year is being used for the construction of the bridges and the roads, which have no use of the tribal communities. And the problem is that in many cases, the communities have represented, because if you see the settled agricultural communities, there are a large amount of participation. And they have panchayat members in the village, in the panchayats, but still they are unable to argue with the dominant community to get this fund being utilized in their own areas. And at the same time, there is also one more issue is unfolding, especially in hilly areas of Kerala. One is the human-animal incursion. It has its own reasons and its own repercussions these days, because tribals are moving out of their villages, because villages is fiercely becoming uninhabitable. So another problem is that there are community centers are being built up as per the rules and regulations of the FRA, but largely it is being taken over by the local institutions, which is depriving the community. Because we have seen in this Kani community, Malaria community, even Mannan community and Muduga community somewhere in Munnar. These are the issues. People are going to the court for that particular issue because institutions are built upon the community's land, and largely they're later being taken over by the local institutions, and they will lock the institutions and they will take away. These are the ground realities that are going on. And these are the area where we need to have focus, and especially on the state level, at the same time, the research level. Then comes the dropout issue. It's called, the state always like to call it as dropout syndrome. Actually, the blame is on the social group and the community. The point is that in 2020, at the beginning of COVID, we filed an RTA to the Kerala Higher Education Ministry that there was a problem unfolding in Wayanad where qualified students were unable to get admission, especially after the matriculation, after the SSLC, they were not able to get admission in +2. So the report, the RTA report, they were hesitant to give us, but finally we got it with a lot of arguments. So then it said that around more than 20,000 of people, especially these students, were qualified, not in a position to get admissions in these +2 schools. The reality is that if you go a little further to the reality of this particular issue, is that most of these schools are controlled by the private management, and the allocation for the schools for Wayanad, the tribal concentration is much more, is very less. So they are forced to apply in some other districts. The point is that they are not in a position to go there. At the same time, the kind of socio-economic stigma associated with the certain communities and kind of discrimination they face in the school eventually force them to drop out. So at the same time, when it comes to the new generation courses in the colleges, I briefly mentioned that. Courses, what really happened, these are largely these courses. But now there is a struggle going on between the government and the students, because their e-grant issue is very much active now, because people are not getting e-grants properly, especially the students. And many of them have to depend upon the private hostels where the fees have to be paid in advance. In colleges also, everything is system generated issue. System generated fee structure is going on where we have to pay everything in advance. Imagine a Katanaik community girl come to Trivandrum to going through all these hiccups, and eventually she will fail. She is going to drop out. Now, these are the
occupational or entry level barriers which we need to have to look into. Otherwise, normally what we always see that the discussion will largely be on the TSP distribution. If you go to any officer, if you go to any ministry, they that we have given this much money last week. Last week we have given 400 crore. Where the money has gone? The money is going to the fee. And there is now a particular system is evolved in such a way that the institutional fees have to be paid by the government will be given to the student. So the problem is that now the institutions are many of the private institutions have a particular thinking that they are quite exclusionary and they always they don't advertise the seats, the vacant seats properly. They will advertise the seats in a time when the last date is approaching. Then then students are not in a position to apply. So in that case, there is no such mechanism. There is a long demand to address these issues, like appointing a liaison officer to look after between government and the institutions. So these are the area where we have to work on to curb this, dropout syndrome. There are many other things to say, but for the time being, I'm stopping it. Said enough. Thank you very much. I think you highlighted very important points. The forest dependent population, the forest tax, and the institutions are there. But it's not the lack of institutions, the rules, laws, it's there, all there. But now about the implementation, it's not just merely your problem. It's actually a part of the system. The system is in fact like that. If you speak but the intensity of its adverse impact become much more because the capability to withstand is much less for them. And from the state side, one last point. I mean, if academically speak, the granularity of the entire scenario, അതിന്റെ ഒരു ബൃഹത്തായ പ്രശ്നങ്ങളുടെ ഒരു സംവിധാനത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അത് സ്റ്റേറ്റ് ശ്രമിക്കുന്നേ ഇല്ല. In fact, if you just focus on one scheme, one particular area, certain problems come up. But generally, what are the basic things? Some of those things are coming up now in this discussion. I think I have I'm very keen on. I want to ensure that you are not afraid of your lunch. I have great. There are great expectation from Prof. Anitha. So in both ways. Mike, it is a mic. Chairman and other dignitaries. Actually, എനിക്ക് കുഞ്ഞാമൻ സാറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കഴിഞ്ഞ 4 വർഷമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 4 വർഷമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കാര്യവട്ടത്ത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദി 19 മുതലായിരുന്നു ആ ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം സംസാരിക്കുമായിരുന്നെങ്കിലും പിന്നീട് സാറ് മെസ്സേജ് അയക്കും. ഓരോ ആദ്യത്തെ സമയങ്ങളെല്ലാം മെസ്സേജിന്റെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് കീപ്പ് ഇൻ ടച്ച്, സ്റ്റേ ഇൻ ടച്ച് എന്നുള്ള വേർഡ്സിലാണ് സാർ അത് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആ ഇന്ററാക്ഷൻ കണ്ടിന്യൂ ചെയ്തത്. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സാറിന്റെ ഇന്ററാക്ഷൻ വഴി എനിക്ക് കിട്ടിയതും എനിക്കൊരു സജഷനായിട്ട് തോന്നിയതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, സാർ എപ്പോഴും പറയുമായിരുന്നു ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും റീഡിങ്, റൈറ്റിംഗ്, ഈ 2 കേസാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും അത് പറയാനുള്ള കാരണം സാർ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഞാൻ പലപ്പോഴും നാക് വിസിറ്റിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും ക്ലറിക്കൽ വർക്കും ഒക്കെ കണ്ടിട്ടാണ് എപ്പോഴും പറഞ്ഞത് ഇതല്ല ചെയ്യേണ്ടത്, വായിക്കുകയാണ് വേണ്ടത്, എഴുതുകയാണ് വേണ്ടതെന്ന് പറയും. പിന്നീട് അത് കഴിഞ്ഞ് സാറ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയതും നമുക്ക് ഇല്ലാതെ പോയതും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇല്ലാതെ പോയതും നമ്മുടെ ഒരു തിങ്കിങ് കേപ്പബിലിറ്റിയാണ്. ഹൗ ടു തിങ്ക് ഡിഫറൻ്റ്ലി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയിലോ അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും. അത് പലപ്പോഴും എനിക്ക് തോന്നിയത് നമ്മളിപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ അല്ലെങ്കിൽ വിമൻ റിലേറ്റഡ് ഇഷ്യൂസ് പറയുമ്പം നമ്മൾ ആ പറയുന്ന ഇഷ്യൂവിനെ ഒരു പർട്ടിക്കുലർ ഡയമെൻഷനിൽ നമ്മൾ കാണാൻ ശ്രമിക്കും ചിലപ്പം. പക്ഷെ സാർ അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ പലപ്പോഴും അത് കേൾക്കുമ്പം ഓക്കെ ഇത് കാസ്റ്റ് ബേസ്ഡ് എക്സ്ക്ലൂഷൻ ആണ് അല്ലെങ്കിൽ ജെൻഡർ വൈസ്ഡ് എക്സ്ക്ലൂഷൻ ആണെന്ന് പറയുമ്പോൾ സാർ പറയും ആ ഒരു പർട്ടിക്കുലർ കേസിൽ സാർ പറയും അതല്ല,
അപ്പുറത്തെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചായിരിക്കും സാറ് അതിനൊരു പ്രത്യേക ഐഡിയോളജി അല്ലെങ്കിൽ ഒരു തിയറിയുടെ ബേസിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അത് പലപ്പോഴും ചിന്തിക്കും ഇത് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പം അത് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ കൺവെൻഷനലി പറയുമെങ്കിലും ആ ഒരു ഇന്റലക്ച്വൽ ഓർഗാനിക് ഇന്റലക്ച്വൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് തന്നെയാണ്. അത് നമുക്ക് പലപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കേണ്ടതായിട്ട് വരും. അടുത്ത ഒരു കേസ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ നമ്മൾ KE ഒക്കെ ഇൻവോൾവ് ചെയ്തതാണ് പല സമയത്തും. അപ്പൊ സിലബസ് റിവിഷനിലും നമ്മൾക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു പേപ്പർ ഉണ്ട് ഈവൻ ഡിഗ്രിക്കൊക്കെ. പക്ഷെ അതിൽ എത്രത്തോളം ഈ പ്രോസസ്സ് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഒരുപക്ഷെ നമുക്കത് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ടച്ച് ചെയ്യുന്നില്ല. ഇപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ഇഷ്യൂസ് പറയുമ്പം നമ്മളിപ്പോഴും നമ്മളുടെ അലോക്കേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റിലും അല്ലെങ്കിൽ ഫിനാൻസിലും ഒക്കെ നമുക്ക് കാണാതെ പോകുന്ന ഒരു കേസ് എന്ന് പറയുന്നത് 2018 നമ്മൾ ഫ്ലഡ് ഫേസ് ചെയ്തു കേരള എക്കോണമി. 2019 അഗെയിൻ ഫ്ലഡ് ഫേസ് ചെയ്തു. അതിനു മുമ്പ് ഓഖി വന്നു. അപ്പൊ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ലാസ്റ്റ് 200 ഇയേഴ്സിൽ സെക്കൻഡ് ഹയസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് വന്ന ഒരു ഇയർ ആയിരുന്നു 2020. അതിന്റെ തന്നെ ഇമ്പാക്റ്റും എഫക്ട്സും ഒക്കെ ഇന്ത്യയും കേരളവും ഒക്കെ ഫേസ് ചെയ്തു. ഏഷ്യൻ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ കേരള ഫസ്റ്റ് ഹയസ്റ്റ് കൺട്രി ആയിട്ട് വരും. ഇന്ത്യ ഫസ്റ്റ് ഹയസ്റ്റ് കൺട്രീസിൽ വരുന്നതാണ്. കേരളത്തിന്റെയും അതിന്റെ എഫക്ട്സ് നമ്മൾ വിസിബിൾ ആണ്, നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റോ മറ്റു തരത്തിലുള്ള ഈവൻ നമുക്ക് ജെൻഡർ ബഡ്ജറ്റിംഗ് കമ്പോണന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന എലിമെന്റ്സ് ഒക്കെ തന്നെ വളരെ കുറവാണ്. അപ്പം ഇത് എന്തുകൊണ്ട് പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ കേസിൽ വരുന്ന അലോക്കേഷനിൽ ക്ലൈമറ്റ് ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ പോളിസീസിൽ ഒന്നും തന്നെ അലോക്കേഷൻ നടക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റ പറഞ്ഞേക്കുന്നു നമ്മൾ 2020 ഈ ഫേസ് ചെയ്തതെല്ലാം തന്നെ വേൾഡിൽ ഗ്ലോബലി 0.8% ഇമ്പാക്ട് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും ഫേസ് ചെയ്തത്. 2070 ഇത് പ്രൊജക്ട് ചെയ്തത് ഇപ്പോഴത്തെ 0.8% എന്നുള്ളത് 19% നമ്മൾ പോകും. അതുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലും IPCC എല്ലാം തന്നെ നമ്മൾ ക്ലൈമറ്റ് ആക്ഷൻ, ക്ലൈമറ്റ് ഫിനാൻസ്, ക്ലൈമറ്റ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് ഓൾറെഡി എടുത്തിരിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഏത് പാൻഡമിക് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് വരുമ്പം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റീസിനെ സിവിയർലി അഫക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് എല്ലാം തന്നെ സീരിയസ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഇവിടെ സാറ് പറഞ്ഞ 1-2 കേസുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ റിസോഴ്സ് റൈറ്റിന്റെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ 2018 ഫണ്ട് കോമ്പൻസേഷൻ കൊടുത്തപ്പോൾ നമ്മൾ ഫേസ് ചെയ്തതാണ്. പല ലാൻഡ് ഇല്ലാത്ത ആൾക്കാർക്കും കോമ്പൻസേഷൻ കിട്ടിയില്ല. ലൈഫ് സ്റ്റോക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ കേസ് വരെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ എപ്പോഴും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് പലപ്പോഴും ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആ പ്രോസസ്സിൽ പലപ്പോഴും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. രണ്ടാമത്തെ കേസ് നമ്മൾ പറയുന്ന പോളിസീസ് അല്ലെങ്കിൽ നമ്മുടെ തിയറിറ്റിക്കൽ ഇപ്പോൾ സാറിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച്, കുഞ്ഞാമൻ സാറിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് പൊളിറ്റിക്കൽ എക്കോണമി ക്യാപിറ്റലിസം ഈ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇക്കോളജി ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എക്കോണമി ഈസ് എംബഡഡ് ഇൻ ദ സൊസൈറ്റി ആൻഡ് സൊസൈറ്റീസ് ബോത്ത് സൊസൈറ്റി ആൻഡ് എക്കോണമി ആർ കൺട്രോൾഡ് ത്രൂ ദ എൻവയോൺമെന്റ് എന്നാണ്. അപ്പം പൊളിറ്റിക്കൽ ക്യാപിറ്റലിസവും എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഹോൾ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് സൊസൈറ്റിയുടെ ഹോൾ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷെ ഇതിന് കംപ്ലീറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന എൻവയോൺമെന്റ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എൻവയോൺമെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഒരു ലോങ് റണ്ണിൽ ക്ലൈമറ്റ് ചേഞ്ച് പ്രോസസ് ഇങ്ങനെ പോകുമ്പോൾ ഈ ഹോൾ സിസ്റ്റത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ഈ ക്യാപിറ്റലിസ്റ്റ് സ്ട്രക്ചറിൽ പോവുകയാണെങ്കിൽ ഇതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ ആ ഒരു സെൻസിൽ ഞാൻ വളരെ ചുരുക്കി പറയുന്നത് നമ്മൾ വാട്ടർ സാനിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പോണൻസ് കാണുന്നുണ്ട്, ജെൻഡർ കമ്പോണൻസ് കാണുന്നുണ്ട്. പക്ഷെ ഈ ജെൻഡർ കമ്പോണൻസും വാട്ടർ സാനിറ്റേഷൻ ഒക്കെ നമുക്ക് ഇൻഡയറക്ട്ലി ഓക്കെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എന്ന് നമുക്ക് പറയാം, ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയാം. പക്ഷെ നമുക്കൊരു സ്പെസിഫിക് പോളിസീസോ പ്രോഗ്രാംസോ അല്ലെങ്കിൽ അത് തരത്തിലുള്ള ഒരു അനാലിസിസോ ഈ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ ലെവലിലേക്ക് ഒരു ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് ഹംബിൾ സജഷനോട് നിർത്തും. താങ്ക് യു. Very nice inside. Oh, I'm sorry. Yeah, I thought there's some light here. I am looking at that. That's right.
Yeah, this is, yeah. Very, very interesting insights. Thank you very much. Now, I think we were even talking about exclusion and other things. You know, we are totally successfully excluding people who are online. I can see, okay. We are sorry about that. I hope our esteemed online participants are hearing that. Would anyone would like to, anyone would like to join? Anyone? Yeah. Hello. Hello. Christabell, I can see Professor Matthew Kurian, Ramal Roy, there are so many others. Yeah. Hello. Christabell, are you able to hear Professor Matthew Kurian? Hello. Professor Matthew Kurian, are you able to hear? Christabell, are you able to hear? Okay, I think, yeah, now let us, by the time they get ready, let us, I think we have Professor Mohanakumar here. I think, I'm sure, I know that he is he has been very close to Professor Kunjaman, sir. And now you all may be knowing that Professor Mohanakumar has had a very long innings in IDS Jaipur. And of late, he has taken Center for Public Policy Institute in Trivandrum. Yes, thank you, Joseph. You are very good friend of mine. No, I'm not taking much time. No, I came to listen to you people, but I know. See, എനിക്ക് കുഞ്ഞാമൻ സാറുമായിട്ടുള്ള വളരെ വ്യക്തിപരമായ ബന്ധം ഞാൻ കിളിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ SC/ST കോഴ്സ് കുഞ്ഞാമൻ സാറിനെ സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞാമൻ സാറ് പഠിപ്പിക്കാൻ വളരെ അൺഅസ്യൂമിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ക്ലാസ് തുടങ്ങുമ്പോൾ കുഞ്ഞാമൻ സാറ് പറയുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഞാൻ രാവിലെ ഇവിടുന്ന് തിരിക്കുള്ളൂ, എനിക്ക് അന്ന് തന്നെ തിരിച്ച് വൈകുന്നേരം വരുന്നത്. അന്ന് കുഞ്ഞാമൻ സാറിൻ്റെ മകളുണ്ട്, മകളുടെ കൂടെ എനിക്ക് അദ്ദേഹത്തിന് രാത്രി മകളെ വിട്ടിട്ട് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എടുക്കാൻ വരുമ്പോൾ കുഞ്ഞാമൻ സാർ ആദ്യം ഈ പഞ്ചായത്ത് മെമ്പർമാരുടെയും പ്രസിഡന്റുമാരുടെയും ഒക്കെ പറയുന്നത്, ഞാൻ കഴിച്ച ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നന്നായി ഉറക്കം വരാൻ സാധ്യതയുണ്ട്, എല്ലാവരും ഉറങ്ങുക, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം, ഉണരുന്നപ്പോൾ ഞാൻ പറയുന്നതെങ്കിലും കേൾക്കണമെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇത് എല്ലാവർക്കും ഇത് വളരെ സന്തോഷത്തോടെ എടുക്കും. കുഞ്ഞാമൻ സാർ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഈ സാമ്പത്തിക ശാസ്ത്രം വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന ഈ പാരറ്റോ ഓപ്റ്റിമത്തിന് ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ പറയും, സാമ്പത്തിക ശാസ്ത്രം മുഴുവനും കള്ളന്മാരുടെ ശാസ്ത്രമാണ്, അതാണ് എന്നെ പഠിപ്പിക്കാൻ വിളിച്ചത്. അതിൽ പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തിൽ ഒരാളുടെ സന്തോഷത്തിൽ ഒരു കുറവും വരാതെ മറ്റൊരാളുടെ സന്തോഷം കൂട്ടാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു എതിർക്കണം? ഇതാണ് സാമ്പത്തിക ശാസ്ത്രം മുഴുവൻ പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും. ഇത് വളരെ ലളിതമായി ആളുകളോട് പറഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു അസസ്മെന്റ് എടുക്കും ഈ അധ്യാപകരുടെ. കുഞ്ഞാമൻ സാറിന്റെ ക്ലാസ് മാത്രം മതി എന്നാണ് പിന്നെ എല്ലാ പാർട്ടിസിപ്പൻസും പറയും. അതേ ആ രീതിയിൽ വളരെ അൺഅസ്യൂമിങ് ആയിട്ട് ഈ സ്റ്റുഡൻസുമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റുള്ളവരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. ഈ SC/ST വിഭാഗത്തെ കുറിച്ച് അടുത്ത കാലത്ത് ശ്രീ ജോസഫൈനുമായിട്ട് ഞങ്ങളൊരു പല റൗണ്ട് ഡിസ്കഷൻ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2013 ഡേറ്റ ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിന്റെ സ്പേസിൽ നിന്ന് എടുത്തിട്ട് അനലൈസ് ചെയ്തു. ഈ ടോട്ടൽ ഔട്ട്ലേയും എക്സ്പെൻഡിച്ചറുമായിട്ടുള്ള റിലേഷനാണ് SC/ST പ്ലാൻ ഔട്ട്ലേയിൽ നമ്മൾ നോക്കിയത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ കേരളത്തിനകത്ത് തന്നെ ഒരു കോറും there is a periphery. Corum periphery means, see, look at either Wayanad or Idiki. Number of hospital beds per 1,000 population. Wayanad and Idiki, it is certain extent on Palakkad, is on the lower side. We have never addressed. Number of doctors per 1,000 population, still they are on the lower side. And look at number of university headquarters housed in
either Wayanad or Idiki. Except that veterinary university, there is no other university headquarters where Trivandrum has two headquarters, Technical University and Kerala University. So look at, this is something which we have to really look into, and it forces us to say that the deprivation and discrimination that the scheduled caste and scheduled tribe population face in the state and everywhere is systemic. To a certain extent, it is state managed. Number of Pakka roads per square kilometer, either in Wayanad or in Idiki, it is on the lower side. It has been happening for a long time. And in our economic review, if you read or the Kerala Development Report, we always, is appreciative about ourselves that Kerala is a very few state where the state allocation for ACs and STs are marginally higher than their population. But we have to understand that these people have to have a double jump when we jump once. For that, it has to be more than double to their population ratio. It marginally higher will not help them there. And very recently we have, it is not very recently, we have done a study, comparative study of MG Narega in Rajasthan and Kerala. And see, the വയനാട്ടിലെ ആദിവാസികൾ നേരിടുന്ന ഒരു പ്രശ്നം, അവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാൽ 331 രൂപ കിട്ടുമ്പോൾ അവര് അല്ലാതെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് 200 രൂപ കിട്ടുള്ളൂ. But they still want to go for coffee plucking and other things because they need the money in the evening in their hand to buy their provisions. ഈ വയനാട്ടിലെ ഗ്രാമങ്ങളിൽ തന്നെ വർഷങ്ങളോളം ജീവിക്കുന്ന ആദിവാസികൾക്ക് അവിടുത്തെ സാധാരണ കടക്കാര് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാൽ അവർക്ക് വൈകുന്നേരം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞോ പൈസ കിട്ടൂ. ഇവർക്ക് വൈകുന്നേരം പൈസ കിട്ടിയില്ലെങ്കിൽ അവർക്ക് വൈകുന്നേരം അരിയും സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകാൻ പറ്റില്ല. ഈ കടക്കാർ ഇവർക്ക് കടം കൊടുക്കാനും തയ്യാറ്, ഈവൻ ഫോർ എ ഡേ. സോ ഇവർ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഇവർ വിട്ടു നിൽക്കാൻ ബാധ്യസ്ഥരാകും. ഇത് രാജസ്ഥാനിലില്ല. രാജസ്ഥാനിൽ അവിടെ ഇപ്പം ദുംഗപ്പൂർ എന്ന് പറയുന്ന ആദിവാസി ജില്ല എടുത്താൽ അവിടെ ആദിവാസികൾ മാത്രമേ ഉള്ളൂ. അവിടെ 100 ദിവസം തൊഴിൽ കൊടുക്കണമെങ്കിൽ കൊടുത്തേ പറ്റൂ, നിർബന്ധമാണ്. ആ തൊഴിലവസരങ്ങൾ ഇവർക്ക് തന്നെ കിട്ടും. പക്ഷെ ഇവിടെ നമ്മളുടെ ഈ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം പേരും they are either general or OBC. And very few Adivasi people complete 100 days of employment under Narega, which they think they are unable to do. We never address this issue. ഇത് ഈ agrarian crisis in the ഭാഗമായി very recently there has been a trend emerging that it is not farmers who are committing suicide, it is agricultural laborers. Who are the agricultural laborers? ഈ ആദിവാസി കമ്മ്യൂണിറ്റിക്ക് അവരുടെ കാർഷിക മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ they are leasing in wetland. ഇവര് വയൽ പാട്ടത്തിനെടുത്തിട്ട് ആ വയൽ കൃഷി ചെയ്ത് വാഴ നട്ടു. ഈ വാഴ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടും അല്ലാതെയും കൃഷി നശിക്കുന്നു, ഇഞ്ചിക്ക് വില കിട്ടാതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ they accumulate debt and commit suicide. So the farmer suicide has changed from farmer suicide to agricultural laborer suicide. They were the laborers, now they are tenants. ഈ കർഷക തൊഴിലാളികളാണെന്ന് ലേറ്റസ്റ്റ് ക്രൈം ബ്യൂറോ റെക്കോർഡ്സിൽ കർഷക തൊഴിലാളികളുടെ suicides number of suicides are increasing. It is not catching the attention of the media, and that is one thing. So I'm closing it here. Thank you very much for giving the opportunity to speak. Hello. Yeah. Hello. Yeah, Professor Matikuran, just hold on. We will call you. Yeah, thank you, Professor Mohanakumar, for highlighting those often not highlighted issues. Very important. Yeah. ആദ്യമായിട്ട് ഈ സംഘാടകരോടുള്ള നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇത്രയും ഒരു പ്രധാനപ്പെട്ട വിഷയം അതിന്റെ പശ്ചാത്തലമായിട്ടുള്ള ഡോക്ടർ കുഞ്ഞാമൻ സാറിന്റെ ഈ സ്മരണയെ നിലനിർത്തത്തക്ക രീതിയിൽ അതിൽ എന്നെ കൂടി പങ്കെടുപ്പിച്ചുള്ള നന്ദി വീണ്ടും ഞാൻ അറിയിക്കുന്നു. ഞാൻ ഇവിടെ നടന്ന പണ്ഡിതമായിട്ടുള്ള പഠനങ്ങളുടെ അകത്തേക്ക് ഒന്നും ഇപ്പം പോകുന്നില്ല. എനിക്കറിയാം വളരെ സമയം കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞാമൻ സാറുമായിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ടച്ച് മാത്രം ഒന്നും ഒരു നിമിഷം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ
ഇളയ മകള് മരിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു എൻ്റെ ആദ്യത്തെ PhD സ്കോളറിന്റെ വൈവ നടന്നത്. അന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാമൻ സാറായിരുന്നു അതിന്റെ വൈവ നടത്തിപ്പിനായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്നത്. ഇന്നത്തെ പോലുള്ള ഓപ്പൺ വൈവ ആയിരുന്നില്ല, അന്ന് പേഴ്സണൽ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം തലേ ദിവസം വന്നു. അപ്പൊ ഞാൻ പ്രധാനമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്ന ഒരു രംഗം, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ ഒരു സന്ദർഭമാണ്. അപ്പൊ ഞാനത് ഇവിടെ ആരും സ്പർശിക്കാത്ത ഒരു കാര്യം അതിൽ പറയാം. സച്ച് എ ഹ്യൂമൻ പേഴ്സൺ, ആ ഒരു മനുഷ്യൻ എന്നുള്ള അത് അന്ന് എന്നെ സ്പർശിച്ചിട്ടുള്ളത് ഇന്നുമുണ്ട്, എൻ്റെ മരണം വരെയും അത് ഉണ്ടായിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചിന്തകളും അഭിപ്രായങ്ങളെ കുറിച്ച് വെച്ച് ഞാൻ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഇവിടെയും അത് വേണ്ട രീതിയിൽ സ്പർശിക്കപ്പെട്ടു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഈ ട്രൈബൽ നോളജും അതുപോലെ തന്നെ സോഷ്യൽ റിസോഴ്സസും. അപ്പൊ ഈ ട്രൈബൽ നോളജ് എങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് ഈ COP28 നടന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ട്രൈബൽ നോളജ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം ഒരു ഓൾട്ടർനേറ്റീവിന് വേണ്ടി, മോഡേണിസത്തിന് ഓൾട്ടർനേറ്റീവിന് വേണ്ടി ഒരു ട്രൈബൽ നോളജ് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് അദ്ദേഹത്തോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെനിക്ക് ഉചിതമായിട്ടില്ല. അദ്ദേഹം എപ്പോഴും ഒരു മോഡേണിസത്തിൽ കൂടി തന്നെ കൗണ്ടർ നേടണം എന്ന് അഡമൻ്റായിട്ട് എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ എൻ്റെ അറിവിൻ്റെ പോരായ്മയായിരിക്കാം. ഏതായാലും കുഞ്ഞാമൻ സാറിൻ്റെ ചിന്തകളെ നമുക്ക് കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടൊരു സന്ദർഭമാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും സാഹചര്യം. ഈ കേരള എക്കണോമിക് അസോസിയേഷൻ എടുത്ത ഈ ചൂട് വയ്പ് വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അദ്ദേഹത്തിന്റെ സ്മരണ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കോഴ്സ് അങ്ങനെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഒരു പ്രൈസ് ഉണ്ടായിരുന്നു, ഏറ്റവും ബ്രീഫായിട്ട് പറയുന്നതാണ്. അത് സാറിനാ കിട്ടാൻ പോകുന്നു തോന്നുന്നു കേട്ടോ. കാരണം ആ പ്രൈസ് ഉള്ളതായി സാർ അറിഞ്ഞില്ല, അതുകൊണ്ടാ. താങ്ക് യു. Professor Christabell, are you online? Yes, sir. I think, yeah. Now the floor is open for anyone online. I think, I think people are very punctual because very important. 1 o'clock. There is someone? Yeah, there is some problem with the mic. Can I start, sir? Oh, very much. Yeah, we have been waiting for you for such a long time. You have to pay for us for waiting time. Really, there was a problem, technical problem. I was unable to unmute myself. That's why I'm sorry for that. Program. Thank you for this wonderful opportunity. I'm so sorry that I couldn't make it offline because I'm a bit sick for today. Actually, when it comes to Professor Kunjaman, sir, he is my teacher from 1996. I did my PhD under his guidance from 1999 to 2004. So I had a very great opportunity, and I'm very fortunate enough to be very close to sir in many ways, especially intellectually and also personally. So while especially after coming back from TS, he used to be very close with us, especially some of his students, and we used to be with him, and we used to spend some time with him. So at that time also he shared a lot of thoughts. He shared a lot of new ideas, which he's trying to speak out in some lectures or something like that. So we usually get a lot of insights from him personally, from his mouth itself in the later days. So when we discussed the downside of Kerala model of development, as we all know that the Kerala model of development is facing a lot of challenges, including the growth challenges, socio-economic challenges, human development challenges, environmental related challenges. So that kind of things we have been discussing for the last 2-3 hours.
Still, as far as looking from the point of view of Professor Kunjaman, I like to make some quotations which he tried to make, especially from the point of view of exclusion. So he was always concerned about the exclusion. It is not only the social exclusion, but also the economic exclusion. And later he started talking about the digital exclusion also. So what he is trying to say is that it is about the resource haves and resource have-nots. And there is a kind of division, and also the power is killing the creativity, and always he is arguing for, he has been arguing for the freedom which the underclass, he usually try to name as underclass rather than marginalized or something like that. So the freedom actually helped the underclass to promote the creativity. So as long as the freedom is concerned and the empowerment is concerned, he always says that the instrumental role is with the property that a lot of people have already mentioned. Still, I would like to quote a sentence in one of the lectures or the in the book which I have published, that is property redeems, property entitles, it enriches and it empowers. So the redemptive unquote. So this is what he tries to always upheld when the underclass of any society, including the societies which are there in Kerala, who are socially excluded, socially marginalized, or digitally marginalized, or digitally excluded, they need to have that kind of property rights, because that kind of exclusion is actually the continuation of the historical experience of marginalization and exclusion. So always he has a critical mind towards how to define poverty and who the poor are. So in his presentations, in his lectures, he usually give a note that there is a necessity to approach the poor in a nuanced manner, and he tries to advance there are some categories in poor while defining the poverty. So the first is the resigned poor. They are resigned to their situation without hope or expectation of coming out of situation they are entrapped in. Some other type of poor, they are called the disturbed poor. And the last two sections or the types of poor, they are the aspirational poor and entrepreneurial poor. So he always give more attention to the last two types of poor, that is the aspirational and entrepreneurial poor. So he always say that the people who are not wealthy, they are not doing any hard work. But he's not for that, because he says that poor do a lot of hard work, but they need to do creative work, productive work, and not the hard work. So for that, the system has to change in tune with the creative work and productive work rather than hard work, so that the poor can be uplifted, and there is a political economy structural change is needed in order to uplift the marginalized which are there in the society. So that is true in the case of Kerala economy also. So in the last days, he used to write a lot. He used to read a lot. So he usually asks me to take books for him. So some 40-50 books I collected and has given to him. So he's reading, and what Professor Anitha was rightly told. The most important responsibility of an academician is to read and write. And he was a huge fan of Krishnamurti also. And he used to quote an interesting quotation by Krishnamurti, that is, truth is a pathless land. So I hope we all can follow that land, and we can do better for the policy and other things which are related to Kerala economy. Thank you for this opportunity. I heard that you were a student. We were a bit apprehensive because you could go on and on and on, but you were so nice. You were very helpful and very pertinent points you raised. Thank you very much.
we would like to know from anybody online would like to share their reflections on the question that we are deliberating on. Anyone are over there? Yeah, I think we often tend to forget people nearer to you. That's the problem. The floor is now open here. Hmm? No, that he's the most privileged. Yeah. Okay. Now I think So she was talking. Christabell ma'am was talking about digital divide. I want to make a right. comment on that. You would like, please. No, these are not. No final word is said here. Yeah. So it can always. See, ma'am, you raised a concern about the digital divide, that is especially among the tribals. But the government could do much in this respect, ma'am, because we had 1,284 villages that lacked connectivity, and we could provide connectivity to 1,083 tribal villages last year, because the pandemic, the settlements. Yeah, there was connectivity issue there, and the problem was solved. Connectivity is also. And also when we went for digital learning, when pandemic was affected, we could go much further in that. So Correct. digital divide is not a concern now. Not a concern now. No. That will be heroic to say that. No, sir. Okay, We are providing. I wish that is the way. No, the I hope- tribals. I wish you are right. No. Now it's not. Even in Indamalakudi, we Really? could bring connectivity. Very good. Last year. Very good. Very Yeah. Phones also. enough. Without Because anyway, the social the thing was there, intervention. I think you are very passionate about And that. the panchayats were also helping the children. No, there is a system there. Now that we have to look into, but the I think I think if there is no digital divide among the tribals in India, you will be eligible for ITU award. Sir, You we should- must you should also report this talk thing to about ITU. the You will be eligible for a global ITU award. I'm sure. Sir, community study centers were established in so many colonies. There we provide internet facilities also. We are gradually improving. Okay. Yeah. Digital divide. Yeah. Okay, fine. I think that's Yeah. fine. I think, and I also appreciate, being from the planning board, Yeah. and you hold by what you do and you want to do. Yes, sir. That's very important. I think that passion is that drives all of us. Thank you for coming forward. At least some discussion happened. Otherwise, I think let us invite Professor Godwin. Anitha would like to. Yeah, Anitha normal. അല്ല ഇന്ന് അവസാനമാവാന്ന് വിചാരിച്ചാണ്. കാരണം കുഞ്ഞാമൻ സാറിനെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുന്നത് October 16 ഞങ്ങള് നമ്മുടെ പ്രൊഫസർ മൈക്കിൾ തെരുവൻ സാറിന്റെ ഒരു ആദരിപ്പ് ചടങ്ങുണ്ടായിരുന്നു KCHR. അപ്പോ ഞാനും പ്രൊഫസറും ഒക്കെ പോയിരുന്നുണ്ടായിരുന്നു. അപ്പോ ശരിക്കും സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രസംഗമൊക്കെ അന്ന് നടത്തിയതാണ്. വളരെ ആക്റ്റീവായിട്ടും കേരളത്തിന്റെ ആ ഒരു വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് വളരെ ഗഹനമായ ഒരു ചർച്ചയൊക്കെ നടത്തിയതാണ്. അപ്പോ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ അദ്ദേഹം അതിലൂടെ കടന്നു പോകുന്ന. അപ്പൊ ഇന്ന് ഇവിടെ കേട്ട ഈ ചർച്ചയിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു പെയിനാണ്. കാരണം ആ ഒരു അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാഴ്ചപ്പാട്, കാരണം കുഞ്ഞാമൻ സാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആഗ്രഹിച്ചിരുന്നത് സോഷ്യൽ ജസ്റ്റിസിനും ഇക്വാലിറ്റിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം അംബേദ്കറിനെ കാണുന്നതും അല്ലെങ്കിൽ നെഹ്റുവിനെ കാണുന്നതും അല്ലെങ്കിൽ ഗാന്ധിജിയെ കാണുന്നതും കമ്മ്യൂണിസത്തിനെ കാണുന്നതും എല്ലാത്തിനെയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉള്ള ഒരു വിയോജിപ്പുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് ഒരു പാത്ത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനോട് നീതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു വികസന കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എന്തുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഇത്രയും ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായി, അപ്പോ അവർക്ക് ശരിക്കും ഈ പവറിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് റിലീജിയസ് പവർ അത് ഈ കമ്മ്യൂണിറ്റിക്ക് ഇല്ല. അത് റിലിജിയൻ ഉണ്ട്, അവര് വർഷിപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ റിലീജിയസ് പവർ ഇല്ല. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ പവർ, വോട്ടിംഗ് പവർ ഉണ്ട്, പക്ഷെ ആ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കാനുള്ള പവർ എന്തുമാത്രം കിട്ടിയിട്ടുണ്ട്, അത് വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന്റെ എൻറിച്ച്മെന്റ് വേണമെങ്കിൽ ഓണർഷിപ്പ്, അത് പ്രോപ്പർട്ടി റൈറ്റ്, അതും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്രോപ്പർട്ടി റൈറ്റ്
എല്ലാവർക്കും ഒരുപോലെ കിട്ടണം, UN വരെ ഏറ്റെടുക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ ഞാൻ കേട്ടതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ആൻട്രപ്രണർഷിപ്പ് അത് വേണം. അതുപോലെ നോളജിലൂടെ തന്നെ അത് നോളജ് പവർ ആണെന്നുള്ളത്. ഇപ്പൊ അമർത്യാസൻ പറഞ്ഞ നോളജ് ആസ് പവർ എന്ന് പറയുന്ന അദ്ദേഹം മാറ്റിയിട്ട് നോളജ് ഈസ് പവർ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പം അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോളജ് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ? നമ്മുടെ മൊബൈലും ഇന്റർനെറ്റും മാഡം പറഞ്ഞ പോലെ ഡിജിറ്റൽ ഡിവൈഡ് ഒക്കെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടും ആ ഒരു ഡിവൈഡ് മാറിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഞാൻ ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി മാത്രമല്ല പറയുന്നത്, പക്ഷെ അവർക്ക് ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മിനിസ്റ്റർ തന്നെ ഈ ഇടയ്ക്ക്, അതായത് ദേവസ്വം മിനിസ്റ്റർ ഒരു പിന്നെ ഉദ്ഘാടനത്തിന് പോയപ്പം അദ്ദേഹത്തിനെ മാറ്റി നിർത്തി എന്നുള്ള ഒരു, ഞാൻ ഇൻസിഡന്റ് പറയുന്നില്ല, അങ്ങനെ ഉണ്ടായി. അതായത് നമ്മുടെ കേരളീയരുടെ ഒരു മൈൻഡ് സെറ്റ് ഇതുവരെയും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അത് മാറിയാൽ മാത്രമേ അതിന് സൊസൈറ്റിയും സിവിൽ സൊസൈറ്റി പക്ഷെ ഒത്തിരി സെക്കുലർ ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ആയാലും ശരി, പൊളിറ്റിക്കൽ പവർ കൈയാളുന്ന ആൾക്കാരായാലും ശരി, സൊസൈറ്റി ആയാലും ശരി, ഈ ഒരു എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾക്ക് ഒരുപാട് എതിർ എന്നുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ KEയുടെ തന്നെയും ഒരു മാൻഡേറ്റ് അതായിരിക്കണം, ഗിഫ്റ്റും അതിനോടൊപ്പം ചേരും എന്നുള്ളത് ഞാനിവിടെ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒരു വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. I would say, some of the points which was left out, you have highlighted. Thank you very much. President will have the last word. And then I think I will give to him. I think, would you like to anyone? Godwin, can you? Godwin said, he said the order of thanks and combine both. Yeah, that's right. Okay, then I'll. Yeah, please, yeah. സമീപനം മാത്രം പറഞ്ഞുകൊണ്ട്, അതായത് കുഞ്ഞാമൻ സാറിൻ്റെ ജീവിതവും മരണവും നൽകിയ സന്ദേശം, അതിനോട് നീതി പുലർത്താൻ വേണ്ടി KEA എന്ന് പറയുമ്പോൾ KEയിൽ അംഗങ്ങളായിട്ടുള്ള ഒരുപാട് പേര് സാറിൻ്റെ സ്റ്റുഡൻസാണ്. സോഷ്യൽ സയൻസസിലുള്ള ഒരുപാട് ആൾക്കാർ വിവിധ സർവകലാശാലകളിൽ സാർ നേരിട്ട് പഠിപ്പിച്ചിട്ടുള്ളവരും അല്ലാതെയുള്ളവരും ഒക്കെ സാറിനോട് വലിയ സൗഹൃദം പുലർത്തുന്നവരായിട്ടുണ്ട്. അപ്പോൾ KEക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ചുമതല ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ അത് കണക്കാക്കി ആണ് പിന്നെ നമ്മളിപ്പോൾ തുടങ്ങി വെച്ച ചർച്ച അതിനെ കുറച്ചുകൂടെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ KE ഏറ്റെടുക്കും. പക്ഷെ എന്ന് പറയുമ്പോൾ KE ഏറ്റെടുക്കുന്ന പറയുമ്പോൾ KE തന്നെ എല്ലാ ഗവേഷണവും ഏറ്റെടുക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, സർവകലാശാലകളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ വളരെ പ്രധാനപ്പെട്ട 3-4 പഠനങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. അതിനെ തുടർന്നുള്ള പഠനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് KE താല്പര്യമെടുക്കും. KEയുടെ തന്നെ ഒരു പഠനം, ഒരു ടീം ഉണ്ടാക്കി നമുക്ക് ഏറ്റെടുക്കണം. ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ശ്രീ രാധാകൃഷ്ണനോട് സംസാരിക്കാനിടയായി. അപ്പം അദ്ദേഹത്തിന് വളരെ തുറന്ന മനസ്സാണുള്ളത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് ആസൂത്രണ ബോർഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇത്തരം പഠനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അപ്പോൾ അവിടെ പക്ഷേ ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കീംസിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളിൽ നിന്ന് അപ്പുറമാണ് കാര്യങ്ങൾ. അത് നമ്മുടെ ലാൻഡ് റിഫോംസിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങുന്നതാണ്. കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ, കൾച്ചറൽ റൂട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ അതേസമയം നമ്മുടെ പോളിസീസിൻ്റെ വലിയ പ്രശ്നങ്ങൾ, നമ്മുടെ സ്കീമുകളുടെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ ലോക്കൽ ഗവൺമെൻറ്റ്സിന് കൂടുതൽ പൈസ, ഇതിൽ 2 അഭിപ്രായമുണ്ട്. SCP TSP ഫണ്ട് ലോക്കൽ ഗവൺമെൻറ്റ്സിന് ഇപ്പോൾ കൊടുക്കുന്ന പ്രപ്പോർഷൻ കൂടുതലാണെന്നുള്ള വ്യക്തിപരമായിട്ട് അഭിപ്രായം എനിക്കുള്ളത്. കുറേയധികം ആൾക്കാർ ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇനിയും ഫണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടെല്ലാം ചെറിയ ആയിരക്കണക്കിന് സ്കീമുകളായിട്ട് പോവുകയാണ്. അപ്പം ലോക്കൽ ഗവൺമെൻറ്റ്സിന് കൊടുക്കുന്ന സ്കീം എന്ന് പറയുമ്പം ആയിരക്കണക്കിന് പഞ്ചായത്തുകൾ, 100 കണക്കിന് മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും. അപ്പോൾ ഈ വളരെ ചെറിയ സ്കീമുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് അഗ്രിഗേറ്റായിട്ട് ഈ രംഗത്ത് കേന്ദ്രീകരിച്ച് ചെയ്യാനുള്ള സ്കെയിലുള്ള ആക്ടിവിറ്റീസ് എടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലുള്ള വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ
ഈ മേഖലയിലെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ നമ്മൾ ഈ പൊതുസമൂഹം ആ തരത്തിലൊരു ഒരു ഒരു ഗൗരവത്തോട് കണ്ടുള്ള ഡിസ്കഷൻ നടക്കുന്നില്ല. അപ്പം ആ ഡിസ്കഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇഷ്യൂസിനെ നമ്മൾ ധൈര്യപൂർവ്വം ത്രോ അപ്പ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിനുള്ള കേപ്പബിലിറ്റി നമുക്ക്, റിസർച്ച് കേപ്പബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ അതിന് KE മുൻകൈ എടുക്കും എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്, ഇവിടെ ഇന്നിപ്പോൾ ഈ നമ്മുടെ അനുസ്മരണ സമ്മേളനം കഴിഞ്ഞിട്ടുള്ള സെഷനിൽ വന്നിട്ടുള്ള പല പ്രസൻറ്റേഷൻസും ഉണ്ട്. അതിൽ 3-4 അക്കാഡമിക് വർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അക്കാഡമിക് പ്രസിദ്ധീകരണങ്ങളായിട്ട് അത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രോസസ്സിലാണ്. ഒരു റിക്വസ്റ്റ് ഉള്ളത്, വളരെ പോപ്പുലർ ലൈനിൽ ഇപ്പോൾ ശിവാനന്ദ് സാറോ അല്ലെങ്കിൽ മഞ്ജു ഒക്കെ പിന്നെ ഇപ്പം അഭിലാഷ് പറഞ്ഞ കാര്യങ്ങൾ ഒരു പോപ്പുലർ ലൈനിൽ എഴുതിയാൽ നമുക്ക് പിന്നെ 1-2 പ്രസിദ്ധീകരണങ്ങൾ നമ്മളോട് താല്പര്യം പ്രകടിപ്പിച്ചു ഡിസ്കഷൻ്റെ അവർ പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഈവൻ അതർവൈസ് നമുക്ക് വി ക്യാൻ പബ്ലിഷ്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചേർക്കുകയുമാവാം. അപ്പോൾ ഇതൊരു പിന്നെ ഒരു 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 ചെറിയ തുടക്കം മാത്രമാണ്. നമ്മൾ പിന്നെ KE തന്നെ KE സെൻറ്റർ ഫോർ സർവേസ് ആൻഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി കൂടെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നമുക്ക് റിസർച്ചിൻ്റെ ലെവലിലും നമുക്ക് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് എനിക്ക്. I just thought of saying one thing, in China, if you look at China Statistical Yearbook, you have a particular, almost 30% of the data section is on minorities. All the parameters which you talk about, general economy, is talked about with minorities. നമ്മുടെ രാജ്യത്തും ഉണ്ടല്ലോ ഇതൊക്കെ, നമ്മൾ അതിനെപ്പറ്റി ബോധമാണ്. So anyway, so I think now over to Professor Godwin for the dual function, but you won't use much time. ഓക്കെ, താങ്ക് യു സർ. ആദ്യം ഞാൻ സാറിൻ്റെ അനുസ്മരണം നല്ലല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ വിദ്യാർത്ഥികൾക്കെല്ലാം സാർ ഒരു ഈ സാപ്പിയോ റൊമാൻറ്റിക് ഫീലിംഗ് ആണ് സാറിനോടുള്ളതായിട്ടാണ് എനിക്ക് ബേസിക്കലി മനസ്സിലാക്കുക. ഒരു ആരാധനയാണ് സാറിൻ്റെ അടുത്ത്. പിന്നെ കാരണം ഏറ്റവും കൂടുതൽ പഞ്ച് ഡയലോഗ് എന്ന് നമ്മൾ കാര്യവട്ടത്ത് പിന്നെ പറയുന്നൊരു അധ്യാപകനാണ് സാർ. ടിസിലും ആ അതിനൊരു കുറവും വരുത്തിയിട്ടില്ലെന്നാണ് ഞാൻ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പിന്നെ സാറും മറ്റുള്ള എല്ലാം സൂചിപ്പിച്ചിരുന്നത്. പിന്നെ ഞാൻ കുറേയേറെ പ്രേമിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നെ സാർ ഒരു 3-4 ആഴ്ച മുമ്പാണ് വിമൻസ് കോളേജിൽ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ക്ലാസ് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ സാർ ഇങ്ങനെ ആ സ്റ്റെപ്പ് കയറി വരുന്നത് ഞാൻ കണ്ടപ്പോൾ ഈ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ലവർ ഇങ്ങനെ പാർട്ട്ണർ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്ട്രക്കായി പോലെ യു കീപ് ഓൺ ബ്ലഷിങ്. ദാറ്റ് ആക്ച്വലി ഹാപ്പൻഡ് വിത്ത് മീ. അതുകൊണ്ട് തന്നെ that's the latest instance which I force പിന്നെ ഒരു റൊമാൻറ്റിക് ടീച്ചർ എന്ന നിലയിൽ എനിക്ക് 100 തവണ പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ പിന്നെ കഴിഞ്ഞൊരു 1.5 വർഷം മുമ്പ് ഈ പിന്നെ മറ്റ് ബാംഗ്ലൂരിൽ നിന്ന് അവസാനം എല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, സാർ കുറേയേറെ പബ്ലിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ഗോഡ്വിൻ അത് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ സാർ ലാസ്റ്റ് പ്ലാൻ ഒരു റൂട്ട്ലെഡ്ജുമായിട്ട് ചേർന്നൊരു ഒരു പബ്ലിക്കേഷൻ സാർ ഇങ്ങനെ ഒരുപാട് അൺപബ്ലിഷ്ഡ് വർക്കുണ്ട്. വിമൻസ് കോളേജിൽ 2 തവണ വന്ന് പ്രസന്റ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിലുള്ളതല്ല. അപ്പോൾ സാർ എല്ലാം എനിക്ക് ഒരു പരിധി വരെ അയച്ചു തന്നിട്ടുണ്ട്. ഞാനപ്പോൾ മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ KEയുടെ ഒരു പിന്നെ പ്ലാൻ സാറിന്റെ കയ്യിൽ നിന്നും അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് അത് ഞങ്ങൾ ഈ KE ഏറ്റെടുത്ത തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് പൊതുസമൂഹത്തിന് കുറെ കൂടെ വൈഡർ സെൻസിൽ സാർ കുറേയേറെ എനിക്ക് പിന്നെ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അത് തമ്മില്ല നമ്മൾക്ക് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ മറ്റുള്ള റോളുകളെക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഏറ്റവും സൂപ്പർ മോട്ടിവേറ്റർ ആയിട്ടുള്ള ഒരു ടീച്ചർ, ഒരു ദിവസം പോലും 1 മിനിറ്റ് പോലും ഉപദേശം തരാതെ പിന്നെ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഈ മോറൽ ക്ലാസ് എടുക്കാതെ ഒരു ടീച്ചറിന് യഥാർത്ഥത്തിൽ എങ്ങനെ സ്റ്റുഡൻസിന് ഇന്റലക്ച്വലിയും എല്ലാ സെൻസിലും മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ക്ലാസ് എക്സാമ്പിൾ എനിക്ക് തോന്നുന്നില്ല വേറെ അധ്യാപകർക്ക് അത്ര പിന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതറിയാം. കാരണം പിന്നെ സാറിന്റെ ചിന്താശേഷിയിലൂടെ പിന്നെ പിന്നെ വളരെ ഔട്ട്റൈറ്റ് ആയിട്ട് ബഹുമാനിക്കരുതെന്ന് ആദ്യം പഠിപ്പിച്ചിട്ട് ഏറ്റവും മുൻനിരയിൽ
പിന്നെ മറ്റു എത്ര പിന്നെ അന്നൊരു നമ്മളൊരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജി വന്നിട്ടും സാർ ഏറ്റവും മുന്നിൽ കാലിന്മേൽ കാല് വെച്ച് വളരെ അധികാരപൂർവ്വം തന്നെ അദ്ദേഹം ഇരുന്നത് എനിക്കൊരു ഭയങ്കര എനിക്ക് തോന്നുന്നു നമ്മൾക്ക് എല്ലാവർക്കും അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. പക്ഷെ ഒരു സാറ് പിന്നെ ഒട്ടും ബഹുമാനിക്കരുതെന്ന് ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുകയും എന്നാൽ ആ മൊമെന്റ് സാറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ബഹുമാനത്തോടു കൂടി ചാടി എണീക്കുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാമ്മ സാർ. അപ്പൊ തന്നെ നമുക്ക് ബേസിക്കലി അത് മനസ്സിലാവും. പിന്നെ സാറിന്റെ വിമർശനങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ്. കാരണം പിന്നെ 2000-ങ്ങളിൽ സാർ പഠിപ്പിച്ചപ്പോൾ യഥാർത്ഥ സാർ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിരുന്നത് മാർക്സിയൻ കാരണം ഗ്ലോബലൈസേഷനെ വളരെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ 2020-കളിൽ സാറിനെ കാണുമ്പോൾ സാർ യഥാർത്ഥത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു 50-കളുടെ ആ ഒരു ഘട്ടത്തിൽ നിന്ന് സാർ 70-കളിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഏജിൻ്റെതും അതുപോലെ തന്നെ ഒപ്പം തിരിച്ചറിവിൻ്റെ ഒക്കെ കൂടെയാണെന്ന് തോന്നുന്നു സാർ യഥാർത്ഥത്തിൽ പിന്നെ കുറേയേറെ മാറിയിട്ടുണ്ട്. റിസോഴ്സ് പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കുന്നു. അന്ന് സാർ കൂടുതലും മാർക്സിനെ കോട്ട് ചെയ്തിരുന്നെങ്കിൽ 2000-ങ്ങൾക്ക് ശേഷം സാർ കൂടുതലും ലിബറലിസ്റ്റ് എക്കോണമിസ്റ്റുകളെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ റോസ ലക്സംബർഗിനെ കുറിച്ചിട്ടും മാർക്സിയൻ വിമർശനങ്ങളെ കുറിച്ചിട്ടൊക്കെ സാർ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് യഥാർത്ഥത്തിലൊരു ലാർജർ ഫ്രെയിമിൽ സാറിന്റെ ആശയങ്ങളെ കാണണം. പിന്നെ ഈ ആശയങ്ങൾ ഒരിക്കലും ഒരു ഇരുമ്പ് പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കേണ്ടതില്ല. വായനയിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ ഓപ്പൺ ആയിട്ട് അത് കുറെ മാറേണ്ടതുണ്ടെന്ന് യഥാർത്ഥത്തിലൊരു തിരിച്ചറിവ്. ഈ വിമർശനങ്ങളൊക്കെ മാത്രമല്ല നമ്മൾ എത്ര വളരെ സീരിയസ് ആയിട്ട് വിമർശിച്ചാലും എത്ര മാത്രം ഒരു തരത്തിലും പേഴ്സണലായിട്ട് എടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ബേസിക്കലി സാറിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. പിന്നെ 2-3 കാര്യങ്ങൾ വളരെ ഈ അനാലിസിന്റെ സാറിന്റെ അനാലിസിസ് ക്യാപ്പബിലിറ്റിക്ക് എനിക്ക് തോന്നുന്നു വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. കാരണം കേരള മോഡലിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, കേരള മോഡൽ ഇവിടെയൊക്കെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഇറ്റ്സ് എൻ എക്സ്ക്ലൂഷണറി മോഡൽ. കാരണം നമ്മൾ ഇവിടെയുള്ള എല്ലാ സംസാരങ്ങളിലും നമ്മൾ പൊതുമണ്ഡലങ്ങളിലും എല്ലാം കാണുന്നത് കേരളത്തിൽ 2 ബ്രോഡർ വിഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവർ ഒരു ബെനിഫിഷ്യറി സെൻസിൽ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഏജൻസി സെൻസിൽ സംസാരിക്കാറില്ല. ഒന്നാമത്തത് വിമൻ, അവർക്ക് ഞങ്ങൾ ഇത്ര ചെയ്തു കൊടുത്തു, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അറ്റൈൻ ചെയ്തിട്ടുണ്ട്, നേട്ടങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. രണ്ടാമത്തെ ദി അതർ പീപ്പിൾ ആയിട്ട് നമ്മൾ പൊതുവിൽ എല്ലാ മണ്ഡലങ്ങളിലും കരുതുന്നതാണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ പിന്നെ സബാൾട്ടേൺ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ട് അവർക്ക് അവരുടെ നേട്ടങ്ങൾ ഇങ്ങനെ ഒരു സംസാരം യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ ഏജൻസി ഫംഗ്ഷൻ എന്ന അവരുടെ ആ ഒരു പിന്നെ നമ്മുടെ പോപ്പുലേഷൻ എന്ന നിലയിൽ റൈറ്റ് ആയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ് സാറിന്റെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 2, കേരള മോഡലിനെ കുറിച്ച് സാർ പറഞ്ഞ ഒരു കാര്യം കേരള മോഡൽ എന്ന് നമ്മൾ ഡെവലപ്മെന്റ് മോഡൽ എക്സ്ക്ലൂഷണറി ആണെങ്കിലും കേരളത്തിന്റെ വെൽഫെയർ മോഡൽ വളരെ ഇൻക്ലൂസീവ് ആണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കേരള മോഡലിനെ കുറിച്ച് ഇതിനപ്പുറം നമുക്ക് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇനി മറ്റൊന്നും കഴിയുമെന്ന് തോന്നുന്നു. അതുപോലെ പിന്നെ കഴിഞ്ഞ 25 വർഷത്തെ ഈ 5 ഇയർ കേരളത്തിന്റെ ഡീസെൻട്രലൈസേഷനെ കുറിച്ച് സാർ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഒരിക്കലും അത് പിന്നെ ഈ പൂവറിന് അനുകൂലമല്ല. കാരണം അത് ക്ലാസ് ന്യൂട്രൽ ഇതായിരുന്നു സാറിന് ഏറ്റവും പിന്നെ ശക്തമായിട്ടുള്ളത് സംബന്ധിച്ച വിമർശനം. 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നേരത്തെ ഈ ഒരു പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സാറിന്റെ മരണം കൂടെ തന്നെയാണ്. കാരണം പിന്നെ ഒരു പരിധിവരെ ഒരു കെയർ എക്കോണമി ഹരിലാൽ സാറും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻ സാറൊക്കെ സംസാരിക്കുന്ന ഒരു കാരണം മനുഷ്യൻ ഒറ്റപ്പെട്ടാൽ യഥാർത്ഥത്തിൽ ഞാനിതൊരു പിന്നെ ഒരു ഇമോഷണൽ സെൻസിൽ മാത്രമല്ല പൊതുവില്, കാരണം ഒരുപാട് പിന്നെ ഒരു 60+ പോപ്പുലേഷൻ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് യഥാർത്ഥത്തിൽ കേരളം. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അതൊരു പിന്നെ ഒരു അവകാശം എന്ന നിലയിൽ അതിന് കൃത്യമായ നയവും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമെന്ന് എനിക്ക് ആ വിഷയത്തിനകത്ത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു വിദ്യാഭ്യാസം സംബന്ധിച്ച് നേരത്തെ ചില സൂചനകൾ ഈ പറഞ്ഞിട്ടുള്ളപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഈ 5% നമ്മൾ കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്പതി പിന്നെ കേരളത്തിലെ ഈ പർട്ടിക്കുലർ സബാൾട്ടേൺ കമ്മ്യൂണിറ്റീസ് കാണിക്കുന്നു എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാം. കാരണം ഞങ്ങൾ കാണിക്കുന്നു. ഞാൻ ഉദാഹരണം സഹിതം പറയാം. കാരണം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ ഡേറ്റയും അതുപോലെ തന്നെ അവരുടെ റിസൾട്ട് ഡേറ്റയും ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഈ RTI കൊടുത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളും കൊടുത്തു. ക്യുസാറ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ, അതായത് ഇത്രയുള്ള വിഷയം, മൊത്തം 5% ഷെഡ്യൂൾ ട്രൈബ് പോപ്പുലേഷന് റൈറ്റ് ആയിട്ടും അതുപോലെ 15% ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗങ്ങൾക്ക് റൈറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് എൻഡൈറ്റിൽമെന്റ്. പക്ഷേ
കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഡേറ്റിൽ 12.5% പേർക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. സർക്കാർ കോളേജുകളിലുണ്ട്, പിന്നെ എയ്ഡഡ് കോളേജുകളിൽ കുറച്ചുകൂടെ ലെസർ പ്രൊപ്പോർഷൻ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഈ കമ്മ്യൂണിറ്റീസ് ആർ റെപ്രസെന്റ് പ്രോപ്പറായിട്ട് ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല 5% മാറ്റിവെക്കപ്പെട്ട ഈ ഷെഡ്യൂൾഡ് ട്രൈബ് റിസർവേഷൻ വെറും 1.65%. കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പിന്നെ റിസൾട്ട് ഡേറ്റ കേരളത്തിലെ 5 യൂണിവേഴ്സിറ്റികളുടെ അടുത്ത് RTA പ്രകാരം ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ പറഞ്ഞത് ഞങ്ങളിൽ അഡ്മിഷൻ ഡേറ്റയുണ്ട്, എന്നാൽ റിസൾട്ട് എത്ര പേര് ജയിച്ചു ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ ഇതുവരെ തന്നില്ല. ഞാൻ റിക്വസ്റ്റ് RTA കൊടുത്തു, അതിന് അപ്പീൽ കൊടുത്തിട്ടും യഥാർത്ഥത്തിൽ ഞങ്ങൾ അങ്ങനെ സൂക്ഷിക്കുന്നത്. ദിസ് ഷോസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്പതി. പ്ലാനിംഗ് ബോർഡിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പ്ലാനിംഗ് ബോർഡിന്റെ റിപ്പോർട്ട് പറഞ്ഞാൽ കോളേജ് എഡ്യൂക്കേഷൻ എന്നാണ് കരുതുന്നത്. കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചപ്പോൾ ഇത് നേരെ യൂണിവേഴ്സിറ്റികൾ എല്ലായിടത്തും ചോദിച്ചു. സോ ദിസ് ഇസ് ആക്ച്വലി ദി സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്പതി, നേരത്തെ സാറൊക്കെ സൂചിപ്പിച്ച അഭിലാഷ് മാഷൊക്കെ സംസാരിച്ച വിഷയം വളരെ പ്രസക്തമാണ്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വേറൊരു കാര്യം, നേരത്തെ മഞ്ജു ടീച്ചർ സൂചിപ്പിച്ചതിന്റെ ഒരു അടുത്ത ലെവൽ, ഒരു എത്നോഗ്രാഫിക് സ്റ്റഡീസോ മറ്റുള്ളതൊക്കെ ചെയ്ത് ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് എടുത്ത് ഈ നമ്മുടെ ഇന്റർസെക്ഷനാലിറ്റീസ് പഠിച്ചാൽ നമ്മുടെ തരത്തിൽ ഒരുപാട് പേർക്ക് കേരളം ഈ ഒന്നാം എന്നുള്ള സ്ഥലത്തിലുള്ള ഒരു തരത്തിലുള്ള മനുഷ്യന്റെ DNA അകപ്പെട്ട ഈ ഒരു സാധനത്തിന് ഒരുപാട് ഒരു വശത്ത് ഒരു ഉലച്ചിൽ സംഭവിക്കാൻ വളരെ സീരിയസ് ആയിട്ടൊരു സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കുഞ്ഞാമൻ സാറിന്റെ അതുപോലെ തന്നെ സാറിന് പലപ്പോഴും ഈ ഡയമെൻഷനിലല്ല, എനിക്ക് തോന്നുന്നു നോളജ് എക്കോണമിയിൽ സാറിന്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ഉണ്ട്, പ്രത്യേകിച്ചും ഹയർ എഡ്യൂക്കേഷനിൽ. കാരണം ഹയർ എഡ്യൂക്കേഷനിൽ ഒരു വിദ്യാർത്ഥി എന്നുള്ളത് പാർട്ട്ണറാണ്. വിദ്യാഭ്യാസത്തിനോട് അറിവിന്റെ ഉൽപാദനമാണ് യഥാർത്ഥത്തിൽ ഹയർ എഡ്യൂക്കേഷനിൽ നടക്കേണ്ടത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഹയർ എഡ്യൂക്കേഷനിൽ കേരളത്തിൽ നടക്കാത്ത ഒരു സാധനം എന്തെന്ന് ചോദിച്ചാൽ അറിവിന്റെ ഉൽപാദനം 0 എന്ന് പറയാൻ യഥാർത്ഥത്തിൽ കുഞ്ഞാമൻ സാറിന്റെ അനാലിസിനെ കൊണ്ട് നമ്മൾക്ക് പറ്റും. എങ്ങനെയാണ് ഒരു തീസിസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും എല്ലാ കാലത്തും ഏറ്റവും വലിയ അസറ്റ് ആയിരുന്നു സാറ്. അതിൽ വീണ്ടും പറയേണ്ടതില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ആദ്യത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തത് നന്ദിയാണ്. ആദ്യം നന്ദി തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാപ്പാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മൻ സാറിന് യഥാർത്ഥത്തിൽ ഈ വേദിയിൽ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. ഇറ്റ് വാസ് ആക്ച്വലി a kind of monumental error on my part. We didn't know the kind of relationship that he had with Professor Kunjaman sir. So അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ I start with an apology. We'll communicate, especially on to him on this particular counts. ഒപ്പം തന്നെ ഈ particular ഇതിനൊരു റെഗുലർ ആയിട്ടുള്ള ഒരു കമ്മമറേറ്റീവ് മീറ്റിംഗ് അല്ലാതെ ഇതിനെന്തെങ്കിലും ഒരു മീനിങ് ആയിട്ട് ചെയ്യണം എന്ന് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട Harilal Sarana. So he is the real spirit behind this entire not only the function, even the spirit behind Kerala Economic Association. I thank you so much sir for leading us from the front. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെയുള്ള ചടങ്ങിലും സംബന്ധിച്ചിട്ടുള്ള മറ്റു പ്രിയപ്പെട്ടവരെ, ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട KJ ജോസഫ് മാഷ്, ഇത്രമാത്രം മികച്ചൊരു സപ്പോർട്ടീവ് റോളിൽ പെർഫോം ചെയ്യുന്ന ഒരു മികച്ചൊരു മാനേജർ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, അക്കാഡമിക് മാനേജർ. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ ഗിവിംഗ് ഓൾ ദ സപ്പോർട്ട് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് us. ഒപ്പം തന്നെ സ്വാഗതം ആശംസിച്ച ഹരികുമാർ മാഷ്, നമ്മുടെ ഡോക്ടർ P. Shivanandan sir, thank you so much for speaking to us with lot of data. Professor Manju, very in both senses, both in empirical sense as well as in the realistic sense, she has pointed out a number of issues. Dr. Abhilash, thank you so much for such words. And Srimad Josephine, of course we wanted to hear the other side as well. So you have a larger responsibility in implementing many of the and taking up many of the issues arising out of the discussion. Professor Anitha, thank you so much ma'am for talking to us on many issues. And Dr. Christabell, then Dr. Matthew Kurian for speaking to us. Dr. Mohanakumar for those brief but very powerful kind of experiences that you have shared. And all my members from members who joined online. And more importantly, our dear Anitha Kumari teacher, she has been the inspiration and huge amount of logistic support and every support she has been doing.
Professor S. Harikumar, and if I missed someone, I'm really, really sorry. And, one thing that, we actually missed is, we definitely apologize to those, people and, friends, whom, Professor Kunjaman was quite dear to. For example, many of his, very, dear students, actually, we could accommodate here. Yeah, Priyesh and the many students. Okay. Yeah, Priyesh. Then there are many other students we couldn't actually have it in this particular function. Many, other colleagues and his friends we couldn't actually take, along with us for today. And, all my younger friends and, students, etc. You have joined here and as well as, and finally, my colleague and General Secretary of, Kerala Economic Association, Sri Santhosh Varghese, who traveled, meaning from Cochin. He often does that, exclusively for the association. Thank you, Santhosh, for, having, reaching here. And everyone, and all the logistic support, and all the students specifically from GIFT and all other friends, faculty members, everyone. Thank you so much.